morning, sir. Good morning, sir. Good morning. Good morning. Ellare exam ഒക്കെ എഴുതിയോ? എല്ലാരും mock exam എഴുതിയായിരുന്നോ? Yes, sir. Okay, fine. All right. അപ്പം നമ്മുടെ ഒരു മേജർ റിവിഷനും കാര്യങ്ങൾക്കെല്ലാം ശേഷം നമ്മുടെ ഒരു mock exam കണ്ടക്ട് ചെയ്തത്. So I hope you have gone through the mock exam questions. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ്റെ അകത്ത് എക്സ്ക്ലൂസീവ്ലി ചെയ്യാൻ പോകുന്നത് we are going to discuss the mock exam. അപ്പം നമ്മൾ ഇനി ഒരു നെക്സ്റ്റ് 2 അല്ലെങ്കിൽ 3 hours നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ ടോട്ടൽ mock exam ആയിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടാവുക. Okay. So let's start with the area. I hope you are familiar with the questions. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, കാരണം നമ്മൾ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ അകത്തുള്ളതും ചെയ്തു തന്നെയാണ്. So let's start one thing. Let's start with the areas. And നമുക്കറിയാം, നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ മോക്ക് എക്സാമിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന എന്തൊക്കെയായിരുന്നു? We have got 3 questions from the area of MCQs. MCQസിന്റെ തന്നെ 3 questions നമുക്ക് ഉണ്ടായി. ആൻഡ് MCQസിന്റെ ഏരിയക്ക് പുറമെ നമുക്ക് ഏതൊക്കെയാണ് ഉണ്ടായിരുന്നത്? We have got a question from the area of internal controls. Internal controls, risk, പിന്നെ ഏതൊക്കെയാണ്? Procedures, governance ഉണ്ട്, audit procedures ഉണ്ട്. അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് പാർട്ടിന്റെ ക്വസ്റ്റ്യൻ ഇല്ല, ബട്ട് റിപ്പോർട്ടിംഗ് പാർട്ട് ഇംപ്ലിക്കേഷൻ മാത്രം നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത് നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നത്. And let's do one thing. Let's start with the area of the MCQs itself. അല്ലെ MTQs വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Okay. So നമ്മുടെ ഫസ്റ്റ് MTQ എന്ന് പറയുന്നത് it was a question ethical threats. Ethical threatനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആയിരുന്നു ത്രെഡ്സിന്റെ ഫസ്റ്റ് വൺ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നത്. നമുക്ക് ആരും ഒരു കാര്യം ചെയ്യാം, ഈ എത്തിക്കൽ ത്രെറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് നോക്കാം. വെൽ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് 2 രീതിയിൽ വായിക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് റിക്വയർമെന്റ് വായിച്ചതിന് ശേഷം അതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിനാരിയോ വായിക്കാം. ഇപ്പം സിനാരിയോ ബ്രേക്ക് ഡൗൺ ചെയ്ത് തന്നേക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ബെറ്റർ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുക, ക്വിക്ലി പെട്ടെന്നൊന്ന് സിനാരിയോ ത്രൂ വായിച്ചു പോവുക. ആസ് യൂഷ്വൽ ഞാൻ പറയാനുള്ള ഇൻഡെപ്ത് ആയിട്ട് വായിക്കാൻ പറയുന്നില്ല, പെട്ടെന്നൊന്ന് സിനാരിയോ ബേസ്ഡ് ആയിട്ട് വായിച്ചു പോവുക. എന്നിട്ട് നിങ്ങളുടെ MCQലെ റിക്വയർമെന്റ് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും തിരികെ വന്നിട്ട് ഈ ഏരിയ തന്നെ നോക്കുക. ആ ഒരു ബേസിസ് ചെയ്താൽ മതി. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഇറ്റ്. അപ്പൊ നമ്മളോട് ഫസ്റ്റ് പറഞ്ഞേക്കുന്ന സിനാരിയോ എന്താ നോക്കി. യു ആർ ദ ഓഡിറ്റ് മാനേജർ ഓഫ് ഹോട്ടി ആൻഡ് കമ്പനി ആൻഡ് യു ആർ കൺസിഡറിംഗ് എ നമ്പർ ഓഫ് എത്തിക്കൽ ഇഷ്യൂസ് that have arisen from some of the long-standing clients. First of all, they're speaking about the tree company. Horty and Company is planning its external audit of tree company. Yesterday, the audit partner, Charlie Trover, discovered that a significant fee for information security services, which were provided to tree company by Horty and Company, is overdue. Charlie hopes to be able to resolve the dispute amicably and has confirmed that he will discuss the matter with the finance director P at the weekend. They are both attending a party to celebrate engagement of Charlie's daughter and Percy's son. ഇവിടെ നമ്മളോട് പറഞ്ഞ എന്താ, നമ്മൾ ഹോട്ടി ആൻഡ് കമ്പനി എന്ന് പറയുന്ന കമ്പനിയാണ് ട്രീ കമ്പനിയുടെ ഓഡിറ്റർ എന്ന് നമ്മളോട് പറഞ്ഞു. ഒരു പ്ലാനിങ് മീറ്റിംഗ് നമ്മൾ നടത്തിയിട്ടുണ്ടായി. അപ്പം ഓഡിറ്റ് പാർട്ണർ ചാർലി എന്ന് പറയുന്ന ആള് സിഗ്നിഫിക്കന്റ് ഫീസ് വാങ്ങിയിട്ടുണ്ട് ഒരു ഇൻഫർമേഷൻ സെക്യൂരിറ്റി സർവീസ് കൊടുത്തതിന് വേണ്ടിയിട്ട്. അത് ഓവർഡ്യൂ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചാർലി ഈ ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യാനായിട്ട് റെഡിയാണ്. ആൻഡ് ഇത് സോൾവ് ചെയ്യാനായിട്ട് എളുപ്പമാണെന്ന് പറഞ്ഞു. കാരണം എന്താണ്, ഇവരെല്ലാവരും കൂടെ വീക്കെൻഡിന് ഒരു പാർട്ടിക്ക് പോകുന്നുണ്ട്. എൻഗേജ്മെന്റ് പാർട്ണറിന്റെ ഡോട്ടറിന്റെ ആണ്, ചാർലിയുടെ ആണ്. അതുപോലെ തന്നെ പേഴ്സീസ് സണ്ണിന്റെ ആണ് മാരേജ്. അപ്പൊ അതിന് വെച്ചിട്ട് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർ സോർട്ട് ഔട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ബുഷ് കമ്പനി. ഹോട്ടി ആൻഡ് കമ്പനി is an external auditor of Bush Company and also provides other non-audit services to the company. While performing the audit for the year ended 31st October 2018, audit engagement partner was taken ill and took an indefinite leave for absent from the firm. The ethics partner identified potential replacement and key that independence is maintained at the highest level. നമ്മളോട് പറഞ്ഞു ഹോട്ടി ആൻഡ് കമ്പനി എന്ന് പറയുന്ന എക്സ്റ്റേണൽ ഓഡിറ്റർ ഓഫ് ബുഷ് കമ്പനിയുടെ എക്സ്റ്റേണൽ ഓഡിറ്റർ ആണ്. ആൻഡ് ഇവിടെ നോൺ ഓഡിറ്റ് സർവീസസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ പറഞ്ഞു നമ്മുടെ ഒരു എൻഗേജ്മെന്റ് പാർട്ണർക്ക് വയ്യാണ്ട് ആൾ പോയി, ആൻഡ് ആൾ ഒരു ഇൻഡെഫിനിറ്റ് പീരീഡിലേക്കാണ് ലീവ് ഇപ്പോൾ എടുത്തേക്കുന്നത്. സോ അതിന് വേണ്ടിയുള്ള റീപ്ലേസ്മെന്റ് ഓപ്ഷൻസ് ആണ് നമുക്ക് താഴെ തന്നേക്കുന്നത്. ബ്രയൻ സ്മിത്ത്, മോണ്ടി, കാസി ആൻഡ് പീറ്റ്. ആൻഡ് അവർക്കുള്ള റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ അവർക്കുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ നമ്മളോട് പറഞ്ഞു ടിപ്പ് ഫസ്റ്റ് പറഞ്ഞു ബ്രയൻ എന്ന് പറയുന്ന ആള് ഇവിടെ തന്നെ ടാക്സ് കൺസൾട്ടേഷൻസ് കൊടുക്കുന്ന ആളാണ്. മോണ്ടി എന്ന് പറയുന്നത് ഇവിടെ 10 years ആയിട്ട് എൻഗേജ്മെന്റ് പാർട്ണർ ആണ്. കാസി എന്ന് പറയുന്നത് റീസെന്റ് ഫേമിൽ ജോയിൻ ചെയ്തേ ഉള്ളൂ, 5 years ആയതേ ഉള്ളൂ ജോയിൻ ചെയ്തിട്ട്. ആൻഡ് പീറ്റ് കമ്പനി എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ പേഴ്സൺ ആരാണ്, പുള്ളി പേറോൾ സർവീസസിന് ഇൻചാർജ് ആണെന്ന് പറഞ്ഞു. ദെൻ
നെക്സ്റ്റ് പ്ലാൻ കമ്പനിയെ കുറിച്ചാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. പ്ലാൻ കമ്പനി എന്ന് പറഞ്ഞ ഒരു ലാർജ് പ്രൈവറ്റ് കമ്പനിയാണ്. അവിടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 30 ജൂൺ ആണ് ഇയറിന്റെ. ആൻഡ് ഓഡിറ്റ് ക്ലയന്റ് ഓഫ് ഹോട്ടി ആൻഡ് കമ്പനിയാണ് സെവറൽ ഇയേഴ്സ് ആയിട്ട്. ദെൻ അലൻ മാർഷ്ലോ എന്ന് പറയുന്നതും ഹോട്ടി ആൻഡ് കമ്പനിയുടെ പാർട്ണറാണ്. എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂറുമാണ് പുള്ളി. ആൻഡ് ലാസ്റ്റ് 2 ഓഡിറ്റ് ആണ് പുള്ളി ചെയ്തേക്കുന്നത്. അറ്റ് റീസെന്റ് മീറ്റിംഗ് ഹി ഹാസ് അഡ്വൈസ് us he can be no longer on the engagement quality control review on the engagement, as he is considered accepting appointment as a non-executive director and will sit on the audit committee of plan company. പുള്ളി നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്, പുള്ളി ഇനി എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവില്ല, കാരണം ആള് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റഡ് ആവാൻ പോവാണെന്ന് പറഞ്ഞ് ക്ലയന്റ് തന്നെ. Then the board of directors has also asked Horty and company if they would be able to provide internal audit services to the company. അവർക്ക് internal audit services ചെയ്തു കൊടുക്കാവുന്നും ചോദിക്കുന്നുണ്ട്. Finally, Wheat company കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. It's a listed company and is one of the Horty and company's largest client. Last year the fee for audit services was 1.2 million and it's expected to be 1.3 for the year and represents 16.6% and 18.1% of Horty and company's total income. അപ്പൊ ഇവരുടെ ടോട്ടൽ ഇൻകത്തിന്റെ സെർട്ടൈൻ എമൗണ്ട് ആണ് ഇവിടുന്ന് ഫീസ് ആയിട്ട് കിട്ടുന്നത് എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഇത്ര മാത്രമാണ് നമ്മളോട് സിനാരിയോയ്ക്ക് അത് പറഞ്ഞേക്കുന്നത്. മെയിൻലി നമ്മളോട് ട്രീ കമ്പനി, ബുഷ് കമ്പനി, പ്ലാൻ കമ്പനി ആൻഡ് വീറ്റ് കമ്പനി, ഈ 4 കമ്പനീസിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. സോ നൗ ലെറ്റ്സ് റീഡ് ദ റിക്വയർമെന്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി എക്സ്പ്ലെയിൻസ് പോസിബിൾ ത്രെറ്റ് ടു ഹോട്ടി ആൻഡ് കമ്പനീസ് ഇൻഡിപെൻഡൻസ് ആൻഡ് റെക്കമെൻഡ് ആൻ അപ്രോപ്രിയേറ്റ് സേഫ് ഗാർഡ് ഇൻ റിലേഷൻ ടു ഓഡിറ്റ് ഓഫ് ട്രീ കമ്പനി. ഈ ട്രീ കമ്പനിയുടെ ഓഡിറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇവിടെ നമ്മൾ പറഞ്ഞു ട്രീ കമ്പനി എന്ന് പറയുന്ന കമ്പനിയാണെന്ന് പറഞ്ഞു. അതിന്റെ ഓഡിറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ എത്തിക്കൽ ത്രെറ്റ് ഉണ്ടാവും എന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. അതുപോലെ തന്നെ അതിന് എന്തൊക്കെ സേഫ് ഗാർഡ്സ് എടുക്കണമെന്ന്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. പറഞ്ഞു മക്കളെ, ഇവിടെ എന്തൊക്കെയാണ് ത്രെഡ്സ് ഉള്ളത്? ഇവിടെ എന്തൊക്കെ ത്രെഡ്സ് ഉള്ളത്? ഇവിടെ നിങ്ങളോട് പറഞ്ഞേക്കുന്ന സ്റ്റോറിയിൽ എന്താ പറഞ്ഞത്? ഓഡിറ്റ് എൻഗേജ്മെന്റ് പാർട്ണർ നമ്മുടെ അടുത്ത് പറയുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ചാർലി എന്ന് പറയുന്ന ആളാണ്. പുള്ളിക്ക് സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് ഫീസ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു, ഇൻഫർമേഷൻ സെക്യൂരിറ്റി സർവീസസിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആ ഫീസ് ഓവർഡ്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളി ഇഷ്യൂസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ പോകുന്ന അവരുടെ മക്കളുടെ കല്യാണത്തിന് വെച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദേ ടോക്കിംഗ് അബൌട്ട് എ മാരേജ് സെറമണി. ഇത്രയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് ഓരോന്ന് നോക്കാം. An intimidation threat due to overdue fee, and tree companies should be advised that all fee must be paid prior to auditor's report being signed. ഇവിടെ ഒരു ഇന്റിമിഡേഷൻ ത്രെറ്റ് ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. കാരണം ഓഡിറ്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഫീസാണോ ഇപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് നിൽക്കുന്നത്? ഓഡിറ്റ് റിലേറ്റഡ് ഫീസാണോ മക്കളെ ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് നിൽക്കുന്നത്? അല്ല. എന്തിന്റെ ഫീസാണ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്നത്? ഇൻഫർമേഷൻ സെക്യൂരിറ്റി സർവീസസിന്റെ ഫീസാണ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ത്രെറ്റ് ഉണ്ടോ? ഇല്ല. ഇന്റിമിഡേഷൻ ത്രെറ്റ് ഇല്ല. ഇനി a self review threat that exists due to the nature of non audit work which has been performed, an engagement quality control review which should be carried out. Let me ask you, ഇവിടെ സെൽഫ് റിവ്യൂ ത്രെറ്റ് ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ ചെയ്ത വർക്ക് നിങ്ങൾ തന്നെ റിവ്യൂ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുക? സെൽഫ് റിവ്യൂ ത്രെറ്റ് ഉണ്ടാവുക. ശരിയല്ലേ? നിങ്ങൾ ഓഡിറ്റ് ഇവിടെ ഇവർ ചെയ്തു കൊടുത്തേക്കുന്ന നോൺ ഓഡിറ്റ് സർവീസ് എന്താ? ഇൻഫർമേഷൻ സെക്യൂരിറ്റി സർവീസസ് ആണ്. അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? IT സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തുള്ള സർവീസസ് ആണ് ചെയ്തു കൊടുത്തേക്കുന്നത്. ശരിയല്ലേ? ഓക്കെ. നിങ്ങൾ ഓഡിറ്റ് പെർഫോം ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ IT സിസ്റ്റം റിവ്യൂ ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഇല്ല. IT സിസ്റ്റം നമ്മൾ റിവ്യൂ ചെയ്യാറുണ്ടോ? IT റിലേറ്റഡ് കൺട്രോൾസ് മാത്രമാണ് നമ്മൾ റിവ്യൂ ചെയ്യാറ്. ശരിയല്ലേ? ഇൻഫർമേഷൻ സെക്യൂരിറ്റി സർവീസസ് നമ്മൾ പോയിട്ട് റിവ്യൂ ചെയ്യാറുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് സർവീസസ് റിവ്യൂ ചെയ്താൽ മാത്രമേ അവിടെ ഒരു സെൽഫ് റിവ്യൂ ത്രെറ്റ് വരുള്ളൂ? ഞാൻ ഓൾറെഡി ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സർവീസ് കൊടുത്തു, ഞാൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്ത സർവീസ് എന്താണോ ആ സർവീസ് തന്നെ ഞാൻ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവിടെ എന്ത് ത്രെറ്റ് ഉണ്ടാവത്തുള്ളൂ? അവിടെ സെൽഫ് റിവ്യൂ ത്രെറ്റ് ഉണ്ടാവത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള സർവീസ് ആണോ? അല്ല. സോ there is no സെൽഫ് റിവ്യൂ ത്രെറ്റ്. അപ്പം ബേസിക്കലി ആൻസർ വരുന്നത് ഏതായിരിക്കും? സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഡയറക്ട്ലി ട്രേസ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം രണ്ടുപേര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് വരുന്ന സമയത്ത് അവിടെ എന്ത് ത്രെറ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക? സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പം സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഓഡിറ്റ് പാർട്ണറിനെ റിമൂവ് ചെയ്യണം. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഫസ്റ്റ് വണ്ണിന്റെ ഇറ്റ് വിൽ ബി ആൻസർ ഡി. ഓക്കെ. ഇനി നെക്സ്റ്റ്, ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് കൺസേൺ ഓഫ് ദി എത്തിക്സ് പാർട്ണർ
which of the partners identified as a potential replacement that should be taken out of Bush Company for the year ended 31st October 2018? എല്ലാവരും ഒന്ന് ആൻസർ ചാറ്റ് സെഷനിൽ വന്നിട്ടേ. ഏത് ആൻസർ വരിക? Take into account the concern of the ethics partner, which of the partners identified as a potential replacement that should be taken over of Bush Company for the year ended 31st October 2018. Bush Company ക്ക് വേണ്ടിയിട്ടുള്ള പക്ക റീപ്ലേസ്മെന്റ് ആരായിരിക്കും? ഓപ്ഷൻ ഇട്ടാൽ മതി, എ ബി സി ഒ ഡി എന്നുള്ളത് ഇട്ടാൽ മതി. നമ്മളിവിടെ എന്തായിരുന്നു പറഞ്ഞത് നോക്കിക്കേ, ബുഷ് കമ്പനിയുടെ റീപ്ലേസ്മെന്റ് ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞു. നമ്മൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞ്, ബ്രയൻ സ്മിത്ത്. ബ്രയൻ സ്മിത്ത് എന്ന് പറയുന്ന ആൾ എന്താ ചെയ്യുന്നത്? ഹു ഈസ് ഓൾസോ പാർട്ണർ ഇൻ ചാർജ് ഓഫ് ടാക്സ് സർവീസസ് പ്രൊവൈഡഡ് ടു ബുഷ് കമ്പനി. ബുഷ് കമ്പനിക്ക് കൊടുക്കുന്ന ടാക്സ് സർവീസിന്റെ ഇൻചാർജ് ആണ് ബ്രയൻ സ്മിത്ത്. അപ്പൊ പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ത്രെട്ടായിരിക്കും അവിടെ വരുന്നുണ്ടാവുക? സെൽഫ് റിവ്യൂ ത്രെട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബ്രയൻ സ്മിത്തിന് പറ്റത്തില്ല. ഇനി സിമ്പിൾ ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് തന്നേക്കുന്ന അടുത്തത്, who is also a partner in charge of payroll services provided to the Bush Company. Payroll services കൊടുക്കുന്ന ആൾക്ക് ഇതും കൂടെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. So PT is also not the person. Montinor, who was the audit engagement partner for 10 years ended 31st October 2017. ഈ പർട്ടിക്കുലർ പേഴ്സൺ ആണ് ഇവിടെ 10 years ആയിട്ട് ഓഡിറ്റ് എൻഗേജ്മെന്റ് പാർട്ണർ ആയിട്ട് ഇരുന്നിട്ടുള്ളതെന്ന് പറയാണ്. ഒരു പർട്ടിക്കുലർ പേഴ്സണ് 10 years എൻഗേജ്മെന്റ് പാർട്ണർ ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. മാക്സിമം എത്ര പേര് ഉണ്ടായിരുന്നു? 7 years ഇരിക്കാൻ പറ്റത്തുള്ളൂ. And next one, okay, who was introduced to Bush Company as a client when she joined the firm as an audit engagement partner 5 years ago. 5 years ago ആണ് ഇവര് നമ്മളെ ആ കമ്പനിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു വന്നത്. 5 years എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞൊരു കൂളിംഗ് ഓഫ് പീരിയഡിനോട് ഇക്വലന്റ് അല്ലേ? അതെ. അപ്പം ഉള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഏത് മാത്രമായിരിക്കും? കാക്സി ഡിക്സൺ മാത്രമായിരിക്കും. സോ വിച്ച് മീൻസ് ഓപ്ഷൻ സി കാക്സി ഡിക്സൺ ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയാം. മനസ്സിലായ എല്ലാവർക്കും? ഓക്കെ. ഇനി which of the following correctly identify threats to Horty and Company's independence and proposes an appropriate course of action for the firm if Alan Marshlow accepts appointment as a non-executive director of Plan Company? Okay, so നമുക്ക് Plan Company കാര്യങ്ങൾ വായിച്ചു നോക്കാം. Plan Company is a large private company with a financial year to 30th June and has been an audit client of Horty and Company for several years. Alan Marshlow, a partner of Horty and Company, has acted as an engagement quality control reviewer on the last two audit to year ended 30th June 2018. At the recent meeting, he advised that he can no longer be engagement quality control reviewer on the engagement as he is considering accepting the appointment as a non-executive director and will sit on the committee of the Plan Company. നമ്മളോട് പറഞ്ഞ എന്താ? അലൻ കമ്പനി എന്ന് പറയുന്ന ആള് ഹോർട്ടി ആൻഡ് കമ്പനിയുടെ ഓൾറെഡി പാർട്ണർ ആണ്. പുള്ളി തന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇനി പുള്ളി പറയാണ് പുള്ളിനെ എന്ത് ചെയ്യുന്നില്ല, എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂർ ആയിട്ട് ഇരിക്കുന്നില്ല, കാരണം ആള് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. നമ്മളോട് ഇവിടെ ചോദിച്ചത് എന്താ? പുള്ളി നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്തോട്ടെ, വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ത്രെട്ട് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെ ത്രെട്ടിനുള്ള പോസിബിലിറ്റി ആയിരിക്കും മക്കളെ വരിക? സെൽഫ് റിവ്യൂ ത്രെട്ട് വരും. പിന്നെ വേറെ ഏത് ത്രെട്ട് ആയിരിക്കും വരിക? എക്സാക്ട്ലി, നമുക്ക് ഡയറക്ട്ലി ട്രേസ് ചെയ്യാം. സെൽഫ് ഇൻട്രസ്റ്റ് ആൻഡ് സെൽഫ് റിവ്യൂ ത്രെട്ട് ആയിരിക്കും വരുന്നുണ്ടാവുക. അതിന് അവിടെയുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമായിരിക്കും അവർക്കുണ്ടാവുക? അവര് ഓഡിറ്റ് എൻഗേജ്മെന്റിൽ നിന്ന് റിസൈൻ ചെയ്യണം എന്നുള്ളത് തന്നെയായിരിക്കും. ശരിയല്ലേ? ഓക്കെ. നെക്സ്റ്റ്, you are separately considering the Plan Company's request to provide internal audit services and remit of these services if they are accepted. Which of the following would result in Horty and Company assuming management's responsibility in relation to internal audit services? ഇതൊരു ഡയറക്റ്റ് സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റൻ ആണ്. നിങ്ങളോട് ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ഇതിന്റെ അകത്ത് ഏതൊക്കെയാണ് മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്നാണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. നോക്കി മക്കളെ, ഫസ്റ്റ് വൺ, ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ ഡിസൈനിങ് ആൻഡ് മെയിൻറ്റൈനിങ് ഇന്റർണൽ കൺട്രോൾ സിസ്റ്റം. ഇന്റർണൽ കൺട്രോൾ സിസ്റ്റം ഡിസൈൻ ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യാന്നുള്ള ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ. Then next one, determining which recommendation should take place, priority and be implemented. ഏതൊക്കെയാണ് റെക്കമെൻഡേഷൻസ് കൺസിഡർ ചെയ്യേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അത് ഏതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് നോക്കുന്ന ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? അഗെയിൻ മാനേജ്മെന്റിന്റെ. അതായത് ഓഡിറ്ററായി നമ്മൾ റെക്കമെൻഡേഷൻ കൊടുക്കും, പക്ഷെ ഏത് റെക്കമെൻഡേഷൻ ആദ്യമേ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ആരാ? മാനേജ്മെന്റ്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി ആണത്. Determining the reliance that can be placed on the work of internal audit for internal auditor for external audit. എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ സമയത്ത് ഇന്റേണൽ ഓഡിറ്റിന്റെ വർക്കിന് മേലെ എത്ര റിലയൻസ് കീപ്പ് ചെയ്യണം തീരുമാനിക്കുന്ന ഓഡിറ്റർ ആണോ മാനേജ്മെന്റ് ആണോ? ഓഡിറ്റർ ആണ്. ഓക്കെ. ദെൻ
Setting the scope of internal audit work to be carried out. Internal audit work scope decide in auditor or management ano? Management ano. Okay, appo literally parna edake answers vira 1, 2 and 4. Answer eda vira C. Okay, yeah, perfect. Next, which of the following should HOTI and company take to maintain objectivity in relation to the level of fees income from BIJU company? നമ്മളോട് ഇവിടെ ഫീ ഇൻകത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫീ ഇൻകത്തിന്റെ പ്രത്യേകത എന്താ ഇവിടെ? 16.6%, 18.1% ആണ് പാസ്റ്റ് 2 years. What does it mean? 15% കൂടാൻ പാടില്ല. നമുക്കറിയാം 15% കൂടാൻ പാടില്ല എന്നൊന്നും റൂളില്ല കേട്ടോ. നമ്മൾ പറയുന്നത് എന്താ? 2 consecutive years ആയിട്ട് 15% മേലെയാണെങ്കിൽ നമ്മൾ അവരെ ഹൈ പെർസെന്റേജ് ക്ലയന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അവിടെ ത്രെട്ടിനുള്ള പോസിബിലിറ്റി ഹൈ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. അത്രേ ഉള്ളൂ. 15% കൂടാൻ പാടില്ല എന്ന് എവിടെയും പറയുന്നില്ല കേട്ടോ. ഓക്കെ, കാരണം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് ഇയർ ആണ് എൻ്റെ ഇത്. കഴിഞ്ഞ വർഷമാണ് ഞാൻ ഓഡിറ്റ് ഫോം സ്റ്റാർട്ട് ചെയ്ത്. കഴിഞ്ഞ വർഷം എനിക്ക് ഒരു ക്ലയന്റേ ഉണ്ടായിരുന്നുള്ളൂ, ഈ വർഷം ഒരു ക്ലയന്റേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 100% ഫീസും എനിക്ക് ആ ക്ലയന്റിന്റെ അടുത്ത് തന്നെയായിരിക്കും. ശരിയല്ലേ? സോ ദേ വിൽ ഓഫ് കോഴ്സ് ബി ആൻ ഹൈ പെർസെന്റേജ് ക്ലയന്റ്. അപ്പൊ കൂടാൻ പാടില്ല എന്നൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? ആ ഹൈ പെർസെന്റേജ് ഫീസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ എന്തൊക്കെ സേഫ് ഗാർഡ്സ് ആണ് എടുക്കേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ, the level of income should be communicated to those charged with governance. നിങ്ങളുടെ എത്രയാണോ ഫീസിന്റെ ലെവല് അത് those charged with governance ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. കറക്റ്റ് ആണോ? ഓക്കെ, നമുക്കത് ബഫർ ചെയ്തിടാം. അറിയില്ല എന്നുണ്ടെങ്കിൽ ബഫർ ചെയ്തിടാം. വെയിറ്റ്. സെപ്പറേറ്റ് ടീം ഷുഡ് ബി യൂസ് ഫോർ ദ ഓഡിറ്റ് ആൻഡ് നോൺ ഓഡിറ്റ് വർക്ക്. ഇവിടെ നോൺ ഓഡിറ്റ് വർക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ അടുത്ത്? ഇല്ല. അപ്പം സെപ്പറേറ്റ് ടീം ഷുഡ് ബി യൂസ് ഫോർ ഓഡിറ്റ് ആൻഡ് നോൺ ഓഡിറ്റ് വർക്ക് എന്ന് പറയുന്ന ഈ സിറ്റുവേഷനിൽ അതൊരു സേഫ് ഗാർഡ് ആണോ? അല്ല. ഓക്കെ, ഇനി റിക്വസ്റ്റ് പേയ്മെന്റ് ഫോർ ദ, ഇനി വേറൊരു കാര്യം ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തായിരിക്കും? ഈ സെക്കൻഡ് വൺ ഉറപ്പായിട്ടും ഇല്ലാന്ന് നിങ്ങൾക്ക് ഉറപ്പാണല്ലോ. അപ്പൊ എന്ത് ചെയ്തു? കോമ്പിനേഷൻ ആൻസേഴ്സ് വരുമ്പോൾ അത് എളുപ്പം കേട്ടോ. സെക്കൻഡ് വൺ ഇല്ലാന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് വൺ ഉള്ള കോമ്പിനേഷൻസ് എല്ലാം കളയാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും അല്ല ആൻസർ എന്ന് മനസ്സിലായി. ഇനി request payment for current year's audit fee in advance for any work being performed. ഇതൊരു അട്ട സ്റ്റുപ്പിഡിറ്റി അല്ലേ? അവരെന്താ പറഞ്ഞേക്കുന്നത്? കറണ്ട് ഇയർ ഓഡിറ്റ് ഫീസ് നേരത്തെ വാങ്ങിച്ചു വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത് സേഫ് ഗാർഡ് ആയിട്ട്. അതൊരു സേഫ് ഗാർഡ് ആണോ? അല്ല, ദാറ്റ് ഇസ് നോട്ട് എ സേഫ് ഗാർഡ് അറ്റ് ഓൾ. ദെൻ ലാസ്റ്റ് നമുക്കറിയാം, നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ളതാണ്, ഹൈ പെർസെന്റേജ് ഫീസ് ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്റ്റേണൽ റിവ്യൂവിനെ കൊണ്ട് വർക്ക് റിവ്യൂ ചെയ്യിക്കണം. അതാണ് അവർ പറഞ്ഞ് പ്രീ ഇഷ്യൂൻസ് റിവ്യൂ നടത്തണം എന്ന്. അപ്പം 4th പോയിന്റ് ഉണ്ട്. പിന്നെ റിമൈനിങ് ഏതാ പോയിന്റ് ഉള്ളത്? ഫസ്റ്റ് വൺ. ഓക്കെ, സോ ലിറ്ററലി മീൻസ് ദാറ്റ് ലെവൽ ഓഫ് ഇൻകം ഹൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ദോസ് ചാർജ് വിത്ത് ഗവൺമെന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ ഫീസ് ലെവൽ ഹൈ ആണ്. സോ എത്തിക്കൽ ത്രെഡ്സിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ത്രെഡ്സ് നമ്മൾ എങ്ങനെ സേഫ് ഗാർഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കാൻ മതി, ISA 260 നമ്മൾ പഠിച്ചു ഓർക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ വിത്ത് ദോസ് ചാർജ് വിത്ത് ഗവർണൻസ്. അവിടെ നമ്മൾ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നമ്മൾ എന്ത് പറയും? ഹൈ പെർസെന്റേജ് ഫീസ് ആണെന്ന് പറയും. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് പറ്റുന്ന സേഫ് ഗാർഡ്സ് പറയും. എന്നിട്ട് അക്സെപ്റ്റബിൾ ലോ ലെവലിലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്തെന്നും പറയും. മനസ്സിലായോ മക്കളെ? ഓക്കെ, അപ്പൊ ഇത്രയായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനകത്ത് ഉണ്ടാവുക. എല്ലാം കറക്റ്റ് ആക്കിയോ എല്ലാവരും? Alright. Then next one, let's move on to the next question. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്യൂർലി എന്താ പറയാ, ഇതൊരു സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിന്റെയും കുറച്ച് അക്കൗണ്ട്സിന്റെയും ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് മെനി ഓഫ് ദി ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ഏരിയ ഈസ് കമ്പാരിറ്റീവ്ലി വെരി സിമ്പിൾ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാ? About the Chester company. Chester company manufactures and sells pet toys to wholesale market. It has been prepared its financial statements to 31st July 2018. You are the audit assistant with D and Company, and you have assigned the current liabilities balances in audit work plan. You have calculated the payable payment period, which was 66 days in 2018. Prior year 45 days. And have asked the director of Chester Company to provide an explanation for the increase in days. Okay, payable payment days in days കൂടിയതിനുള്ള reason എന്താന്നുള്ള explanation നിങ്ങൾ ചോദിച്ചു. Chester Company receives monthly statement from its main supplier and performs regular supplier statement reconciliation, and there were inconsistencies noted in respect of the following balances. എന്തൊക്കെ ഇൻകൺസിസ്റ്റൻസീസ് ആണ് സപ്ലയർ സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമർ അക്കൗണ്ട്സ് സപ്ലയർ അക്കൗണ്ട്സുമായിട്ടുള്ളതെന്നാണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മളോട് പറഞ്ഞു ബാലൻസ് ആസ് പെർ പർച്ചേസ് ലെഡ്ജർ എന്ന് പറയുന്നത് ഇത്രയായിരുന്നു, സപ്ലൈ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ബാലൻസ് ഇത്രയായിരുന്നു, പൂഡിൽ കമ്പനിയുടെ ഇത്രയാണ്, സപ്ലൈ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഇത്രയാണ്, ബാത്ത് കമ്പനിയുടെ ഇത്രയാണ്, സപ്ലൈ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഇത്രയാണ് ഡിഫറൻസ് വന്നേക്കുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് ചെറുതായിട്ട് നിങ്ങൾക്ക് താഴേക്ക് തന്നേക്കുന്നത്. Chester Company has a credit agreement with Oxford Company
under which it receives goods 14 days before supplier raises the invoice. Chester Company received goods worth 1,44,640 on 18 July 2018, for which the invoice was received shortly after the year end. In accordance with this agreement, Chester Company entered the transaction into accounting records at the date of invoice. The difference on this balance are still investigated on Poodle Company. Bath Company പറഞ്ഞേക്കുന്നതാ, Chester Company's finance director has informed you that there were error in closing the purchase ledger and it was closed 3 days earlier. അവൻ മുൻകൂട്ടി അത് ക്ലോസ് ചെയ്തു. Invoices received on 29, 30 and 31st were posted to 2019 ledger. Next year കൊടുത്തിട്ടാണ് അവർ include ചെയ്തിരിക്കുന്നത്. Director of Chester Company confirmed that the following is a discovery of an error and manual adjustment was made during the journal book. Using the journal book. അവർ പിന്നീട് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. And first നിങ്ങളോട് directly ഒരു question ചോദിച്ചേക്കാണ്. Which of the following supplier balances would indicate high risk in relation to completeness of liabilities recorded at the year end? Year end liabilityയുടെ completeness-ആയിട്ട് റിലേറ്റ് ചെയ്ത് ഹൈ റിസ്ക് ഉള്ളത് ഈ സിറ്റുവേഷനിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. കംപ്ലീറ്റ്നെസ്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബേസിക്കലി ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അവര് കംപ്ലീറ്റ്ലി റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. ശരിയല്ലേ? അപ്പൊ അതിനുള്ള പോസിബിലിറ്റീസ് ഏതൊക്കെയാണ് ഇവിടെ നിന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഏതൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്? എ സപ്ലയർ വിത്ത് ഹൈ ബാലൻസ് അറ്റ് ദ ഇയർ എൻഡ് ആൻഡ് ലോ വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ് ഡ്യൂറിംഗ് ദി ഇയർ. അതായത് ഡ്യൂറിംഗ് ദി ഇയർ നമുക്ക് ട്രാൻസാക്ഷൻസ് കുറവായിരുന്നു, ഇയർ എൻഡിന്റെ സമയത്ത് നല്ല ബാലൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ റിസ്ക് ഉണ്ടോ? അങ്ങനെയാണ് അവിടെ റിസ്ക് ഉണ്ടോ മക്കളെ? നമ്മുടെ കംപ്ലീറ്റ്നെസ് ഓഫ് ലയബിലിറ്റി. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഒരു ബാധ്യതയാണ്. അതപ്പോ എല്ലാ കമ്പനീസും കൂട്ടി കാണിക്കാനായിരിക്കും ശ്രമിക്കുക, കുറച്ച് കാണിക്കാനായിരിക്കും ശ്രമിക്കുക? കുറച്ച് കാണിക്കാൻ. അപ്പൊ കുറച്ച് കാണിക്കാൻ ശ്രമിക്കുന്നതല്ലേ നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹൈ ബാലൻസ് അറ്റ് ദ ഇയർ എൻഡ് ഉണ്ട്. അപ്പം അവിടെ കൂട്ടി കാണിക്കാനാണോ ചാൻസോ കുറച്ച് കാണിക്കാനാണോ? കൂട്ടി കാണിക്കാനാണ്. കംപ്ലീറ്റ്നെസ്സിൽ ഹൈ റിസ്ക് ഉണ്ടോ? ഇല്ല. ഇനി നെക്സ്റ്റ് വൺ, a supplier with a low balance. Third one നോക്കാവേ. A supplier with a low balance due at the year end and low volume of transactions during the year. During the year സപ്ലയറിന്റെ ട്രാൻസാക്ഷൻസ് കുറവായിരിക്കും ആൻഡ് ഇയർ എൻഡിന്റെ സമയത്തും കുറവാണ്. അങ്ങനെയാണ് പ്രശ്നമുണ്ടോ? ഇല്ല. ഇനി a supplier with high balances at the year end and high volume of transactions during the year. During the year ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്, ഇയർ എൻഡിന്റെ അന്ന് ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. പ്രശ്നമുണ്ടോ? ഇനി a supplier with low balance at the year end and volume of transactions during the year. Low balance at the year end and high volume of transactions during the year. During the year ഒരുപാട് ബാലൻസസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇയർ എൻഡ് ആയപ്പോൾ ബാലൻസസ് കുറവേ കിടപ്പുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഹൈ റിസ്ക് ആണോ അല്ലയോ? സോ ആൻസർ ഈസ് ബി. മനസ്സിലായോ എല്ലാവർക്കും? ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സിമ്പിൾ എന്ന് വെച്ചിട്ടുണ്ട്. അമ്മാതിരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചെറിയൊരു ലോജിക്ക് യൂസ് ചെയ്താൽ മതി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ. നോക്കി, which of the following would correctly explain why the payables payment period has increased from 45 days in 2017 to 66 days in 2018? നിങ്ങളോട് ചോദിച്ചേക്കുന്നത് എന്താ? 45 ഡേയ്സിൽ നിന്ന് 66 ഡേയ്സിലേക്ക് പേയബിൾസ് ഡേയ്സ് കൂടാൻ റീസൺ എന്താണെന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. ആദ്യമേ ആലോചിച്ച് നോക്കുക. പേയബിൾസ് ഡേയ്സ് കൂടണം എന്നുണ്ടെങ്കിൽ എന്ത് കൂടണം? പേയബിൾസ് ഡേയ്സ് കൂടണമെങ്കിൽ പേയബിൾസിന് എമൗണ്ട് കൂടണോ കുറയണോ? കൂടണം. അപ്പം പേയബിൾസ് ഡേയ്സ് കൂടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു പേയബിൾസ് കൂടണം. അപ്പൊ ഇവിടെ പേയബിൾസ് കൂടാനായിട്ടുള്ള ലൊക്കേഷൻസ് നോക്കിയാൽ പോരെ? ഓക്കെ, നോക്കിയേ. Chester Company received a prompt payment discount from one of the supplier for the first time in 2018. അവർ കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് നടത്തിയ കാരണം കൊണ്ട് അവർക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ഡിസ്കൗണ്ട് കിട്ടി എന്ന് പറഞ്ഞു. അവർ കറക്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ് നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പേയബിൾസ് ബാലൻസ് കൂടുവോ കുറയുവോ? കുറയും. അപ്പൊ അതാണോ ആൻസർ? Then Chester Company obtained trade discount from one of the biggest supplier, which has reduced the amount owed to the supplier by 10% in the year. നമ്മൾ പറഞ്ഞെന്താ? അവർക്കൊരു ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടി, അത് കാരണം കൊണ്ട് അവർ കൊടുക്കാനുള്ള ബാലൻസ് 10% കുറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പേയബിൾസ് ഡേയ്സ് എന്താ ചെയ്തേക്കുന്നത്? കുറയുന്നു. ഓക്കെ, അപ്പൊ അതുമല്ല ആൻസർ. Then Chester Company took an advantage of extended credit terms offered by a new supplier in respect of large order which it has fully settled at the year end. നിങ്ങളോട് പറഞ്ഞെന്താ? ഇവരൊരു ഹ്യൂജ് എമൗണ്ട് ക്രെഡിറ്റ് ആര് കൊടുത്തിട്ടുണ്ട്? ഒരു പുതിയ സപ്ലയർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ വരെയാണെങ്കിൽ ഓക്കെ. അതിന്റെ കൂടുതൽ അവരെന്ത് പറഞ്ഞു? അത് കാരണം കൊണ്ട് അവർ കുറെ എമൗണ്ട് ക്രെഡിറ്റിന് എടുത്തിട്ടുണ്ടായി, പക്ഷെ ഇയർ എൻഡിന്റെ അന്ന് അവരെന്ത് ചെയ്തു? അത് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയർ എൻഡിന് എന്നത് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേബിൾസ് ഡേയ്സ് കൂടുവോ കുറയുവോ? കുറയും. ഇനി just a company purchased unusually high level of goods in 2018 to satisfy large order and had not paid for these goods by the year end. നമ്മളോട് പറഞ്ഞെന്താ, ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്തു ഡ്യൂറിംഗ് ദി ഇയർ. എന്നിട്ട് അതിന് പേയ്മെന്റ് നടത്തിയിട്ടുണ്ടോ? ഇല്ല, പേയ്മെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? സി. ബിക്കോസ് എന്താണ്? ബിക്കോസ് പേയ്മെന്റ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും? പേബിൾസ് കൂടും. അപ്പൊ അത് കാരണം കൊണ്ട് പേബിൾസ് ഡേയ്സും കൂടും. സി ആണ് ആൻസർ. ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ലേ? Any next one, again that's another simple question. Which of the following is an appropriate action in respect of inconsistency in the balance of Oxford Company? Oxford Company എന്തായിരുന്നു ഡിഫറൻസ് വന്നത്? നമ്മളോട് പറഞ്ഞു Chester Company has a credit agreement with Oxford Company under which it receives goods 14 days before the supplier raises the invoice. Okay. Chester Company receives goods worth 1,44,614 on 18th July 2018, for which the invoices was received shortly after the year end in accordance with the agreement. Chester Company entered the transaction into the accounting records at the date of invoice. നിങ്ങളോട് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ചെസ്റ്റർ കമ്പനി ചെയ്യുന്ന പരിപാടി എന്താ? ചെസ്റ്റർ കമ്പനിക്ക് ആദ്യമേ ഗുഡ്സ് കിട്ടും, എന്നിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ട് പേയ്മെന്റ് കൊടുത്താൽ മതി? 14 ഡേയ്സ് കഴിഞ്ഞിട്ട് പേയ്മെന്റ് കൊടുത്താൽ മതി. എന്നിട്ട് ചെസ്റ്റർ കമ്പനി എന്താ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞേക്കുന്നത്? ചെസ്റ്റർ കമ്പനി എന്നാണ് ഈ ഇൻവോയ്സ് റെക്കോർഡ് ചെയ്യുന്നത്? എന്നാണോ കിട്ടുന്നത് അന്നാണ് ഇവർ ഇൻവോയ്സ് റെക്കോർഡ് ചെയ്യുന്നത്. ശരിക്കും അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഗുഡ്സ് റിസീവ് ചെയ്യുന്നതാണോ അന്ന് വേണം അത് റെക്കോർഡ് ചെയ്യാനായിട്ട്. ശരിയല്ലേ? ഓക്കെ. കാരണം എന്താണ്? കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിക്കോസ് അത് അവർക്ക് ഓൾറെഡി പേയബിൾ ആണ്. അവർക്ക് ഇൻവോയ്സ് കിട്ടിയിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഗുഡ്സ് ഓൾറെഡി റിസീവ് ചെയ്തിട്ടുണ്ട്. 14 ഡേയ്സ് ആണ് അവർക്ക് പ്രൊവിഷൻ പീരീഡ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി നമ്മളോട് ചോദിച്ചേക്കാണ് ഏതൊക്കെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ ആൻസർ ആയിട്ട് വരുന്നതെന്ന്, അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻസികളുടെ റീസൺ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ. Auditor should take no further action as there is a timing difference which was resolved upon receipt and posting of invoice. നിങ്ങളോട് പറഞ്ഞേക്കുന്നത് എന്താ? അതൊരു ടൈമിംഗ് ഡിഫറൻസ് മാത്രമാണ്. അത് പിന്നീട് ഇൻവോയ്സ് വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണോ? അല്ല. കാരണം നമുക്കറിയാം ഇയർ എൻഡിന്റെ സമയത്താണ് ഇൻവോയ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ആ സമയം എവിടെ പോകാൻ പോകുന്നത്? നെക്സ്റ്റ് ഇയറിൽ പോകും. അപ്പൊ കട്ട് ഓഫ് എഫക്ട് ആവാൻ ചാൻസ് ഉണ്ട്. ശരിയല്ലേ? അപ്പൊ അതല്ല ആൻസർ. The auditor should request that purchase ledger balance is amended at the reporting date to reflect recent invoice. Auditor എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? പർച്ചേസ് ലെഡ്ജറിന്റെ ബാലൻസ് മാത്രം പോയിട്ട് അമെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. പർച്ചേസ് ലെഡ്ജർ ബാലൻസ് മാത്രം അമെൻഡ് ചെയ്താൽ മതിയോ? പോരാ. നമ്മുടെ എമൗണ്ടിന്റെ പേബിൾസും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടാവണം? കറക്റ്റ് ആയിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ അതുമല്ല. Auditor should contact the supplier and request a supply statement as at the current date. നമ്മൾ പറയണം ഓഡിറ്ററിനോട് വിളിച്ചിട്ട് ഇന്നത്തെ ദിവസത്തെ സപ്ലൈ സ്റ്റേറ്റ്മെന്റ് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അത് വാങ്ങിച്ചു വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. Then last one, the auditor should request that an accrual is created in respect of the goods received but not yet invoice. അതായത് ഏതെങ്കിലും ഗുഡ്സ് റിസീവ് ചെയ്തു പക്ഷെ അത് ഇൻവോയ്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് അക്രൂവൽ എന്ന് വെച്ചാൽ എന്താണ്? ലയബിലിറ്റി റെക്കഗ്നൈസ് ചെയ്യണം എന്ന് പറഞ്ഞു. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ, ചെറിയൊരു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, നിങ്ങളുടെ F3 കൈൻഡ് ഓഫ് ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഒരു ക്വസ്റ്റൻ ആണ്. വെരി സിമ്പിൾ ക്വസ്റ്റൻ. Which of the following would be a valid explanation for difference in respect of pool company? Pool company ഡിഫറൻസ് വന്നേക്കുന്നതിന് ഒരു വാലിഡ് എക്സ്പ്ലനേഷൻ എന്താണെന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. സോ പൂൾ കമ്പനിയിൽ ബാലൻസ് ആസ് പെർ പർച്ചേസ് ലെഡ്ജർ എത്രയാണ്? -72,168 ആണ്. ബാലൻസ് ആസ് പ്ലസ് സപ്ലൈ സ്റ്റേറ്റ്മെന്റ് എത്രയാണ്? 84,235 ആണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഫർദർ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടോ? ഇല്ല. ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്ന് മാത്രമേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി എല്ലാവരും. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി 156,403 ആണ് ഡിഫറൻസ് വന്നേക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഓരോരോ ഓപ്ഷൻസ് നോക്കാം, ബാക്കി നോക്കാം. ഫസ്റ്റ്, an invoice for 1,56,403 has been received and processed prior to receipt of goods. നമ്മളോട് പറയാണ് an invoice of 1,56,403 അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്ക് ആ എമൗണ്ടിന്റെ ഒരു ഇൻവോയ്സ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഗുഡ്സ് റിസീവ് ആവുന്നതിന് മുന്നേ തന്നെ ആ എമൗണ്ട് പ്രോസസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ഓൾറെഡി പ്രോസസ്ഡ് ആണെങ്കിൽ അത് എവിടെ നിന്നും കുറഞ്ഞിട്ടുണ്ടാവും? സപ്ലയർ സ്റ്റേറ്റ്മെന്റിൽ നിന്നും കുറഞ്ഞിട്ടുണ്ടാവും. ശരിയല്ലേ? ഇവിടെ സപ്ലൈ സ്റ്റേറ്റ്മെന്റ് എമൗണ്ട് കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സപ്ലൈ സ്റ്റേറ്റ്മെന്റ് ഒരു 84,000 എന്ന് പറയുന്ന ഫിഗർ ആണ്.
ഇവർ പറയുന്ന 1,56,000 അല്ല, അതുകൊണ്ട് തന്നെ അതല്ല ആൻസർ വരിക. ഇനി an invoice for 1,56,403 has been posted as a debit note. ഡെബിറ്റ് നോട്ട് ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നമ്മൾ ഗുഡ്സ് റിട്ടേൺ ചെയ്തു എന്നാണ്, ശരിയല്ലേ? ഗുഡ്സ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നെഗറ്റീവ് ബാലൻസ് വരുമോ? ഇല്ല. നമ്മൾ മേ ബി ആ എമൗണ്ട് ഓൾറെഡി റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് റിസീവൽസ് ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇനി ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ പെൻഡിങ് വരുന്ന എന്ത് മാത്രമായിരിക്കും? an invoice for 1,56,403 has been paid twice. അതിന്റെ അർത്ഥം എങ്ങനെ നമുക്ക് മനസ്സിലായത്? കാരണം നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി, നോക്കിക്കേ, 1,56,403 ആണ് ഡിഫറൻസ് വന്നേക്കുന്നത് അല്ലേ? സോ ഇവർ ഓൾറെഡി സപ്ലയർ പറയുന്നുണ്ട് നമ്മൾ 84,235 കൊടുക്കാനുണ്ടെന്ന്. സോ ഇതും കൂടെ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ എത്ര വരിക? 1,56,403 തന്നെയാണ് ഡിഫറൻസ് വരുന്നത്. അപ്പൊ അതിനർത്ഥം എന്തായിരിക്കും? ഇവർ പറയുന്ന സെയിം എമൗണ്ട് തന്നെ നമ്മൾ കൊടുക്കാനുണ്ട്, അത് നമ്മൾ അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്ന് പേ ചെയ്ത ഇൻവോയ്സ് നമ്മൾ വീണ്ടും പേ ചെയ്തതായിട്ട് കാണിച്ചു. അപ്പോഴാണ് നമ്മൾ നെഗറ്റീവ് ബാലൻസിലേക്ക് സെയിം എമൗണ്ടിൽ പോയത്. മനസ്സിലായോ? ക്ലിയർ ആയോ മക്കളെ? ഓക്കെ. നമ്മുടെ ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടുത്തെ ബാലൻസ് എന്ന് പറയുന്നത് 0-യിലാണോ നമ്മൾ നിൽക്കുന്നത്? അല്ല, 84,235 ആണ് നമ്മൾ കൊടുക്കാനുള്ള ബാലൻസ്. ആ കൊടുക്കാനുള്ള ബാലൻസിന് ഈ സെയിം ഫിഗർ ആണ് കുറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഒന്ന് കൊടുക്കാനുള്ളതായിരിക്കും, അത് കൊടുത്തു കഴിയുമ്പോഴാണ് 84,235 വന്നിരിക്കുന്നത്. വീണ്ടും ഒന്നും കൂടെ കൊടുത്തു കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ സെയിം എമൗണ്ട് തന്നെ ബാക്കിലേക്ക് പോവുക, ശരിയല്ലേ? അതായത് അതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് വന്നിട്ട്. സോ ദെയർഫോർ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇറ്റ് വിൽ ബി ആൻസർ, ഏതാണ് ആൻസർ? ആൻസർ എ. 9th one ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? എ ആയിരിക്കും എഴുതണ്ടാവുക. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. ഇനി the very last one, another very simple question. If you use a very simple logic, okay, which of the following would not provide? നിങ്ങളോട് ചോദിച്ചേക്കുന്നതാണ് would provide എന്നാണോ ചോദിച്ചേക്കുന്നത്? അല്ല, would not provide sufficient appropriate audit evidence over completeness of the purchase ledger balance in respect of ബാത്ത് കമ്പനി. ബാത്ത് കമ്പനിയുടെ പർച്ചേസ് ലെഡ്ജർ ബാലൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ്നെസിന്റെ ഇൻഫർമേഷൻ തരൂല്ലാത്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നോക്കി നമുക്ക് ബാക്കി നോക്കാം. Review a sample of invoices from Bath Company recorded post year end and match the GRN to determine if they should have been recorded at the year end. Completeness ensure ചെയ്യാൻ പറ്റുമോ? അവരെന്താ പറഞ്ഞേക്കുന്നത്? ഒരു സാമ്പിൾ ഓഫ് ഇൻവോയ്സ് എടുക്കണം, എന്നിട്ട് ഇയർ എൻഡിന് ശേഷം നടന്നേക്കുന്ന ട്രാൻസാക്ഷൻസ്, ഇയർ എൻഡിന് ശേഷം റിസീവ് ചെയ്തേക്കുന്ന ഇൻവോയ്സസ് നോക്കണം, എന്നിട്ട് അത് നമ്മൾ GRN-ഉമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യണം. ഇയർ എൻഡിന് മുന്നേ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യണം എന്ന് പറഞ്ഞു. കംപ്ലീറ്റ്നെസ് അല്ലേ? അതെ. ഇനി നെക്സ്റ്റ്, ഫോർ ദ പോസ്റ്റ് ഇയർ ആൻഡ് ക്യാഷ് ബുക്ക് പേയ്മെന്റ്സ് ടു ബാത്ത് കമ്പനി കൺഫേം ഡേറ്റ് ഓഫ് മാച്ചിങ് ഇൻവോയ്സ് പ്രീ ആൻഡ് ഇയർ എൻഡ് എഗ്രി ടു ലയബിലിറ്റി. നമ്മളോട് പറഞ്ഞ എന്താണ്? പോസ്റ്റ് ഇയർ എൻഡിലെ ക്യാഷ് പേയ്മെന്റ്സ് നമ്മൾ നോക്കണം, എന്നിട്ട് ഇൻവോയ്സ് നോക്കണം, എന്നിട്ട് പ്രീ ഇയർ എൻഡിലെ ലയബിലിറ്റീസ് ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്യണം, എല്ലാം അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. കറക്റ്റ് അല്ലേ? അതെ. അഗൈൻ ഇറ്റ്സ് എ പോയിന്റ് ഫോർ കംപ്ലീറ്റ്നെസ്. Then obtain journal book and confirm that all invoices recorded as received from Bath Company dated between 29 and 31 July have been manually adjusted for. ഇവരൊരു ഡിഫറൻസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് അവർ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് ബാത്ത് കമ്പനിയുടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്നെസിന്റെ പോയിന്റ് തന്നെയാണോ? അതെ. നെക്സ്റ്റ്, review the accruals listing to ensure goods received from Bath Company post year end for which invoice has not yet been received have recorded in the correct period. Accruals listing എടുത്ത് നോക്കി കഴിഞ്ഞാൽ പർച്ചേസ് ലെഡ്ജറിന്റെ ബാലൻസ് കൺഫേം ചെയ്യാൻ പറ്റുമോ? അക്രൂവൽസ് ലിസ്റ്റിംഗ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പർച്ചേസ് ലെഡ്ജറിന്റെ, പേബിൾസ് ലെഡ്ജർ അല്ല നിങ്ങളോട് ചോദിച്ചേക്കുന്നത്, പർച്ചേസ് ലെഡ്ജറിന്റെ ബാലൻസിന്റെ കംപ്ലീറ്റ്നെസ് ആണ്. അത് എൻഷുർ ചെയ്യാൻ പറ്റുമോ മക്കളെ? പറ്റത്തില്ല. കാരണം എന്താണ്? അക്രൂവൽസ് എന്ന് പറയുന്ന എമൗണ്ട് പർച്ചേസസിന്റെ അകത്ത് വരുന്നതാണോ? അല്ല, ഇറ്റ് കംസ് അലോങ് വിത്ത് പേബിൾസ് ബാലൻസ്. അക്രൂവൽസും അതുപോലെ തന്നെ പർച്ചേസും തമ്മിൽ ഡയറക്ട്ലി ലിങ്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതുവഴി കംപ്ലീറ്റ്നെസ് എൻഷുർ ചെയ്യാൻ പറ്റില്ല. അപ്പം 10th വണ്ണിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇറ്റ്സ് ബി. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, ഫൈൻ, പെർഫെക്റ്റ്. അപ്പൊ അത്രയാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്തുള്ളത്. And let's move to the last question from the area of multiple choice questions. V Company is a manufacturer of shoes. You are an audit manager in Sullivan Company and you are performing an overall review of financial statements for the year ended 30th September 2018 prior to the issue of auditor's report.
Profit before tax for the year ended was 131.4 million. Analytical procedures as part of the overall review, you have performed analytical procedures over the draft financial statements and have noted that trade receivables collection period is lower than it was during the interim audit performed in July 2018. You are aware that the credit controller of B company left the company in August 2018. And the director have said that as a result, the company is experiencing financial difficulties in debt collection. Disclosure, during the year, V company revalued its head office, and as part of your review, you are considering detail which is disclosed in the property, plant and equipment note in the draft financial statements. Uncorrected misstatements. Your review also include an assessment of uncorrected misstatements. These have been recorded by audit team as follows. Interest payable omitted ആയിരിക്കുന്ന amount എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. Additional allowance എത്രയാണ് uncorrected misstatement എന്ന് പറഞ്ഞിട്ടുണ്ട്. Errors in sales invoice പറഞ്ഞു. Faulty inventory write off ആയിട്ട് relate ചെയ്തുള്ള uncorrected mistakes പറഞ്ഞു. ഇനി faulty goods നെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയാണ്. The adjustment for the faulty goods are listed as an uncorrected misstatement above relates to an entire batch of shoes which was produced on 12th September 2018. The audit work concluded that cost of inventory exceeds its NRV by 2.9 million. The directors dispute the auditor's team figures and believe that realizable value of inventory still exceeds its cost. ഇത്രയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്ന question. First is a direct theory area. Which of the following would form part of the overall auditor's review of financial statements? Financial statements in overall review ആയിട്ട് relate ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. Financial statements in overall review നമ്മൾ apply ചെയ്യുന്നത് planning സ്റ്റേജിലാണോ conclusion സ്റ്റേജിലാണോ? Planning stage. Overall review conclusion സ്റ്റേജിലാണ് ചെയ്യുക. Okay, first one, establishing whether preconditions for an audit are present. Preconditions for an audit present ആണോ എന്ന് നോക്കുന്നത് നമ്മൾ overall reviewന്റെ സമയത്താണോ? Before accepting. അപ്പൊ അത് വരുവോ? വരത്തില്ല. അപ്പൊ നമുക്ക് എന്ത് തന്നെ ചെയ്യാം? A എന്നുള്ള ഓപ്ഷൻ കട്ട് ചെയ്യാം, C എന്നുള്ള ഓപ്ഷൻ കട്ട് ചെയ്യാം. ഇനി assessing whether the information and explanation obtained during the audit are adequately reflected. So second one ഉള്ളതാണോ ശരിക്കും? Yes. Information and explanation adequate ആയിട്ടുള്ളതുണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇനി 2 എന്നുള്ള ഓപ്ഷൻ നോക്കിയാൽ മതി. ഇനി 2 എന്നുള്ള ഓപ്ഷൻ വരുന്ന ഏതാ ആൻസർ? D മാത്രമേ. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ വായിച്ചു നോക്കാം. Performing a detailed review of audit working papers to ensure that the work has been properly performed. നമ്മൾ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് റിവ്യൂ ചെയ്യണം, എന്നിട്ട് വർക്ക് പ്രോപ്പർലി പെർഫോം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം എന്ന് പറഞ്ഞു. അത് നമ്മൾ ഓവറോൾ റിവ്യൂവിന്റെ സമയത്താണോ നോക്കുന്നുണ്ടാവുക? അല്ല. എപ്പോഴാണ് നമ്മൾ നോക്കുക? അത് റിവ്യൂവിന്റെ സമയത്താണ്. ശരിയല്ലേ? ഏത് റിവ്യൂ? പ്രീ ഇഷ്യൂവൻസ് റിവ്യൂവിന്റെ സമയത്താണ് നമ്മൾ നോക്കുക വർക്ക് എല്ലാം ആഡിക്വേറ്റ് ആയിട്ട് തന്നെയാണ് പെർഫോം ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യം. ലാസ്റ്റ്, റിവ്യൂയിങ് ദ ആഡിക്വേസി ഓഫ് ഡിസ്ക്ലോഷേഴ്സ് ഫോർ അക്കൗണ്ടിങ് പോളിസീസ്. അക്കൗണ്ടിങ് പോളിസീസിന്റെ ഡിസ്ക്ലോഷേഴ്സ് എല്ലാം ആഡിക്വേറ്റ് ആണോ നോക്കണം എന്ന് പറഞ്ഞു. അത് നമ്മൾ യൂഷ്വലി എപ്പോഴാണ് ചെയ്യാറ്? ഓവറോൾ റിവ്യൂവിന്റെ സമയത്താണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഏതാ? ഇറ്റ്സ് 2 and 4. ഓക്കെ, ഇനി നെക്സ്റ്റ്, which of the following is a valid explanation for the inconsistency between the result of analytical procedures on trade receivables and director's statement regarding debt collection problems? നിങ്ങളോട് ചോദിക്കുകയാണ്, ഇവിടെ കുറെ ഡെപ്റ്റ് കളക്ഷൻ ഇഷ്യൂസ് ഉണ്ടെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഡെപ്റ്റ് കളക്ഷൻ ഇഷ്യൂസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇൻകൺസിസ്റ്റൻസി ഉണ്ടാകാനുള്ള റീസൺ എന്താണെന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം അവിടെ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിന്റെ അത് പറഞ്ഞേക്കുന്നത് എന്താണെന്നുള്ളത് നോക്കാം. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? You have performed an analytical review over the draft financial statements and have noticed that trade receivables collection period is lower than it was during the interim audit performed. നിങ്ങളോട് പറഞ്ഞു ട്രേഡ് റിസീവബിൾസ് കളക്ഷൻ പീരീഡ് കുറവാണെന്ന്, ലോവർ ആണെന്നാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ ട്രേഡ് റിസീവബിൾസ് കളക്ഷൻ പീരീഡ് കുറവാണെന്ന് എന്നുണ്ടെങ്കിൽ എന്ത് കുറയണം? റിസീവബിൾസ് ബാലൻസ്. ശരിയല്ലേ? ഓക്കെ, റിസീവബിൾസ് ബാലൻസ് കുറയണം. അപ്പൊ ഇവിടെയുള്ള ലോജിക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസീവബിൾസ് ബാലൻസ് കുറയാനായിട്ടുള്ള റീസൺസ് എന്തൊക്കെയാന്ന് നോക്കിയാൽ മതി. ശരിയല്ലേ? ഓക്കെ, ഒന്ന് നോക്കി. എ ചേഞ്ച് ഇൻ സെയിൽസ് മിക്സ് ടുവേഴ്സ് ഹൈ വാല്യൂ പ്രോഡക്ട്സ്. അവര് പ്രോഡക്റ്റ് മാറ്റി കൂടുതൽ വാല്യൂ ഉള്ള പ്രോഡക്റ്റ് ആക്കി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ റിസീവബിൾസിന് ബാലൻസ് എന്ത് ചെയ്യാ ചെയ്യേണ്ടത്? കൂടുകയാണ് ചെയ്യേണ്ടത്. ശരിയല്ലേ? ഓക്കെ, സോ ദാറ്റ് ഈസ് നോട്ട് ദ ആൻസർ. An increase in rate of sales tax in September 2018. സെയിൽസ് ടാക്സിന്റെ എമൗണ്ട് കൂടി എന്ന് പറഞ്ഞിട്ട് റിസീവേഴ്സിന്റെ എമൗണ്ട് കുറയോ?
ഇല്ല. സെയിൽസ് ടാക്സിന്റെ എമൗണ്ട് കൂടുമ്പോൾ ബേസിക്കലി എന്ത് കൂടും? റിസീവേഴ്സിന്റെ എമൗണ്ട് കൂടത്തേ ഉള്ളൂ. കാരണം എന്താണ്? പ്രൊഡക്റ്റിന്റെ എമൗണ്ട് കൂടും. സോ അതല്ല ആൻസർ. എ സെയിൽസ് ഗ്രോത്ത് ഓഫ് 1% പെർ മന്ത് ഓവർ ദ ഇയർ. സെയിൽസ് 1% വെച്ച് കൂടി എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്? റിസീവേഴ്സ് കൂടുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ കുറയാണ് ചെയ്തേക്കുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ആൻസർ. ആൻ ഇൻക്രീസ് ഇൻ പ്രൊപ്പോർഷൻ ഓഫ് ക്യാഷ് സെയിൽസ് സിൻസ് ഓഗസ്റ്റ് 2018. അത് ശരിയല്ലേ? അതായത് റിസീവബിൾസ് കൂടണം എന്നുണ്ടെങ്കിൽ എന്ത് കൂടണം? ക്രെഡിറ്റ് സെയിൽസ് കൂടണം. ഇവിടെ ക്യാഷ് സെയിൽസ് ആണ് കൂടിയേക്കുന്നത്. അപ്പൊ റിസീവ്സ് എന്താവും? കുറയും. സോ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇറ്റ്സ് ബി. മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് വൺ അഗൈൻ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് എ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റൻ അല്ലേ? എന്താ പറഞ്ഞേക്കുന്നത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡീറ്റെയിൽ ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് റീവാലുവേഷൻ ഓഫ് ദി ഹെഡ് ഓഫീസ് ഇഫ് ദി ഓഡിറ്റർ ഈസ് ടു കൺക്ലൂഡ് ദാറ്റ് ദി ഡിസ്ക്ലോഷേഴ്സ് ആർ ആഡിക്വേറ്റ്. അതായത് ഇവിടെ ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തേക്കുന്ന എല്ലാം ആഡിക്വേറ്റ് ആണെന്ന് ഓഡിറ്ററിന് എൻഷുർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിന്റെ അകത്ത് പറഞ്ഞേക്കുന്ന പോയിന്റ്സ് ഉണ്ടല്ലോ, ഈ പറഞ്ഞേക്കുന്ന പോയിന്റ്സിന്റെ അകത്ത് ഏതൊക്കെ പോയിന്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഏതൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന്. ഇതിന്റെ അകത്ത് ഏതൊക്കെയാണ് മകളെ കൊടുക്കേണ്ടത്? ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് റീവാലുവേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. നെയിം ഓഫ് ദി വാല്യൂവർ നമ്മൾ കൊടുക്കാറുണ്ടോ? ആരാ വാല്യുവേഷൻ നടത്തിയെന്നുള്ളവരുടെ പേര്? നോ. എമൗണ്ട് ഓഫ് റീവാലുവേഷൻ ഇൻക്രീസ് കൊടുക്കാറുണ്ടോ? ഉണ്ട്. ക്യാരിങ് എമൗണ്ട് ഓഫ് ഹെഡ് ഓഫീസ് കൊടുക്കാറുണ്ടോ? ഉണ്ട്, കൊടുക്കാറുണ്ട്. ശരിയല്ലേ? നമ്മൾ ക്യാരിങ് വാല്യൂ എന്നല്ല നമ്മൾ റീവാലുവേഷൻ നടത്തിയത്. അപ്പം ഏത് വാല്യൂന്ന് എത്ര വാല്യൂയിലേക്ക് ഇൻക്രീസ് ആയെന്ന് പറയണ്ടേ? അത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ലെറ്ററിൽ പറഞ്ഞ ആൻസർ ഏതൊക്കെ വരിക? 1, 3 and 4. So answer is B. Okay. Next one again. Which of the misstatement numbered 1, 2, 3 by the audit team must be adjusted for if the auditor is to issue an unmodified opinion? Unmodified opinion കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളോട് പറഞ്ഞേക്കുന്ന ഈ 1, 2 and 3 ഈ 3 മിസ്റ്റേക്സിൽ ഏതൊക്കെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു ഓഡിറ്റർക്ക് അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റുന്നതെന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? മെറ്റീരിയാലിറ്റി കണ്ടുപിടിക്കണം. കാരണം മെറ്റീരിയൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അൺമോഡിഫൈഡ് കൊടുക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് വൺ മെറ്റീരിയൽ ആണോ നോക്കി? അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം ചെയ്യാനായിട്ടുള്ളത് എന്തായിരിക്കും? ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താ? നിങ്ങൾക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് തന്നിട്ടില്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? 131.4 million അല്ലേ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്? പ്രോഫിറ്റ് ബിഫോർ ടാക്സിന്റെ എത്ര പെർസെന്റേജ് നമ്മൾ മെറ്റീരിയൽ ആയിട്ട് എടുക്കാറ്? 5%. അപ്പൊ 131.4 million 5% എന്ന് പറയുന്നത് എത്രയാ? 6.7 ആണോ? 6.57 million. അപ്പൊ ഇത്രയാണ് നമ്മുടെ മെറ്റീരിയാലിറ്റി ലിമിറ്റ്. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിന് മേലെ ഏതൊക്കെ വരുന്നുണ്ടോ നോക്കിയാൽ പോരെ? മനസ്സിലായോ? സിമ്പിൾ അസംഷൻ മനസ്സിലായോ? നമ്മൾ എന്ത് ചെയ്യാം? നേരെ മെറ്റീരിയാലിറ്റി എടുക്കുക, 5% എടുക്കുക, ഓരോന്നോരോന്നായിട്ട് എടുത്ത് ചെക്ക് ചെയ്യണ്ട. എന്നിട്ട് അതിന് മേലുള്ള ഫിഗേഴ്സ് ഏതൊക്കെയാന്ന് നോക്കിയാൽ മതി. ഇപ്പൊ ഏതൊക്കെയാണ്? സെക്കൻഡ് വൺ ഉണ്ട്, തേർഡ് വണ്ണും ഉണ്ട്. അപ്പം നമ്മൾ ഏതൊക്കെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യേണ്ടത്? അൺമോഡിഫൈഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ 2 and 3. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? എ ആയിരിക്കും. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നല്ലേ? ലാസ്റ്റ് വൺ. All adjustments required by the auditor have been made to financial statements with the exception of adjustment 4 relating to faulty inventory. Which of the following describes the effect of this misstatement on the auditor's report? നിങ്ങളോട് പറഞ്ഞു അവരെല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും കറക്റ്റ് ചെയ്തു, എന്നിട്ട് ഒരെണ്ണം മാത്രമാണ് വിട്ടേക്കുന്നത്. ഏതാണ്? ഫോർത്ത് വൺ. ഫോൾട്ടി ഇൻവെന്ററി മാത്രം അവർ റൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. അതിന്റെ 2.9 million ഉണ്ട്. അത് കറക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഡിറ്ററിന്റെ ഒപ്പീനിയൻ എന്താവണം എന്നാണ് ചോദിച്ചേക്കുന്നത്. അവിടെ നിങ്ങൾ നോക്കേണ്ടത് എന്താ? ആദ്യമേ നോക്കേണ്ട മെറ്റീരിയാലിറ്റി ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു മെറ്റീരിയൽ ആണെങ്കിൽ മാത്രം എന്ത് നോക്കിയാൽ മതി? പെർവേസീവ് ആണോ നോക്കിയാൽ മതി. ഈ എമൗണ്ട് മെറ്റീരിയൽ ആണോ? 2.9 million അല്ല. കാരണം നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്താണ് മെറ്റീരിയാലിറ്റി. എത്രയാണ് മെറ്റീരിയാലിറ്റി? 6.57. നമ്മുടെ ഈ എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 2.9 ഉള്ളൂ. അപ്പൊ എന്താണത്? ഇമ്മെറ്റീരിയൽ ആണ്. അപ്പം ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുക? മോഡിഫൈഡ് ആയിരിക്കും, അൺമോഡിഫൈഡ് ആയിരിക്കും? മോഡിഫൈഡ് ആണ്. ഇമ്മെറ്റീരിയൽ മിസ്റ്റേക്ക് ആണ് അൺമോഡിഫൈഡ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ. ഇനി നിങ്ങൾക്ക് 2 ഓപ്ഷൻ തന്നിട്ടുണ്ട് അൺമോഡിഫൈഡ് തന്നെ. അൺമോഡിഫൈഡ് വിത്ത് നോ ഫർദർ ഡിസ്ക്ലോഷർ തന്നിട്ടുണ്ട്. അൺമോഡിഫൈഡ് വിത്ത് ഡിസ്ക്ലോഷർ ഇൻ ദ എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് തന്നിട്ടുണ്ട്. നിങ്ങളോട് ആ മിസ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫിന്റെ അകത്ത് ഡിസ്ക്ലോസ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫിന്റെ പർപ്പസ് എന്തായിരുന്നു? എന്തെങ്കിലും ഒരു മാറ്റർ അപ്രോപ്രിയേറ്റ്ലി പ്രസന്റഡ് ആൻഡ് ഡിസ്ക്ലോസ്ഡ് ആണെങ്കിൽ അതിനെ പറ്റിയിട്ട് ഒന്നും കൂടെ പറയാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് യൂസ് ചെയ്യുക. ഒരു മിസ്റ്റേക്കിനെ കുറിച്ചിട്ട് നമുക്ക് എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫിന്റെ അകത്ത് എംഫസൈസ് ചെയ്ത് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്രോപ്രിയേറ്റ്ലി പ്രസന്റ് ചെയ്യുകയും ഡിസ്ക്ലോസ് ചെയ്യുകയും ചെയ്തൊരു കാര്യത്തെ കുറിച്ച് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ഓപ്ഷൻ ബി വരുമോ?
വരത്തില്ല. other matter paragraph emphasis matter paragraph തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. Other matter paragraph എന്ന് പറഞ്ഞാൽ other than those which are presented and disclosed in the financial statements, additionally current year ഓഡിറ്റിനെ കുറിച്ചോ ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചോ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനെ കുറിച്ചോ പറയാൻ വേണ്ടിയിട്ടാണ് അതർ മാറ്റർ പാരഗ്രാഫ് യൂസ് ചെയ്യുക. എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കറക്റ്റ് ആയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുകയും ഡിസ്ക്ലോസ് ചെയ്യുകയും ചെയ്തൊരു കാര്യം അതേ പറ്റിയിട്ട് ഒരിക്കൽ കൂടി എടുത്ത് എംഫസൈസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ്. മനസ്സിലായോ? ആ 14th നമ്പർ 1 നമ്മൾ എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് കൊടുക്കണം. എവിടെ 14th ക്വസ്റ്റ്യനിലെ മിസ്റ്റേറ്റ്മെന്റ് 1 ഇല്ലേ മെറ്റീരിയൽ അല്ലാത്ത അതിന് നമ്മൾ എംഫസിസ് അത് അൺമോഡിഫൈഡ് അല്ലേ കൊടുക്കുക? അൺമോഡിഫൈഡ് ആണ് കൊടുക്കുക. അപ്പൊ അവിടെ എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് ചേർക്കണോ? അത് അപ്രോപ്രിയറ്റ്ലി പ്രസന്റ് ആൻഡ് ഡിസ്ക്ലോസ്ഡ് ആണെങ്കിൽ പിന്നെ അതൊരു മിസ്റ്റേറ്റ്മെന്റ് അല്ലേ? പ്രസന്റ് ആൻഡ് ഡിസ്ക്ലോസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ അപ്പം കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ ചെയ്തൊരു കാര്യം മാത്രമേ എംഫസൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പം അൺമോഡിഫൈഡ് എപ്പോഴാണ് എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് കൊടുക്കുക? അൺമോഡിഫൈഡിനൊപ്പം എന്നല്ല ബ്രോ. ഇപ്പം അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ഞാൻ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഏതെങ്കിലും ഒരു മിസ്റ്റേറ്റ്മെന്റിന് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലായിരിക്കും അൺമോഡിഫൈഡ് കൊടുക്കുക. അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് കൊടുക്കാം. ഇനി മോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് കൊടുക്കാം. പക്ഷേ മോഡിഫൈ ചെയ്യുന്ന കാര്യം വേറെ ആയിരിക്കണം, എംഫസൈസ് ചെയ്യുന്ന കാര്യം വേറെ ആയിരിക്കണം. മനസ്സിലായോ? ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക ഏതായിരിക്കും മക്കളെ? അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും. ഫർദർ ഡിസ്കഷൻസ് ഒന്നും വേണ്ട. കാരണം എന്താ, നിങ്ങൾക്ക് അറിയാം ഒരു മിസ്റ്റേറ്റ്മെന്റ് ഇമ്മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുക. മെറ്റീരിയൽ ആയിട്ടുള്ള മിസ്റ്റേക്സിനെ കുറിച്ച് മാത്രമേ നമ്മൾ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ പറയത്തുള്ളൂ. അൺമോഡിഫൈഡ് ആയിട്ടുള്ള മിസ്റ്റേക്ക് ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള മിസ്റ്റേക്കിനെ കുറിച്ച് നമ്മൾ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യത്തില്ല. സോ ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു മെൻഷൻ അബൌട്ട് ദ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ഹിയർ. ക്ലിയർ ആയല്ലോ അവർക്കും? ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത്. ചോദിച്ചോ. സാറേ നമ്മളിപ്പോ ഫസ്റ്റ് തന്നെ MCQs ചെയ്യണോ അല്ലെങ്കിൽ നമ്മൾ ലോങ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് MCQസിലേക്ക് വന്നാൽ മതിയോ? ഇറ്റ് ഡിപ്പെൻസ്. അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ എക്സാം എഴുതുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം MCQ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ലെങ്തി ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതിയതിന് ശേഷം MCQs എഴുതുമ്പോഴത്തേന് എനിക്ക് ആ ഒരു ഐഡിയ കിട്ടൂലായിരുന്നു. കാരണം എനിക്ക് മെന്റലി ഒരു ഇതുണ്ടായിരുന്നു, ഒരു ബാരിയർ ഉണ്ടായിരുന്നു. അതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അപ്രോച്ച്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് ചെയ്താൽ മതി. ഓക്കെ, ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. MCQs ചെയ്യുന്ന സമയത്ത് ടൈം എക്സീഡഡ് ആവാതെ നോക്കുക. ഇപ്പം 30 മിനിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 30 × 1.8 എത്ര മിനിറ്റ് ആണുള്ളത്? 56 മിനിറ്റ്സ് ആണുള്ളത്. അങ്ങനെയാണ് ആ ഒരു സമയം കൊണ്ട് MCQs ചെയ്യണം. അതിന് മേലെ ടൈം എംഫസൈസ് ചെയ്യരുത്. ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ അറിയത്തില്ല, ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് പോവുക. എന്നിട്ട് പിന്നീട് എപ്പോഴാണെങ്കിലും വന്നിട്ട് ചെയ്താൽ മതി ലാസ്റ്റ്. മനസ്സിലായോ? ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? സോ ഇത്രയായിരുന്നു നമ്മുടെ MCQന്റെ ഏരിയാസ് നമ്മുടെ ഈ എക്സാമിന്റെ അകത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് പാർട്ടിലേക്ക് പോവാം. ഡിസ്ക്രിപ്റ്റീവ് പാർട്ടിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ 30 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലേ? 30 മാർക്സിന്റെയാണ് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ആൻഡ് ഈ ഒരു 30 മാർക്സിന്റെ ക്വസ്റ്റ്യന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇൻ ടോട്ടൽ നമുക്ക് 30 മാർക്സിന്റെ ക്വസ്റ്റ്യന്റെ അകത്ത് ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഡയറക്ട് തിയറി ഏരിയ. ദെൻ നിങ്ങളുടെ ഇന്റേണൽ കൺട്രോൾസിന്റെ ഏരിയ ചോദിച്ചിട്ടുണ്ട്. ഒരു 4 മാർക്സിന്റെ സബ്സ്റ്റാൻറ്റീവ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കാരണം കൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കോർപ്പറേറ്റ് ഗവേണൻസ് നമുക്ക് ഇവിടെ വെച്ച് റിവൈസ് ചെയ്യാമെന്ന്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ക്വിക്ലി ലെറ്റ്സ് ഗോ ത്രൂ ദ ഏരിയ ഓഫ് തിയറിറ്റിക് പാർട്ട്. ഫസ്റ്റ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത് എന്താ? Auditors are required to document a company's accounting and internal control system as part of the audit procedures. 2 methods available for documenting internal control system are narrative notes and questionnaire. Describe the method for documenting internal control system. Explain advantage of using this method. നമ്മൾ പഠിച്ചിട്ടുള്ള നറേറ്റീവ് നോട്ട്സും ക്വസ്റ്റ്യനേഴ്സും. അതെ, എന്തായാലും മക്കളെ നറേറ്റീവ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ ബൈ നറേറ്റീവ് നോട്ട്സ്? Detailed description of ഒരു കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? നറേറ്റീവ് നോട്ട്സിന്റെ അകത്ത് ഉണ്ടാവുക. നമ്മളിവിടെ ചാർട്ട്സോ കോളംസോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവോ? ഇല്ല. What we learn from the scenario will be completely be incorporated directly as a descriptive part. അങ്ങനെയായിരിക്കും നമ്മൾ നറേറ്റീവ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. ഇനി നറേറ്റീവ് നോട്ട്സിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ പറഞ്ഞ എന്തൊക്കെയായിരുന്നു? ഈസി ടു റെക്കോർഡ് ആണ്, സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആണ്, പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്ന് പറഞ്ഞു? എഡിറ്റിംഗ് പിന്നീട് ഈസി ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്. ദെൻ കമ്പാരിറ്റീവ്ലി
ക്വസ്റ്റനേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് എന്തായിരുന്നു ക്വസ്റ്റനേഴ്സ് എന്ന് പറയാം? നമ്മൾ പറഞ്ഞു ക്വസ്റ്റനേഴ്സ് പറയുമ്പോൾ തന്നെ ഇന്റേണൽ കൺട്രോൾ ക്വസ്റ്റനെയർ ഉണ്ട്, ഇന്റേണൽ കൺട്രോൾ ഇവാലുവേഷൻ ക്വസ്റ്റനേഴ്സ് ഉണ്ട്. നമ്മൾ അവിടെ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് അവിടെ യെസ് ഓർ നോ ആൻസേഴ്സ് ആയിരിക്കും നമ്മൾ ചോദിക്കുന്നുണ്ടാവുക. യെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് റെപ്രസെന്റ്സ് എ സ്ട്രെങ്ത് ഇൻ കൺട്രോൾ. നോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് റെപ്രസെന്റ്സ് എ വീക്ക്നെസ് ഇൻ കൺട്രോൾ ഇൻ കേസ് ഓഫ് ഇന്റേണൽ കൺട്രോൾ ക്വസ്റ്റനേഴ്സ്. ദെൻ അവിടെ നമ്മൾ കുറെ അഡ്വാൻറ്റേജസ് പറഞ്ഞു. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞത്? എന്തൊക്കെയാണ് ഇന്റേണൽ കൺട്രോളിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു? ഇന്റേണൽ കൺട്രോൾ ക്വസ്റ്റനേഴ്സിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു. ടൈം കുറച്ച് മതി. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ പ്രോപ്പർ ആയിട്ടാണ് ഡ്രാഫ്റ്റ് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ഏരിയാസും കവർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞു ഇന്റേണൽ കൺട്രോൾ ഡെഫിഷ്യൻസീസ് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സോ ആ ഏരിയയിൽ എന്ത് ചെയ്യാം? കൂടുതൽ സബ്സ്റ്റാൻറ്റീവ്സ് ചെയ്യാം. അതുപോലെ തന്നെ റിസ്ക് ഉള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനും എളുപ്പമായിരിക്കും. ഇത്രയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നു. ഓർമ്മയുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? ഇവിടെ നമുക്ക് ഒരു അഡ്വാൻറ്റേജും പിന്നെ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ മതി 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 അത്രയും മതി. 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ വെച്ചിട്ടല്ല. അതായത് നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുള്ളൂ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന്. 1 മാർക്ക് ആയിരിക്കും അഡ്വാൻറ്റേജിന് കിട്ടുക. രണ്ടിനും കൂടി 4 മാർക്സ് ആണ് വരിക. അത് നിങ്ങളോട് പറഞ്ഞ് ഈക്വലി ആണ് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ പറയുമ്പോൾ അഡ്വാൻറ്റേജസ് എല്ലാം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ. ഇനി നമ്മളോട് നെക്സ്റ്റ് ചോദിച്ചേക്കുന്നത് എന്താ? ദ യൂഷ്വൽ ക്വസ്റ്റ്യൻ ഫ്രം ദ ഏരിയ ഓഫ് ഇന്റേണൽ കൺട്രോൾസ്. നിങ്ങളോട് ആദ്യമേ ചോദിച്ചു ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ 6 ഡെഫിഷ്യൻസീസ്. ആദ്യം എന്ത് ചെയ്യുക? ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ അകത്തുള്ള 6 ഡെഫിഷ്യൻസീസ് ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ അതിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾ റെക്കമെൻഡേഷൻസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് നിങ്ങൾ പെർഫോം ചെയ്യണം. അപ്പൊ ഇത്രയാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. എന്തൊക്കെയാണ്? ഡെഫിഷ്യൻസീസ് ചോദിച്ചിട്ടുണ്ട്, റെക്കമെൻഡേഷൻ ചോദിച്ചിട്ടുണ്ട്, ടെസ്റ്റ് ഓഫ് കൺട്രോൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ്സ് ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ. വെൽ ബിഫോർ ദാറ്റ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഓർമ്മയുണ്ടല്ലോ, എങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആദ്യമേ നമ്മൾ ഡെഫിഷ്യൻസി ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ ആ ഡെഫിഷ്യൻസി ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ എന്തൊക്കെയായിരിക്കും പറയുന്നുണ്ടാവുക? വി വിൽ ഐഡന്റിഫൈ ദ ഡെഫിഷ്യൻസി. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം ഡെഫിഷ്യൻസി ഇമ്പാക്ട് എന്താന്നുള്ളത് പറയണം. ദെൻ റെക്കമെൻഡേഷൻ പറയുന്ന സമയത്ത് റെക്കമെൻഡേഷൻ അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ടാവും എന്തായിരിക്കും? ഹൗ ടു ഓവർകം ദിസ് ഡെഫിഷ്യൻസി എന്നുള്ള കാര്യമായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ടെസ്റ്റ് ഓഫ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ടെസ്റ്റ് ഓഫ് കൺട്രോളിന്റെ ഏരിയ നിങ്ങൾ പറയുന്നുണ്ടാവും എന്തായിരിക്കണം? 3 കാര്യങ്ങളാണ്. ഒന്ന് പ്രൊസീജിയർ എന്താണ് എന്നുള്ള കാര്യം, ഡോക്യുമെന്റ് ഓർ ഇൻഫർമേഷൻ എന്താന്നുള്ള കാര്യം പറയണം. മൂന്നാമത്തെ അതിന്റെ പർപ്പസ് എന്താന്ന് മെൻഷൻ ചെയ്യുന്നുണ്ടാവണം. ദെൻ ഡോക്യുമെന്റ് ഓർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്? റെക്കമെൻഡേഷന്റെ അകത്ത് നിങ്ങൾ മെൻഷൻ ചെയ്യുന്ന ഡോക്യുമെന്റ് എന്താണോ അത് തന്നെയായിരിക്കും നമ്മുടെ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്ന് പറയാം. നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്തായിരിക്കും? വാട്ട് യു മീൻ ബൈ പർപ്പസ്? പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും ബേസിക്കലി ചെയ്യുന്നുണ്ടാവുക? എന്താണോ നമ്മുടെ ഈ റെക്കമെൻഡേഷൻസ്, ആ റെക്കമെൻഡേഷൻ എന്താണ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ് എന്ന് പറയാം. ക്ലിയർ ആയ മക്കളെ എല്ലാവർക്കും? പ്രൊസീജിയർ ആയിട്ട് ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ് അബൌട്ട് എന്താണെന്നുള്ളതാണ് നമ്മുടെ ഡോക്യുമെന്റ് അല്ല. അവിടെ നമ്മൾ ചോദിക്കുന്ന ഇൻഫർമേഷൻ ആണ്. മനസ്സിലായോ? ഓക്കെ. ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് അബൌട്ട് ഡാഷ് ഉണ്ടല്ലോ, ആ ഡാഷ് ആണ് ഇൻഫർമേഷൻ. ആ ഡാഷ് എവിടുന്ന് വരുന്നത്? ഈ റെക്കമെൻഡേഷൻ അടുത്ത് കൊടുത്തേക്കുന്നത് എന്താണോ അത് തന്നെ. മനസ്സിലായോ? പർപ്പസ് എന്താണ്? ആ റെക്കമെൻഡേഷൻ എന്താണോ കൊടുത്തേക്കുന്നത് അത് തന്നെയായിരിക്കും പർപ്പസ് എന്ന് പറയാം. ഡെഫിഷ്യൻസിയിൽ അസേർഷൻ നിർബന്ധമാണോ? ഡെഫിഷ്യൻസിയിൽ അസേർഷൻ നിർബന്ധമല്ല. ഓവറോൾ അണ്ടർസ്റ്റേറ്റ്മെന്റ് ആയാലും കുഴപ്പമില്ല. ഡെഫിഷ്യൻസി പറയുമ്പോൾ അണ്ടർസ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയത്തില്ല. ഡെഫിഷ്യൻസി എക്സ്പ്ലനേഷൻ പറയുമ്പോൾ സോറി എക്സ്പ്ലനേഷൻ അവിടെ അണ്ടർസ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റ്മെന്റ് പറയണ്ട. അത് നമ്മൾ റിസ്ക് പറയുമ്പോഴാണ് പറയുന്നത്. ഇമ്പാക്ട് ഓവർ എഫ്എസ് പറയാൻ വേണ്ടിയിട്ടാണ് അണ്ടർസ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ടൈം യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു കമ്പനി ഓതറൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഓതറൈസേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടാവും അൺവാണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും, ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ ഉള്ള പോസിബിലിറ്റി ഉണ്ടാവും. അതാണ് നമ്മൾ ഇമ്പാക്ട് ആയിട്ട് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇവിടെ നമ്മൾ പറയുന്ന ഇമ്പാക്ട് ഓൺ ദ കമ്പനിയാണ്. നമ്മൾ ഇമ്പാക്ട് ഓൺ എഫ്എസ് പറയുന്ന ഓഡിറ്റ് റിസ്കിന്റെ കേസിൽ മാത്രമാണ്. ഓക്കെ. ഇനി ആർക്കെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡു വൺ തിങ്. പ്രയർ വീഡിയോസ് നമ്മുടെ യൂട്യൂബിലുണ്ട്. യൂട്യൂബിൽ എന്റെ പേജിൽ നോക്കിയാൽ മതി, അവിടെ ഉണ്ടാവും. ദാറ്റ് സ്റ്റേറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ആൻഡ് ദ സബ്സ്റ്റാൻറ്റീവ്സ് ആസ് വെൽ ആസ് ദ ഏരിയ ഓഫ് ഓഡിറ്റ് റിസ്ക്. ഓക്കെ. ഇനി നോക്കി എല്ലാവരും. Freesia company is listed on stock exchange. It manufactures furniture which is supplied to a wide range of retailers across the region. The company has an internal audit department and the company's year end is 30th June 2019. You are audit supervisor with Zinnia and company preparing the draft audit program
and reviewing extract from the internal control documentation in preparation for the interim audit. Nothing special. Precia company generates revenue through visit by its sales staff to customer premises. The sales ledger clerk who work at the head office carried out credit check on new customers prior to being accepted and then set their credit limit. Sales staff visit the retail customers site personally and orders are completed using a 4-part pre-printed order form. 1 copy is left with the customer, 2nd copy is returned to the sales ordering department, 3rd is sent to the warehouse, and 4th is with the finance department at the head office. Each sales order number is based on the salesperson's own identification number in order to facilitate monitoring of sales staff performance. Retail customers are given payment term of 30 days, and most customers choose to pay their invoice by bank transfer. Each day, a finance clerk, the bank transfer receipt from the bank statements to cash book and updates the sales ledger. She monthly performs bank reconciliation statement. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അടുത്ത് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. So what all are the deficiencies that are there in this scenario? ഇവിടെ എന്തൊക്കെ deficiencies ആണുള്ളത്? Okay, sales limit, credit limit സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ആരാണ്? Sales ledger clerk. Okay, sales ledger clerk ആണ് credit limit സെറ്റ് ചെയ്യുന്നത്. So sales ledger clerk credit limit സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാവാൻ പോകുന്ന ഇഷ്യൂ എന്തായിരിക്കും? നമുക്ക് എന്താ പറയാം, they are not senior enough to determine the amount of credit limits, and in case if they have provided incorrect credit limit അല്ലെങ്കിൽ inappropriate credit limit, ഓട്ടോമാറ്റിക്കലി 2 പോസിബിലിറ്റി ആയിരിക്കും വരിക. എന്തൊക്കെയാണ്? പോസിബിലിറ്റി ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഡിസാറ്റിസ്ഫാക്ഷൻ പറയണ്ട, ലോസ് ഓഫ് സെയിൽസ് ഉണ്ടാവും. ലോസ് ഓഫ് സെയിൽസോ ലോസ് ഓഫ് റവന്യൂ എന്ന് പറഞ്ഞാൽ അത് രണ്ട് സെയിം തന്നെയാണ്. ഓക്കെ, ഇനി കസ്റ്റമർ ഡിസാറ്റിസ്ഫാക്ഷൻ എന്താ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കസ്റ്റമർ ഡിസാറ്റിസ്ഫാക്ഷൻ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് ലിമിറ്റ് കുറച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും എന്നുള്ളതല്ല നമ്മുടെ മെയിൻ പ്രശ്നം. നമ്മുടെ മെയിൻ പ്രശ്നം എന്താണ്? ക്രെഡിറ്റ് ലിമിറ്റ് കുറച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ആ ഒരു ക്രെഡിറ്റ് ലിമിറ്റിനുള്ള എമൗണ്ട് വരെ പർച്ചേസ് ചെയ്യത്തുള്ളൂ നമ്മുടെ അടുത്ത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? ലോസ് ഓഫ് സെയിൽസ് ഉണ്ടാവും. അപ്പം പ്രൈമറി ഇമ്പാക്ട് എന്താണോ അത് പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഇനി അതിന് വേണ്ടി നമുക്ക് കൊടുക്കാൻ വരുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും? നമുക്ക് എന്ത് പറയാം, നമ്മൾ ഒരു സ്മോൾ സീനിയർ ഒഫീഷ്യലിനെ കൊണ്ട്, അല്ലെങ്കിൽ എന്ത് പറയാ, the credit limit should be approved by a person with appropriate level of authority, and the sales ledger clerk should not be involved in the process of setting new credit limit for the new customers എന്നുള്ളത് പറയാം. ഇനി അതിന് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്തായിരിക്കും? ഡിസ്കസ് വിത്ത് ദി സെയിൽസ് ലെഡ്ജർ ക്ലർക്ക് ദാറ്റ് ദി ജോബ് നമുക്ക് എന്ത് ചെയ്യാം, സെയിൽസ് ലെഡ്ജർ ക്ലർക്കുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയാം whether he is involved in the process of fixing credit limits for the new customers. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? വേറെ എന്തായിരിക്കും ലോജിക്കലൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഓക്കെ, ഡിസ്കഷന്റെ കാര്യം വിട്. അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ് വെച്ച് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? അതെ, ഡിസ്കഷൻ പോയിന്റ് വാലിഡ് തന്നെയാണ്. ഓക്കെ, ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കാം. ഇതിലൊക്കെ മേലെ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന ഡോക്യുമെന്റ് എന്താണെന്ന് നോക്കുക. ഇവിടെ എന്താ അവർക്ക് അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നത്? ക്രെഡിറ്റ് ലിമിറ്റ്സ് ആണല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റ് ലിമിറ്റ്സിന്റെ ഓതറൈസേഷൻ ലെറ്റേഴ്സ് നോക്കിയാൽ പോരെ ന്യൂ കസ്റ്റമേഴ്സിന്റെ, എന്നിട്ട് അതിൻ്റെ അകത്ത് സൈൻ ചെയ്തേക്കുന്ന സെയിൽസ് ലെഡ്ജർ ക്ലർക്ക് ആണെന്ന് നോക്കിയാൽ പോരെ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ എന്ത് പറയാ, റിവ്യൂ ദ authorization letters of the credit limits in order to ensure that these are not being signed by the sales ledger clerk. Clear ayo? Ayo? Okay. ഈ ക്രെഡിറ്റ് ചെക്ക് നടത്തേണ്ട ആളാരാ ശരിക്കും? നമ്മളൊരു പേര് പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് മാനേജേഴ്സ്. Then വേറെ എന്താ ഇവിടെയുള്ള ഇഷ്യൂ? വേറെ എന്താ ഇഷ്യൂ? മാസ്റ്റർ ഫയൽ ഡേറ്റ Sales orders number is order based number, on salesperson's own identification number. Sales order number എന്ന് പറയുന്നത് ആരുടെ ബേസിസിലാണ് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു? സെയിൽസ് പേഴ്സന്റെ ഓൺ ഐഡന്റിഫിക്കേഷൻ നമ്പറിന്റെ ബേസിസിലാണ് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, സെയിൽസ് നമ്പേഴ്സ് ബേസിക്കലി നമ്മൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത്? സെയിൽസ് ഓർഡേഴ്സ് സീക്വൻഷ്യലി അല്ല നമ്പർ ചെയ്തേക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇഷ്യൂ ഉണ്ടാവുന്നതായിരിക്കും.
മിസ്പ്ലേസ് ആയി കഴിഞ്ഞാൽ സംഭവിക്കും ആയിട്ടുള്ള ഓർഡേഴ്സ് ഉണ്ടാവും. അൺഫുൾഫിൽഡ് ഓർഡേഴ്സ് കാരണം കൊണ്ട് എന്തുണ്ടാകും എന്ന് പറയാം? കസ്റ്റമർ ഡിസാറ്റിസ്ഫാക്ഷനും ലോസ് ഓഫ് സെയിൽസ്. ഓക്കെ, സെയിൽസും അല്ല റവന്യൂ. അപ്പൊ അത്രയും പറഞ്ഞാൽ മതി. ഡയറക്ട്ലി പറയുമ്പോൾ എന്ത് പറയാ? ജസ്റ്റ് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫിക്കേഷൻ പറഞ്ഞിട്ട് എന്തായിരിക്കും പറയാ? സെയിൽസ് ഓർഡേഴ്സ് ആർ pre-numbered on the basis of salesperson's own identification number. Therefore, there can be chances that the sales orders might not be able to be traced when they have gone missed. Therefore, it may lead to unfulfilled orders, which may further lead to loss of customer satisfaction as well as loss of revenue for the company. എന്തായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്ന് പറയാ? All sales orders are sequentially numbered and a sequential test should be performed on a regular basis. പറയാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്തായിരിക്കും? റീപെർഫോമൻസ് ആണ് നമ്മൾ പറയാ. obtain a sample of എന്ത് പറയാ? sales orders. എന്തിനു വേണ്ടിയിട്ടാ? in order to ensure a sequential number. Fine, perfect. പിന്നെ വേറെന്താ മക്കളെ ഇഷ്യൂ? വേറെന്താ പ്രശ്നം? segregation ഇല്ല. എവിടെ segregation ഇല്ലാത്തതിനെ കുറിച്ച് പറയുന്നത്? Finance clerk posts the bank transfer receipts from the bank statement cash book and updates the sales ledger. Okay, fine. ലിലീഷ എന്ന് പറയുന്ന ഫിനാൻസ് ക്ലർക്ക് ആണ് എന്ത് ചെയ്തേക്കുന്നത്? ബാങ്ക് ട്രാൻസ്ഫർ റെസിപ്റ്റ്സ് പോസ്റ്റ് ചെയ്യുന്നത്. അവർ തന്നെയാണ് സെയിൽസ് ലെഡ്ജർ അപ്ഡേറ്റ് ചെയ്യുന്നത്. അവർ തന്നെയാണ് ബാങ്ക് റീകൺസിലേഷനും പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? segregation of duties. So lack of segregation of duties ഉണ്ടെങ്കിൽ അവിടെ എന്തിനുള്ള പോസിബിലിറ്റി ആയിരിക്കും? ട്രാൻസാക്ഷനുള്ള പോസിബിലിറ്റീസ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ സംഭവിക്കുന്നുണ്ടാവും എന്തായിരിക്കും? unwanted cash outflows കാര്യങ്ങൾ ഉണ്ടാവും. അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റെക്കമെൻഡേഷൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് segregation of duty കേസിൽ എന്താ പറയേണ്ടത്? There must be clear segregation of duty between the person who posts the bank transfer receipt, updates the sales ledger, and who performs the bank reconciliation. And this should not be done by Lilisha. എന്നുള്ളത് പറയാം. Okay, all of this should not be done by Lilisha എന്നുള്ളത് പറയാം. അതിനുവേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും? Observe whether segregation of duties. Segregation of duties നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുമോ? Discuss with the finance clerk about the work assigned to her. Okay, finance clerk ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയാം എന്തൊക്കെ വർക്ക് ആണ് അസൈൻ ചെയ്തേക്കുന്നത്. എന്നിട്ട് അവിടെ ക്ലിയർ സെഗ്രിഗേഷൻ ഉണ്ടെന്നുള്ള കാര്യം എൻഷുർ ചെയ്യാം. ഫൈൻ. വേറെ എന്തെങ്കിലും ഉണ്ടോ? റിവിഷൻ ക്ലാസ്സിന് സമയത്ത് ഞാൻ നിങ്ങൾ ഒരു സാമ്പിൾ ഫയൽ കാണിച്ചു തന്നെ ഓർമ്മയുണ്ടോ? അവിടെ എന്താ ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾക്ക് എന്തൊക്കെ റിവ്യൂ ചെയ്യാം? അതായത് ബാങ്ക് ട്രാൻസ്ഫർ റെസിപ്റ്റ് അതുപോലെ തന്നെ ബാങ്ക് റീകൺസിലേഷനും റിവ്യൂ ചെയ്യുക. എന്നിട്ട് എന്ത് എൻഷുർ ചെയ്യണം? signatures of the person who have performed these transactions are not same and these are done by proper segregation of duties എന്നുള്ളത് പറയാം. മനസ്സിലായോ? Okay. review the bank reconciliation, confirm about the appropriateness എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അവിടെ എന്തിന്റെ അപ്രോപ്രിയേറ്റ്നെസ് ആ പറയുന്നത്? ബാലൻസിന്റെ അപ്രോപ്രിയേറ്റ്നെസ്. അത് അവർക്ക് മനസ്സിലാവണ്ടേ? എക്സാമിനർക്ക് മനസ്സിലായോ? അല്ലെങ്കിൽ അത് വേഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ട് അതിന് മാർക്ക് കിട്ടത്തില്ല. എന്താണ് നിങ്ങൾ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് കറക്റ്റ് ആയിട്ട് തന്നെ പറയണം. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് റിവ്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ അത് സൈൻ ചെയ്തേക്കുന്ന ഫിനാൻസ് ക്ലർക്ക് അല്ലെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് തന്നെ പറയാം. മനസ്സിലായോ? ഓക്കെ. അതായത് നിങ്ങൾ പറയുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ പറയുമ്പോൾ മാരകമായ വാക്കുകളൊന്നും അതിനകത്ത് കുത്തിക്കയറ്റാൻ ശ്രമിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ നോർമലി പറയാറുള്ള പോലെ തന്നെ പറഞ്ഞാൽ മതി. പക്ഷെ എന്താണ് നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ കൺവേ ചെയ്യുന്നത് എന്നുള്ള കാര്യം എക്സാമിനർക്ക് ക്ലിയർ ആവണം. അപ്പൊ ആ പർപ്പസ് എന്താണ് എന്നുള്ളത് പ്രോപ്പർലി സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഹാഫ് മാർക്ക് മാത്രമേ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? ഓക്കെ. ഇനി the receipt of raw materials and goods from suppliers are processed by warehouse team at head office, who agree the delivery to the purchase order, check the quality and quantity of the goods, and complete a sequentially numbered GRN. The GRN are sent to the finance department daily. On receipt of purchase invoice from the supplier, Camilla Brown, the purchase ledger clerk, matches it to goods received note, and order and 3 documents are sent for authorization by appropriate individual. Once authorized, purchase invoices are logged into the purchase ledger by Camilla, who utilizes document count controls to ensure correct number of invoices has been input. The company values its inventory using standard cost, both management reporting and for the inclusion in the year-end financial statements. The basis of standard cost was reviewed approximately 18 months ago. Okay. ഇനി നമുക്ക് അവിടെ പറയാൻ പറ്റുന്നത് എന്തൊക്കെയാണ്?
GRN ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, സെൻഡ് ചെയ്യുന്നുള്ളൂ. GRN അവർ ആർക്ക് മാത്രമേ അയക്കുന്നുള്ളൂ? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് മാത്രമേ അയക്കുന്നുള്ളൂ. നമ്മൾ അറിഞ്ഞ് പഠിച്ചിട്ടുള്ളതാണ്. GRNന്റെ കോപ്പി നമ്മൾ ആർക്കൊക്കെയാ ബേസിക്കലി അയക്കേണ്ടത്? GRNന്റെ കോപ്പി Sales department, finance department. GRN ഗുഡ്സ് റിസീവ്ഡ് അവിടെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് അയക്കണം, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അയക്കണം, പിന്നെ Accounts department, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അയക്കണം, പിന്നെ വേറെ ആർക്ക് അയക്കേണ്ടത്? വെയർ ഹൗസിൽ തന്നെ റീടൈൻ ചെയ്യണം അല്ലെ? വെയർ ഹൗസിൽ തന്നെ. സപ്ലയറിന് എന്തിനാണ് നമ്മൾ അയക്കുന്നത്? സപ്ലയറിൽ നമുക്ക് പ്രോഡക്റ്റ് അയച്ചു തന്നു, പിന്നെ നമ്മൾ GRN കോപ്പി എടുത്ത് വീണ്ടും സപ്ലയറിന് അയക്കണോ? വേണ്ട. GDN 4 GRN 3 അല്ല അങ്ങനെയാണ്? അതെ അതെ, GRN 3 GDN ആണ് നമ്മൾ 4 അയക്കുന്നത്. ഓക്കെ, GRNന്റെ 4 എന്ന് പറയുമ്പോൾ ഒരു അഡീഷണൽ കോപ്പി എങ്ങോട്ടാ പോകുന്നത്? ഒരു അഡീഷണൽ കോപ്പി കസ്റ്റമറിനും കൂടി പോകും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ? GRN നമുക്ക് ഇവിടെ പറയുന്നത് എന്താ? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് GRNന്റെ കോപ്പി പോയിട്ടില്ല. GRNന്റെ കോപ്പി പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് എന്തായിരിക്കും? ഇൻവെന്ററി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ അവിടെ ഒരു ടേം പറയാറുണ്ട്, എന്താ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റാത്തത്? ഓർഡർ സ്റ്റാറ്റസ് അൺഫുൾഫിൽഡ് ഓർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മനസ്സിലാക്കാൻ പറ്റത്തില്ല. സോ അൺഫുൾഫിൽഡ് ഓർഡേഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? സംഭവിക്കാം, സ്റ്റോക്ക് ഔട്ട് ഉണ്ടാവും. സ്റ്റോക്ക് ഔട്ട് ഉണ്ടായത് കഴിഞ്ഞാൽ സംഭവിക്കും, കസ്റ്റമർ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ലോസ് ഓഫ് സെയിൽസ് ഉണ്ടാവും. അതിനുവേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കണം? സിമ്പിൾ. നിങ്ങൾ എന്താ പറയാ? The GRN should be prepared as 3-part order form. Sorry, the GRN should be prepared in 3-part and 1 copy should be retained with the warehouse department. 1 copy should be provided to the finance and other copy should be provided to the purchase ordering department എന്നുള്ള പറയാ. റെക്കമെൻഡേഷൻ നമ്മൾ പറഞ്ഞു. ഇനി അതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്തായിരിക്കും? എന്തായിരിക്കും വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് ഓഫ് കൺട്രോൾ? ആരോട് ഡിസ്കസ് ചെയ്യേണ്ടത്? പർച്ചേസ് ഓർഡറിംഗ് ഡിപ്പാർട്ട്മെന്റ് അടുത്ത് ഡിസ്കസ് ചെയ്യാം whether they are getting the invoice on regular basis, sorry, goods receive not on regular basis എന്നുള്ള വേണം അവരോട് ഡിസ്കസ് ചെയ്യാൻ പറയാം. അതിൽ നല്ലതായിട്ട് വേറൊരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നില്ലേ? ഇതൊക്കെ റിപ്പീറ്റേറ്റീവ് പോയിന്റ്സ് ആണ്. എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുക ടെസ്റ്റ് ഓഫ് കൺട്രോൾ ആയിട്ട്? പർച്ചേസ് ഓർഡറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലിരിക്കുന്ന ഈ പർച്ചേസ് റിസീവ് നോട്ട്സ് ഉണ്ടാവുമല്ലോ, ഗുഡ്സ് റിസീവ് നോട്ട്സ് ഉണ്ടാവുമല്ലോ, അതിന്റെ സാമ്പിൾ വാങ്ങിച്ചാൽ പോരെ? അപ്പൊ നമുക്ക് എന്തറിയാൻ പറ്റും? അവരുടെ കയ്യിൽ അത് റെഗുലർ ബേസിസ് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് പറയണം? ഒബ്റ്റെയിൻ ദ കോപ്പീസ് ഓഫ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട് ഹെൽഡ് വിത്ത് ദ പർച്ചേസ് ഓർഡറിംഗ് ഡിപ്പാർട്ട്മെന്റ് in order to ensure that they are receiving it on regular basis from the warehouse department എന്നുള്ള പറയാം. മനസ്സിലായോ? ക്ലിയർ ആയില്ല അവർക്കും? വെയർഹൗസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയാൻ പറ്റില്ല, കാരണം അവരാണ് അത് അയക്കേണ്ടത്. അപ്പൊ അവർ അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അയച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ വെയർഹൗസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് പകരം ആരുമായിട്ട് ഡിസ്കസ് ചെയ്യാം? ആർക്കാണോ ഇത് കിട്ടേണ്ടത് അത് ആർക്ക് കിട്ടേണ്ടത്? പർച്ചേസ് ഓർഡറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ വേണേൽ പർച്ചേസ് ഓർഡറിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയാം. മനസ്സിലായോ? പിന്നെ വേറെ എന്താ മക്കളെ പ്രശ്നം? എവിടെയാണ് ഫസ്റ്റ് പോയിന്റിൽ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി? ഇല്ല, അവിടെ പ്രശ്നമില്ല. അത് ഒറ്റ പ്രോസസ് അല്ലേ? അത് നോക്കിക്കേ, അവര് ഗുഡ്സ് റിസീവ് ചെയ്തതിനു ശേഷം ഗുഡ്സിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ചെക്ക് ചെയ്യും, എന്നിട്ട് GRN ഉണ്ടാക്കും. അതൊരാൾ തന്നെയല്ലേ ചെയ്യേണ്ടത്? അവിടെ പ്രശ്നമൊന്നുമില്ല. ഇനി അല്ലാണ്ട് വേറെ എന്താ പ്രശ്നം? സ്റ്റാൻഡേർഡ് കോസ്റ്റിന്റെ അപ്ഡേഷൻ അവർ 18 months കൂടുമ്പോഴാണ് ചെയ്യുന്നത്. 18 months എന്ന് പറഞ്ഞാൽ എത്ര പീരീഡാ വരിക? 1.5 years കൂടുമ്പോഴാണ് ചെയ്യുന്നത്. അതും നോർമൽ ഒരു കമ്പനീനെ പോലെ അല്ല. ഇവർക്ക് വേറെ ഒരു പ്രശ്നമുണ്ട്. ഇവരുടെ ഇൻവെന്ററി വാല്യൂ ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റിലാണ്. ഓക്കെ, അപ്പം ഇവർ ഇൻവെന്ററി വാല്യൂ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റിലാണ്. എന്നിട്ട് ഇവർ എന്ത് ചെയ്തിട്ടില്ല? ഇൻവെന്ററിയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇൻവെന്ററി സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മെഷർ ചെയ്യുന്ന ഒരാള് ഇൻവെന്ററിയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന പ്രശ്നം എന്തായിരിക്കും? ഇൻവെന്ററിയുടെ വാല്യൂ അല്ലെ റോ മെറ്റീരിയലിന്റെ വാല്യൂ ഇതെന്തായിരിക്കും? അണ്ടർസ്റ്റേറ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ എമൗണ്ട് എന്തായിരിക്കും? ഓവർസ്റ്റേറ്റഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ സെയിൽസ് നടത്തുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് അക്കൗണ്ട് ചെയ്യുന്നുണ്ടാവില്ല.
ഇനി അതിന് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വെരി സിമ്പിൾ റെക്കമെൻഡേഷൻ. എന്തായിരിക്കും? Reviewed on a regularly updated regular basis. നമ്മൾ എന്താ പറയുക? The standard cost must be updated on more regular basis and the most updated standard cost must be used while calculating the value of inventory എന്നുള്ളത് പറയാം. ഇനി അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്തായിരിക്കും? റെഗുലർ ബേസിന് പകരം മന്ത്ലി എന്ന് പറയാൻ മതി. മന്ത്ലി എന്ന് പറഞ്ഞാലും മതി. പിന്നെ നമുക്ക് അതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്തായിരിക്കും? Review standard cost to ensure എന്താ ഡോക്യുമെന്റ് എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് റെക്കോർഡ്സ് ഉണ്ടാവും അല്ലേ? review the basis of standard cost നോക്കാൻ പറ്റില്ല. എന്താണ് basis of standard cost? വേണ്ട. നിങ്ങൾ ഇവിടെ എന്താ റെക്കമെൻഡേഷൻ കൊടുത്തത്? റെക്കമെൻഡേഷൻ കൊടുത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് റെഗുലർലി അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് നിങ്ങൾ റെക്കമെൻഡേഷൻ കൊടുത്തത് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്താ ടെസ്റ്റ് ചെയ്യേണ്ടത്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് റെഗുലർലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് അത് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്തായിരിക്കും? സൂപ്പർ, അത്രേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് കോസ്റ്റിന്റെ ലിസ്റ്റിംഗ് എടുക്കുക. obtain standard cost and review the last date on which these are updated in order to ensure that the standard costs are updated on regular അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ monthly basis എന്നുള്ള പറയാം. മനസ്സിലായോ? ഓക്കെ, ഇനി വേറെ നമുക്കുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞോ? എനി അതർ ഇഷ്യൂ? വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ക്വസ്റ്റിനകത്ത്? ഇവിടെ എന്തെങ്കിലും എനിത്തിങ് മിസ്സിംഗ്? സാർ നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ല മറ്റേ ക്രെഡിറ്റ് ലിമിറ്റ്, ഫസ്റ്റ് ഡെഫിഷ്യൻസി ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത്, അത് നമുക്ക് ക്രെഡിറ്റ് ചെക്കിംഗ് ഏജൻസിയെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമോ? അത് വേണം, ഓൾട്ടർനേറ്റീവ് ആയിട്ട് പറയാം. പക്ഷെ എപ്പോഴും നമ്മൾ ഇൻഹൗസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മതി. സാർ ഈ പർച്ചേസ് ഇൻവെന്ററിയില് GRN വന്നിട്ട് നോക്കുന്നില്ല ചങ്ങായി കമീല ബ്രൗണ്. അവൾ തന്നെ ലോഗ് ചെയ്യണത് ഡോക്യുമെന്റ് ഫസ്റ്റ് പാരഗ്രാഫ് ലാസ്റ്റില്. അപ്പൊ അതില് സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി ഉണ്ടാവില്ല. അവിടെ വേണമെങ്കിൽ പറയാം, പക്ഷെ അവിടെ ഉള്ള എന്താണെന്നറിയോ? നോക്കിയേ, Camilla Brown, the purchase ledger clerk, matches it to GRN, then an order and 3 other documents sent for authorization by appropriate individual. Once authorized, purchase invoices are logged into the purchase ledger by Camilla, who utilizes document count control to ensure correct number of invoices has been input. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ അറിയോ? ഈ Camilla Brown എന്ത് കിട്ടും? ഈ പർച്ചേസ് ലെഡ്ജർ ക്ലർക്കിന് GRN കിട്ടും. അപ്പൊ പുള്ളിക്കാരി GRN എന്ത് ചെയ്യും? ബാക്കിയുള്ള ഡോക്യുമെന്റ്സുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യും. എന്നിട്ട് ഇത് അപ്രൂവലിന് വേണ്ടിയിട്ട് അയക്കും. അപ്രൂവൽ കഴിഞ്ഞ് അത് തിരിച്ചു കിട്ടിയതിന് ശേഷം പുള്ളിക്കാരി തന്നെ സിസ്റ്റത്തിൽ അത് ഇൻപുട്ട് ചെയ്യും എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അത് ബേസിക്കലി അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഞാനിപ്പോൾ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ഇൻപുട്ട് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ അത് കറക്റ്റ് ആണോ എന്നറിയാൻ ഞാൻ ആദ്യം ഓതറൈസേഷൻ അയക്കും. എന്നിട്ട് തിരിച്ചു കിട്ടിയിട്ട് ഞാൻ അത് ഇൻപുട്ട് ചെയ്യും. മനസ്സിലായോ? ഓക്കെ. അവിടെ വേറെ ഒരു ഡെഫിഷ്യൻസി ഉണ്ട് ആക്ച്വലി. ഈസ് ദർ എനി ഡെഫിഷ്യൻസി ഓവർ ഹിയർ? എന്താ അവിടെയുള്ള പ്രശ്നം? നിങ്ങളോട് പറഞ്ഞു പർച്ചേസ് ഇൻവോയ്സസ് അവര് ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ അവർ എന്താ യൂസ് ചെയ്യുന്നത്? ഡോക്യുമെന്റ് കൗണ്ട് കൺട്രോൾസ് മാത്രമാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. വെൽ, ഡോക്യുമെന്റ് കൗണ്ട് കൺട്രോൾ എന്ന് വെച്ചാൽ എന്താ മക്കളെ? വാട്ട് യു മീൻ ബൈ ഡോക്യുമെന്റ് കൗണ്ട് കൺട്രോൾ? എന്തായിരുന്നു ഡോക്യുമെന്റ് കൗണ്ട് കൺട്രോൾ എന്ന് പറഞ്ഞാല്? നമ്പേഴ്സ് മാത്രം. അതായത് 10 ഇൻവോയ്സ് ആണ് ഇൻപുട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ എന്ത് മാത്രം എൻഷുർ ചെയ്യുന്നത്? പോയോ എന്നുള്ളത് മാത്രമാണ്. എമൗണ്ട് അവർ ചെക്ക് ചെയ്യുന്നുണ്ടോ? ആക്യുറസി അവർ ചെക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കംപ്ലീറ്റ്നെസ് അവർ ചെക്ക് ചെയ്യുന്നുണ്ടോ എമൗണ്ടിന്റെ ഫിഗേഴ്സിന്റെ? ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? പർച്ചേസസ് അണ്ടർ അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റഡ് ആയി പോകാനുള്ള ഇഷ്യൂസ് ഉണ്ടെന്ന് പറയാം. ഇവിടെ അണ്ടർ അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റ്മെന്റുള്ള ടൈം യൂസ് ചെയ്യാം കേട്ടോ. കാരണം എന്താണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് റീസൺ എന്താ? ഇവിടെ യൂസ് ചെയ്യുന്ന റീസൺ എന്താ? ഡയറക്ട്ലി റിലേറ്റഡ് ടു അക്കൗണ്ടിങ് ആണ്. അതുകൊണ്ടാണ്. മനസ്സിലായോ? ഇനി അതിനെ കൂട്ടിയിട്ടുള്ള ഇമ്പാക്ട് പറയണേ. ഇമ്പാക്ട് എന്താ നമുക്ക് ഇവിടെ പറയാൻ പറ്റുക? പർച്ചേസ് ഇൻവോയ്സ് കറക്റ്റ് ആയിട്ട് ഇൻപുട്ടഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാം? സപ്ലൈസിന് എന്ത് ചെയ്യത്തില്ല? ഒന്നെങ്കിൽ ഓൺ ടൈം പേയ്മെന്റ് പോകത്തില്ല, അല്ലെങ്കിലോ സപ്ലൈസിന് ഇൻകറക്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ് ആയിരിക്കും പോകുന്നുണ്ടാവുക. സപ്ലൈസിന് ഇൻകറക്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ് പോയി കഴിഞ്ഞാൽ സപ്ലൈസ് എന്താവും? ഡിസാറ്റിസ്ഫൈഡ് ആവും. സപ്ലൈസ് ഡിസാറ്റിസ്ഫൈഡ് ആവും. ഓക്കെ, ഇനി അതിന് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാവും റെക്കമെൻഡേഷൻ എന്തായിരിക്കും? സോറി, റെക്കമെൻഡേഷൻ എന്തായിരിക്കും എന്ന് മക്കളെ റെക്കമെൻഡേഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുക? പർച്ചേസ് ലെഡ്ജർ ക്ലർക്ക് എന്താ യൂസ് ചെയ്യേണ്ടത്? നിങ്ങൾ എന്താ പറയാ? The purchase ledger clerk should also consider the accuracy of the amounts as well as the figures that have been included with each of the invoices in order to ensure that the completeness and accuracy of the
purchase invoices inputted into the system. Test of control ആയിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുക? ടെസ്റ്റ് ഓഫ് കൺട്രോൾ ആയിട്ട് എന്താ ചെയ്യാം? എന്തായിരിക്കും സിമ്പിൾ ആയിട്ട് ടെസ്റ്റ് ഓഫ് കൺട്രോൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഏരിയയിൽ? നിങ്ങളോട് പറഞ്ഞു ഇവിടെ പർച്ചേസ് കൗണ്ട് കൺട്രോൾസ് അവർ ഫോളോ ചെയ്യുന്നില്ല, സോറി അത് മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ, ബാക്കിയൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു ബാക്കിയുള്ളതും ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞു. എങ്ങനെ നിങ്ങൾക്ക് അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക? എന്തായിരിക്കും? ഒബ്സർവ് ചെയ്യാൻ പറയാ, ശരിയല്ലേ? അതായത് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് അല്ലേ മക്കളെ? പർച്ചേസ് ഇൻവോയ്സസ് ഇൻപുട്ട് ചെയ്യാന്ന് പറയുന്ന ഒരു കമ്പനിയിൽ കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കില്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. ഒബ്സർവ് ദ പ്രോസസ് ഓഫ് ഇൻപുട്ടിംഗ് ദ purchase invoices into the system. Ensure that they are following both the count controls and also they are verifying the accuracy and completeness of the inputted purchase invoices എന്ന് പറയാം. മനസ്സിലായോ? Okay. ഇനി നോക്കിയേ, Freeze company employs a mixture of factory staff who worked a standard shift of 8 hours a day and administration and sales staff who are salaried. All staff are paid monthly by bank transfer. Occasionally, overtime is required for factory staff. Where this occurs, details of overtime work per employee is collated and submitted to payroll department by production clerk. Payroll department pays this overtime in the month it occurs. At the end of each quarter, company pays payroll department sends overtime reports which detail the amount of overtime work to production director for their review. Freeze company's payroll package produces a list of payment per employee which links into the bank system to produce list of automatic bank transfer payments. The finance director reviews total to be paid on list of automatic payments and compare this to the total payroll amount to be paid for the month per payroll record. If any issues arise, then the automatic bank transfer can be manually changed by the finance director. പറയും എന്തൊക്കെ പ്രശ്നങ്ങൾ? What are the issues? Monthly payments authorize ചെയ്യുന്നില്ല before being perfect. Monthly അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഓവർ ടൈം പേയ്മെന്റ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ഓവർ ടൈം പേയ്മെന്റ് മന്ത്ലി കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഓതറൈസേഷൻ എപ്പോഴാണ് നടക്കുന്നത്? ക്വാർട്ടറിന്റെ എൻഡിൽ മാത്രമാണ് നടക്കുന്നത്. സോ അപ്പൊ ലിറ്ററലി പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഓവർ ടൈം പേയ്മെന്റ്സ് നടത്തിയതിനു ശേഷമാണ് അത് ഓതറൈസ് ചെയ്യുന്നത്. സോ what happens if we authorizes the payment once we have done it? Unwanted cash flow. Cash flows ഉണ്ടാവും, ശരിയല്ലേ? There will be possibilities of having unwanted cash outflows. അതേപോലെ തന്നെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ടാവും? എംപ്ലോയീസ് ഡിസാറ്റിസ്ഫൈഡ് ആവും കറക്റ്റ് പേയ്മെന്റ് റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും? Provided for authorization on monthly basis and the payment should be made only once authorized. Overtime reports are authorized എന്നുള്ള പറയാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്തായിരിക്കും? discuss with employees. എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? ഡിസ്കസ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും obtain the sample of obtain a copy of monthly authorization reports. അതായത് ഏതിന്റെ റിപ്പോർട്ട്സ് ആണ്? ഓവർ ടൈം റിപ്പോർട്ട്സ്. എന്തിനു വേണ്ടിയിട്ടാ? in order to ensure that they are being authorized by a senior official before the payments are made. Clear ആയോ? Okay. ഇനി വേറെ നമുക്ക് ഇഷ്യൂ. ഫിനാൻസ് ഡയറക്ടർ total of payment, total of transfers to payroll across check here. ഫിനാൻസ് എന്ത് മാത്രമാണ് റിവ്യൂ ചെയ്യുന്നത്? ടോട്ടൽ ഓഫ് പേയ്മെന്റ് ലിസ്റ്റ് മാത്രമാണ് ഫിനാൻസ് ഡയറക്ടർ ഓതറൈസ് ചെയ്യുന്നത്. ടോട്ടൽ ഓഫ് പേയ്മെന്റ് ലിസ്റ്റ് മാത്രമാണ് ഫിനാൻസ് ഡയറക്ടർ ഓതറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? ഫിക്ടീഷ്യസ് എംപ്ലോയീസിനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ എംപ്ലോയീസിന് ഇൻകറക്റ്റ് ആയിട്ടുള്ള എമൗണ്ട്സ് പേ ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്, ശരിയല്ലേ? സോ അവിടെ ഉണ്ടാവുന്ന ഇഷ്യൂ എന്തായിരിക്കും? എംപ്ലോയീസ് എന്താവും? ഡിസാറ്റിസ്ഫൈഡ് ആവും, അല്ലെങ്കിൽ കമ്പനിക്ക് എന്തുണ്ടാവും? ലോസ് ഓഫ് അൺവാണ്ടഡ് ക്യാഷ് ഫ്ലോസ് ഉണ്ടാവും. ഓക്കെ. ഇനി അവിടെ നമുക്ക് കൊടുക്കാൻ വരുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും? The finance director should review the breakdown of the total payroll amount in order to ensure that
there are no presence of fictitious employees as well as എന്തിനു വേണ്ടിയിട്ടാണ് Incorrect amounts are not. the amount that are transferred to the employees are accurate. And അതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്തായിരിക്കും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്? Review for evidence of authorization. നമ്മൾ എന്താ പറയാ റിവ്യൂ. ഇവിടുത്തെ ഡോക്യുമെന്റ് ഏതാ? ഇവിടുത്തെ ഡോക്യുമെന്റ് ഏതാ മക്കളെ? പേയ്മെന്റ് ലിസ്റ്റ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്താ പറയാം റിവ്യൂ ദ പേയ്മെന്റ് in order to ensure that the finance director has authorized each of the individual amounts എന്നുള്ളത് പറയാം. ഇനി വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഇവിടെ? Any other issues? വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഈ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്ത്? Automatic bank transfer manually changed by the finance. ഇതാരാ മാനുവലി ചെയ്യുന്നത്? ഫിനാൻസ് ഡയറക്ടർ തന്നെയാണ് മാനുവലി ചെയ്യുന്നത്. അപ്പം ഫിനാൻസ് ഡയറക്ടർ ആണ് ലിസ്റ്റ് ഓഫ് പേയ്മെന്റ്സ് ഓതറൈസ് ചെയ്യുന്നത്. അവർ തന്നെയാണ് മാനുവലി അത് ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടെ എന്തായിരിക്കും ഇഷ്യൂ ഉണ്ടാവുക? സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി ഇല്ല അല്ലെ? there is lack of segregation of duty. and ഇവിടെ lack of segregation of duty ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? fraudulent transaction ഉള്ള പോസിബിലിറ്റീസ് ഹൈ ആയിരിക്കോ ലോ ആയിരിക്കോ? ഹൈ ആയിരിക്കും. സിമ്പിൾ റെക്കമെൻഡേഷൻ എന്താ? the finance director should not be involved in the process of authorizing the bank payments as well as amending the finance. There must be clear segregation of duty established in this matter. Recommendation ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന എന്തായിരിക്കും റെക്കമെൻഡേഷൻ? സോറി ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്തായിരിക്കും? ഏറ്റവും സിമ്പിൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്താ ഇവിടെ റിവ്യൂ ചെയ്യേണ്ടത്? നിങ്ങൾ എന്താ ഇവിടെ റിവ്യൂ ചെയ്യേണ്ടത്? Bank transfer. നിങ്ങൾ എന്ത് പറയാ? റിവ്യൂ ദ documents of bank transfer list in order to ensure that the person who authorized the order and who have amended the records are known being the same financial എന്നുള്ളത് പറയാം. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇത്രയായിരിക്കും നമുക്ക് ഡെഫിഷ്യൻസീസും റെക്കമെൻഡേഷൻസും ആയിട്ട് ഉണ്ടാവുക. നോക്കിയ മക്കളെ, നമ്മൾ മൊത്തം എത്ര പോയിന്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്? 8 പോയിന്റ്സ് കണ്ടുപിടിച്ചു. നമ്മളോട് എത്രയാണ് ചോദിച്ചത്? 8 ആണോ 9 ആണോ? 9. ഓക്കെ, 9 പോയിന്റ്സ് കണ്ടുപിടിച്ചു. ആൻഡ് നമുക്ക് ഔട്ട് ഓഫ് വിച്ച് നമ്മളോട് എത്ര എണ്ണം അവർ ചോദിച്ചിട്ടുള്ളൂ? 6 ഡെഫിഷ്യൻസീസും റെക്കമെൻഡേഷൻസ് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഏറ്റവും പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും കോൺഫിഡൻസ് ഉള്ളത് ഏതാണോ ആ പോയിന്റ്സ് പിക്ക് ചെയ്യുക, എന്നിട്ട് അത് എഴുതുക. മനസ്സിലായ എല്ലാവർക്കും? അടുത്ത് നോക്കി, ഡിസ്ക്രൈബ് ദി സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ദി ഓഡിറ്റർ ഷുഡ് പെർഫോം ടു ഒബ്റ്റെയിൻ sufficient and appropriate audit evidence in respect of FREEZIA companies year-end accounting accrual for employment tax payable. നിങ്ങളോട് പറയാണ് ഫ്രീസിയ കമ്പനിയുടെ അക്രൂവൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ പെർഫോം ചെയ്യേണ്ട സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് സിനാരിയോയിൽ എന്താ പറഞ്ഞേക്കുന്നത് നോക്കി. ഫ്രീസിയ കമ്പനി ഡിഡക്ട്സ് എംപ്ലോയീസ് ടാക്സ് ഫ്രം എംപ്ലോയീസ് വേജസ് ആൻഡ് സാലറി ഓൺ മന്ത്ലി ബേസിസ് ആൻഡ് പേസ് ദിസ് ടു ലോക്കൽ ടാക്സേഷൻ അതോറിറ്റി ഇൻ ദ ഫോളോയിങ് മന്ത്. അറ്റ് ദി ഇയർ എൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വിൽ കണ്ടെയ്ൻ അക്രൂവൽ ഫോർ എംപ്ലോയ്മെന്റ് ടാക്സ് പേയബിൾ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു, അവരെന്ത് ചെയ്യും? എല്ലാ മന്തിലും എംപ്ലോയിയുടെ സാലറിക്കകത്തുനിന്ന് അവരെന്ത് ചെയ്യുന്നുണ്ടാവും? അവര് എംപ്ലോയ്മെന്റ് ടാക്സ് ഡിഡക്ട് ചെയ്യും. എംപ്ലോയ്മെന്റ് ടാക്സ് ഡിഡക്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? ലോക്കൽ അതോറിറ്റിക്ക് പേ ചെയ്യും. ആൻഡ് ഇയറിന്റെ സമയത്ത് അക്രൂവൽ കിടപ്പുണ്ട്. ആൻഡ് ഈ അക്രൂവലിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യേണ്ടതെന്നാണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. ഇത് ഒരു സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റൻ ആണോ? അസേർഷൻ ബേസ്ഡ് ക്വസ്റ്റൻ ആണോ? ജനറൽ ക്വസ്റ്റൻ ആണോ? ഇത് ജനറൽ ക്വസ്റ്റൻ ശരിയല്ലേ? കാരണം സിനാരിയോയ്ക്കകത്ത് നിങ്ങളോട് എന്തെങ്കിലും മച്ച് മോർ ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അസേർഷൻസ് ഏതെങ്കിലും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ജനറൽ അക്രൂവൽ ബേസ്ഡ്. അക്രൂവലിന് വേണ്ടിയിട്ട് നമ്മൾ ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിന്റ്സ് പഠിച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുക? കറന്റ് ഇയറിലെ അക്രൂവൽസിന്റെ എമൗണ്ട് എത്രയാണോ ആ എക്സാക്ട്ലി അതാണ് ഞാൻ പറയാൻ വന്നതും. എപ്പോഴും ഓർത്തോണം, ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങളോട് പ്രൊസീജിയേഴ്സ് ചോദിക്കുന്ന സമയത്ത് എപ്പോഴും എൻഷുർ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണ് എന്താണ്? പ്രൊസീജിയർ എഴുതുന്ന സമയത്ത് പ്രൊസീജിയർ എഴുതിയിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യുക, പ്ലസ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യുക. ഇതിനേക്കാളും എല്ലാത്തിനും ഉപരി ഏറ്റവും നോക്കേണ്ടത് എന്താണ്? പർപ്പസ് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. പർപ്പസ് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മാർക്ക് പോവും. അപ്പൊ ഈ സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞു? കമ്പയർ ദ കറന്റ് ഇയർ അക്രൂവൽസ് വിത്ത് പ്രീവിയസ് കറന്റ് ഇയർ. ഏതിന്റെ അക്രൂവൽ ആയിരുന്നു? എംപ്ലോയ്മെന്റ് ടാക്സ് പേബിൾ അക്രൂവൽ വിത്ത് പ്രീവിയസ് ഇയർ അക്രൂവൽസ്. എന്നിട്ട് എന്ത് പറയണം? എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു ഇൻവെസ്റ്റിഗേറ്റ് സിഗ്നിഫിക്കന്റ് ഡിഫറൻസസ്. പിന്നെ വേറെന്താ പറയാൻ പറ്റുന്നത്? റീപെർഫോം ദ കാൽക്കുലേഷൻ ഓഫ് അക്രൂവൽ എന്ന് മാത്രമായിട്ട് പറയല്ലേ. എന്ത് പറയാം? റീപെർഫോം ദ കാൽക്കുലേഷൻ ഓഫ് അക്രൂവൽ ഫോർ എംപ്ലോയ്മെന്റ് ടാക്സ് of the employment accrual. Accuracy and discussing unexpected variances with management. Okay, fine.
പിന്നെ വേറെ എന്താ പറയാൻ പറ്റുന്നത്? Subsequent payment, agree subsequent payment. Subsequent payments, posting cash book and bank statements are complete check ചെയ്യാൻ പറയാം. Completeness confirm ചെയ്യാൻ വേണ്ടിയിട്ട്. Good. പിന്നെ വേറെ എന്താ ചെയ്യാൻ പറ്റുക? ഡിസ്ക്ലോഷർ നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് പറയണം? ഡിസ്ക്ലോഷേഴ്സ് ഫോർ എന്താണ്? എംപ്ലോയ്മെന്റ് ടാക്സ് അക്രൂവൽ നോക്കണം. എന്തിനു വേണ്ടിയിട്ടാ? These are in accordance with accounting standards and local legislation. പിന്നെ വേറെ എന്താ പറയാൻ പറ്റുക? ഇത്രയും മതി, ഓൾറെഡി പോയിന്റ്സ് ആയി. എങ്ങനെ വേറെ എന്താ പറയാൻ പറ്റുക? General കറസ്പോണ്ടൻസ് ഒബ്റ്റെയിൻ ചെയ്യാനല്ലേ? കറസ്പോണ്ടൻസ് റിവ്യൂ ചെയ്യാൻ പറയാം. ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് ആയിരിക്കും ഇവിടെ റിവ്യൂ ചെയ്യേണ്ടി വരിക? കമ്പനിയും ടാക്സേഷൻ അതോറിറ്റി. അത് ലോജിക്കലി ആലോചിച്ച് നോക്കട്ടെ. ഇവിടെ ടാക്സേഷന്റെ അല്ല പറയുന്നത്, അവ ടാക്സേഷൻ അതോറിറ്റി തമ്മിലുള്ള റിവ്യൂ ചെയ്യാൻ പറയാം. പിന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരെണ്ണം കൂടെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഏതാണ്? നമ്മുടെ എംപ്ലോയ്മെന്റ് ടാക്സ് അക്രൂവലിന്റെ എമൗണ്ട് എന്തുമായിട്ട് പറയാം? പേറോൾ റെക്കോർഡ്സുമായിട്ട് എഗ്രി ചെയ്യാൻ പറയാം അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് തന്നെയാണ് കാണിച്ചേക്കുന്നത് എൻഷുർ ചെയ്യാൻ. ഓക്കെ, മൊത്തം എത്ര പോയിന്റ്സ് പറഞ്ഞാൽ മതി? 4 പോയിന്റ്സ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ലായിരുന്നു അത്? യെസ്. അടുത്തത് നമ്മൾ ഇന്ന് ഇപ്പോൾ ഒരുമിച്ച് റിവൈസ് ചെയ്യാന്ന് പറഞ്ഞ ഏരിയ ആണ്. ഡിസ്ക്രൈബ് 2 കോർപ്പറേറ്റ് ഗവർണൻസ് വീക്ക്നെസ് ഫേസ്ഡ് ബൈ ഫ്രീസി ആൻഡ് കമ്പനി. പ്രൊവൈഡ് എ റെക്കമെൻഡേഷൻ ടു അഡ്രസ് ഈച്ച് ഓഫ് ദി ഡെഫിഷ്യൻസീസ്. നമ്മളുടെ കോർപ്പറേറ്റ് ഗവർണൻസ് വീക്ക്നെസ് ആണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. കോർപ്പറേറ്റ് ഗവർണൻസ് വീക്ക്നെസ്സും അതേപോലെ തന്നെ നമ്മുടെ ബേസിക്കലി നമ്മുടെ അടുത്ത് ചോദിക്കാറുള്ള ഇതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം വരാറുണ്ടോ? ഇന്റേണൽ കൺട്രോളും തമ്മിൽ ഇല്ല. കോർപ്പറേറ്റ് ഗവർണൻസിന്റെ പ്രൊവിഷൻസ് നമ്മൾ പഠിച്ചിരുന്നു. നമ്മൾ എന്തൊക്കെ ബേസിക്കലി പഠിച്ചിരുന്നത്? അതായത് സിഇഒ ആൻഡ് ഇവര് ചെയർമാൻ ഷുഡ് നോട്ട് ബി ദ സെയിം പേഴ്സൺ. അവിടെ ഈക്വൽ നമ്പർ ഓഫ് എക്സിക്യൂട്ടീവ്സ് ആൻഡ് നോൺ എക്സിക്യൂട്ടീവ്സ് ആയിരിക്കണം ഉണ്ടാവുന്നത്. ആരാണോ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് അവര് NEDs ആയിരിക്കണം. എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഇൻവോൾവ് ആവാൻ പാടില്ല. ടോട്ടൽ ബോർഡിന് റെസ്പോൺസിബിലിറ്റിയാണ് കമ്മ്യൂണിക്കേഷൻസ് നടത്തുക എന്നുള്ളത്. ബോർഡിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും സഫീഷ്യന്റ് ടൈം ഡിവോട്ട് ചെയ്യുന്നുണ്ടാവണം. അതുപോലെ തന്നെ ബോർഡിൽ ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ആളുകൾ ഉണ്ടാവണം വിത്ത് സഫീഷ്യന്റ് ബാലൻസ് ഓഫ് സ്കിൽസ്, എക്സ്പീരിയൻസ്, നോളജ് ആൻഡ് കോമ്പീറ്റൻസ്. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നിങ്ങളോട് ഇവിടെ പ്യൂർ ആയിട്ട് ചോദിച്ചേക്കുന്നത് ഏതെങ്കിലും 2 കോർപ്പറേറ്റ് ഗവർണൻസ് വീക്ക്നെസ് ഐഡന്റിഫൈ ചെയ്യാനും ആ വീക്ക്നെസ്സിന് വേണ്ടിയിട്ട് റെക്കമെൻഡേഷൻ കൊടുക്കാനും വേണ്ടിയിട്ടാണ്. സോ ലെറ്റ്സ് ഗോ ത്രൂ ദ സിനാരിയോ. നോക്കി എല്ലാവരും. The listing rules of stock exchange require compliance with corporate governance principles, and the directors of the Frisia company are confident that they are following best practice in relation to this. However, the chairman recently received correspondence from a shareholder who is concerned that company is not fully compliant. The company's finance director has therefore requested a review of the company's compliance with corporate governance principles. ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അല്ലെ? ദിസ് വാസ് ജസ്റ്റ് ആൻ ഇൻട്രോ. ഇനി ഇങ്ങോട്ട് പറഞ്ഞേക്ക് നോക്കാം. Frisia company has been listed for over 8 years and its board comprises 4 executive and 4 independent non-executive, excluding the chairman. Perfect. An audit committee comprised of NEDs and the finance director meets quarterly to review company's internal control. The director's remuneration is set by finance director. NEDs are paid a fixed fee for their service and executive director are paid an annual salary as well as significant bonus based on Frisia company's profit. The company's chairman does not have an executive role, so she has sole responsibility for liaising with the shareholder and answering for any of their questions. ഇഷ്ടം പോലെ പോയിന്റ്സ് ഉണ്ട് പിക്ക് ചെയ്യാൻ. ഔട്ട് ഓഫ് വിച്ച് ഏതെങ്കിലും 2 എഴുതിയാൽ മതി. പറഞ്ഞ മക്കളെ എന്തൊക്കെ ഇവിടെ പ്രശ്നങ്ങളുള്ളത്? ഡയറക്ടേഴ്സിന്റെ റെമ്യൂണറേഷൻ സെറ്റ് ചെയ്യുന്ന ഫിനാൻസ് ഡയറക്ടർ ആണ്. ഓക്കെ, ഡയറക്ടേഴ്സിന്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്ന ഫിനാൻസ് ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ പ്രശ്നമുള്ളത്? എക്സസീവ് ആയിട്ടുള്ള നമ്മൾ കോർപ്പറേറ്റ് ഗവർണൻസ് റൂൾ പ്രകാരം പഠിച്ച കാര്യം എന്തായിരുന്നു? None of the directors should be involved in fixing their own remuneration. Remuneration ആരായിരിക്കണം ഫിക്സ് ചെയ്യുന്നുണ്ടാവുക? Remuneration committee comprises of independent non-executive directors ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്ത് പറയണം? നിങ്ങൾ പറയാ directors remuneration is fixed by finance director. Therefore നിങ്ങൾ എന്ത് പറയണം? They might not be independent to fix a amount of remuneration, and therefore there can be chances that they might charge higher amount of remuneration for the executive directors. Recommendation ആയിട്ട് നിങ്ങൾ എന്ത് പറയാ? The finance director should not be involved in the process of fixing remuneration. Remuneration should be fixed by remuneration committee which comprises of independent non-executive directors. Perfect. Pinne where enna mokle issue? Finance director involved. Evade? Audit committee finance director involved aanu. Fine. Audit committee finance director involved ആവാൻ പറ്റുമോ?
പിന്നെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് മാത്രം. 100% എന്തായിരിക്കണം? നോൺ എക്സിക്യൂട്ടീവ് ഓഡിറ്റ് കമ്മിറ്റിയിൽ ഫിനാൻസ് ഡയറക്ടർ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തിനുള്ള പോസിബിലിറ്റി ആയിരിക്കും ഉണ്ടാവുക? ഇൻഡിപെൻഡൻസ് നഷ്ടപ്പെടും. അവർ ഇന്റൻഷണൽ ആയിട്ടുള്ള ത്രെട്ടുകളിലേക്ക് അത് ലീഡ് ചെയ്യും. കാരണം അവിടെ നമുക്ക് കൊടുക്കാൻ വരുന്ന റെക്കമെൻഡേഷൻ എന്തായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ കൂടുതൽ റെക്കമെൻഡേഷൻ തന്നെ ആയിരിക്കണം. റിസൈൻ അല്ല, റിമൂവ് അല്ല പറയാം. റിമൂവ് the finance director from the audit committee and instead of this a new independent non-executive director should be appointed to the position ennulla paraya. Okay, pinne vera endha parayan patta? Bonus based on company's profits. Bonus of the company കൊടുക്കുന്ന എന്തിന്റെ ബേസിസിലാണ്? പ്രോഫിറ്റിന്റെ ബേസിസിലാണ്. നമ്മളൊരു പോയിന്റ് പഠിച്ചതായിരുന്നു. ബോണസ് ഓഫ് ദി കമ്പനി നമ്മൾ കൊടുക്കുന്ന എന്തിന്റെ ബേസിസിലാവണമെന്നാണ് പറഞ്ഞത്? ലോങ് ടേം ഗോൾസ് ഓഫ് ദി കമ്പനിയുടെ ബേസിസിലായിരിക്കണം. പക്ഷേ പ്രോഫിറ്റിന്റെ ബേസിസിൽ ബോണസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? ഷോർട്ട് ടേം പ്രോഫിറ്റിന് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ അതും ഇഷ്യൂ ആണെന്ന് നമുക്ക് പറയാം. അവിടെ നമുക്ക് കൊടുക്കാൻ വരുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കണം? Packages should be modified and new remuneration packages should be promoted and provides long-term success for the company എന്നുള്ള കാര്യം പറയാം. ഓക്കെ, ഇനി വേറെ എന്താ ഇവിടെ ഇഷ്യൂ ഉള്ളത്? Shareholders communicating the നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ഒക്കെ റിപ്പീറ്റേഷൻ കണ്ട പോയിന്റ് അല്ലേ ഇത്? അല്ലേ? നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ഒക്കെ റിപ്പീറ്റേഷൻ കണ്ടല്ലായിരുന്നു ഇത്? എന്തായിരുന്നു? ചെയർമാന് നോൺ എക്സിക്യൂട്ടീവ് റോൾ ഇല്ല, അതുകൊണ്ട് എക്സിക്യൂട്ടീവ് റോൾ ഇല്ല, ചെയർമാൻ എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞു? അങ്ങനെയാണോ? അല്ല, നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്? ബോർഡ് ആസ് എ ഹോൾ ഈസ് റെസ്പോൺസിബിൾ ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ shareholders, liaising with the shareholders. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്ന് പറയാ? ടോട്ടൽ ബോർഡ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഇൻവോൾവ് ആവണം എന്ന് പറയാം. ക്ലിയർ ആയോ? ഇത്രയാണ് ഇവിടെ കോർപ്പറേറ്റ് ഗവർണൻസ് ഡെഫിഷ്യൻസീസ് ആൻഡ് വീക്ക്നെസ് ആൻഡ് റെക്കമെൻഡേഷൻസ് പറയാം. ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഓൾറെഡി 4 പോയിന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഔട്ട് ഓഫ് വിച്ച് എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും 2 പോയിന്റ്സ് പിക്ക് ചെയ്താൽ മതി. നിങ്ങൾ നോക്കിയേ, ഇതിന്റെ അത് ഡയറക്ട്ലി പിക്ക് ചെയ്യാൻ പറ്റുന്ന, ഒന്നും ചിന്തിക്കാതെ പിക്ക് ചെയ്യാൻ പറ്റുന്ന 2 പോയിന്റ് ആണ്. ഒന്ന് ഫിനാൻസ് ഡയറക്ടർ അവിടെ ഇരിക്കുന്നത്, അതായത് ഓഡിറ്റ് കമ്മിറ്റിയിലുള്ളതും, അതുപോലെ തന്നെ ഫിനാൻസ് ഡയറക്ടർ എന്ത് ചെയ്യുന്നത്? ഡയറക്ടേഴ്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മള് പോയിന്റ് പഠിച്ച സമയത്ത് ഡയറക്ട്ലി പഠിച്ച പോയിന്റ് അല്ലായിരുന്നു ഇത്. ചെയർമാൻ സോൾ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ലേ? ഓക്കെ, ഇത്രയായിരിക്കും ഇവിടെ ഉണ്ടാവുന്ന ഇഷ്യൂസ് എന്ന് പറയാം. മനസ്സിലായ എല്ലാവർക്കും? അപ്പൊ ഇത്രയാണ് നമ്മുടെ 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അതായത് ഇന്റേണൽ കൺട്രോളിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, so we will just do one thing. നമുക്കൊരു 5 minutes ബ്രേക്ക് എടുക്കാം and we will continue from 11:45. എന്നിട്ട് നമുക്ക് ബാക്കി 2 ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ? യെസ്. എക്സാമിന് നമ്മള് ബ്രേക്ക് എടുക്കണമെങ്കിൽ അത് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത റിമോട്ട് എക്സാമിന് ടൈപ്പ് ചെയ്ത് കൊടുത്ത അവരുടെ റിപ്ലൈക്ക് കാത്തിരിക്കണോ? കാത്തിരിക്കണം. അവര് അലോ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ബ്രേക്ക് എടുക്കാൻ പാടുള്ളൂ. അലോ ചെയ്ത് അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും നമ്മള് റിപ്പോർട്ട് ചെയ്യണ്ടേ? ചെയ്യണം. അപ്പോഴോ അവര് റിപ്ലൈ തന്നോ? അവര് യൂഷ്വലി എന്താണ് റിപ്ലൈ തരുന്നുണ്ടാവും. ഓക്കെ. പിന്നെ അത് ഇൻസ്ട്രക്ഷൻസിന്റെ അകത്ത് അവർ ആദ്യമേ തന്നെ പറയുകയും ചെയ്യും കേട്ടോ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? വേഗം ചോദിച്ചു. സാർ, നമ്മള് ഡൗട്ട് അല്ല, എനിക്കൊരു ഏരിയ ചെറിയൊരു കുറച്ച് ക്ലിയർ ആവാനുണ്ടായിരുന്നു. നമ്മുടെ ഫെമിലിയാരിറ്റി ത്രെട്ട് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എൻഗേജ്മെന്റ് പാർട്ട്നേഴ്സിനെയും കീ ഓഡിറ്റ് പാർട്ട്നേഴ്സിനെയൊക്കെ റീപ്ലേസ് ചെയ്യില്ല. ഇയേഴ്സിന്റെ കണക്കറിയില്ല, ലൈക്ക് അത് എങ്ങനെയാണ്? എല്ലാവർക്കും സെയിം ഇയേഴ്സ് തന്നെയാണ് വരിക. 7 ഇയേഴ്സ് തന്നെയാണ് എല്ലാവർക്കും. മാക്സിമം സെർവ് ചെയ്യാൻ പറ്റുന്ന പീരീഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 7 ഇയേഴ്സ് തന്നെയായിരിക്കും വരിക. പിന്നെ ഡിഫറൻസ് വരുന്ന എവിടെയാന്ന് ചോദിച്ചാൽ അവർക്കുള്ള കൂളിംഗ് ഓഫ് പീരീഡ്. അതായത് എൻഗേജ്മെന്റ് പാർട്ണർക്കാണ് ഈ കൂളിംഗ് ഓഫ് പീരീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 ഇയേഴ്സ് ആയിരിക്കും. ദെൻ എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവിനാണ് 3 ഇയേഴ്സ് ആയിരിക്കും. കീ ഓഡിറ്റ് പാർട്ണർക്കാണ് 2 ഇയേഴ്സ് ആയിരിക്കും. കൂളിംഗ് ഓഫ് പീരീഡിൽ മാത്രമാണ് ഡിഫറൻസ് വരിക. പീരീഡ് സെർവ് ചെയ്യുന്ന എല്ലാവർക്കും മാൻഡേറ്ററി ആയിട്ടും 7 ഇയേഴ്സ് ആയിരിക്കും മാക്സിമം സെർവ് ചെയ്യാൻ പറ്റുന്ന പീരീഡ് എന്ന് പറയും. മനസ്സിലായോ? നമ്മൾ MCQ ചെയ്തപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു 10 ഇയേഴ്സ് അങ്ങനെ. ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻ ആണോ? അതുകൊണ്ട് നമ്മൾ ഓപ്ഷൻ ചൂസ് ചെയ്യാഞ്ഞത്. അത് തെറ്റല്ലായിരുന്നോ? നമ്മൾ MCQ അത് ചെയ്തപ്പോ അവിടെ പറഞ്ഞതായിരുന്നു. അവര് പറഞ്ഞ് ഇതല്ലേ, ആ ഓഡിറ്റ് പാർട്ണർ 10 ഇയേഴ്സ് ആയിട്ട് അവിടെ കണ്ടിന്യൂ ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളിവിടെ പറയുന്നത് എന്താ? 7 ഇയേഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. 10 ഇയേഴ്സ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ത്രെട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഓക്കെ.
സാറേ കവറിംഗ് ലെറ്റർ ഫ്രീക്വന്റ് ആയിട്ട് കാണാറുള്ളതാണോ? ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടോ? അതെ അതെ അതെ, കവറിംഗ് ലെറ്റർ കാണാറുള്ളതാണ്. കവറിംഗ് ലെറ്റർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആൻസർ എടുത്തിട്ട് ഒറ്റ പ്രാവശ്യം വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. കവറിംഗ് ലെറ്റർ സ്പെസിഫിക്കലി കണ്ടന്റ് ഒന്നുമില്ല. നോർമൽ ഒരു ലെറ്റർ പോലെ തന്നെ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് തൊട്ട് താഴെ നമ്മൾ എന്ത് മാത്രം പറയുന്നേ ഉള്ളൂ, ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് പ്രൊവൈഡഡ് ഇൻ ദ അനക്സർ എന്ന് പറഞ്ഞിട്ട്, ജസ്റ്റ് അനക്സർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ള ക്വസ്റ്റൻ എങ്ങനെയാണ് അതുപോലെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പം ബ്രേക്ക് എടുത്തോ. 11:50 വരെ എടുത്തോളൂ കേട്ടോ. 11:50. ഫൈൻ, കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. ഓക്കെ, യെസ് സർ. Next, it's question number 17, which is based on risk. റിസ്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? ഡിഫൈൻ ആൻഡ് എക്സ്പ്ലെയിൻ മെറ്റീരിയാലിറ്റി ആൻഡ് പെർഫോമൻസ് മെറ്റീരിയാലിറ്റി. പെർഫോമൻസ് മെറ്റീരിയാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, മെറ്റീരിയാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും ഡിഫൈൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നോക്കണം. മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഒരു ഐറ്റം മെറ്റീരിയൽ ആണെന്ന് പറയാ. An item is said to be material if its omission or misstatement would reasonably influence the economic decision of users of financial statement. Okay, then നമ്മൾ പറയാറുണ്ട് മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞ സൈസിന്റെ ബേസിസിലാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. അല്ല, സൈസ് ആൻഡ് നേച്ചർ ഓഫ് ദി മിസ്സ്റ്റേറ്റ്മെന്റിന്റെ ബേസിസിലാണ് നമ്മൾ മെറ്റീരിയാലിറ്റി കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് മെറ്റീരിയാലിറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കറിയാം ബേസിക്കലി 2 തരത്തിലുള്ള മെറ്റീരിയാലിറ്റി ഉണ്ട്. ഏതൊക്കെ മെറ്റീരിയാലിറ്റി ആയിരുന്നു? പ്ലാനിംഗ് മെറ്റീരിയാലിറ്റി, പെർഫോമൻസ് മെറ്റീരിയാലിറ്റി. മെറ്റീരിയാലിറ്റിയുടെ ബെഞ്ച് മാർക്ക് പറയാ, എന്നിട്ട് പ്ലാനിംഗ് ആൻഡ് പെർഫോമൻസ് മെറ്റീരിയാലിറ്റി എന്താന്ന് പറയാം. എന്തായിരുന്നു പെർഫോമൻസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ? പ്ലാനിംഗ് മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെറ്റീരിയാലിറ്റി വിച്ച് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ഫോർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആസ് എ ഹോൾ. നമ്മൾ പറഞ്ഞ പെർഫോമൻസ് മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞാൽ ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ അക്കൗണ്ട് ബാലൻസ് അല്ലെങ്കിൽ ഡിസ്ക്ലോഷറിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന മെറ്റീരിയാലിറ്റി പെർഫോമൻസ് മെറ്റീരിയാലിറ്റി എന്നുള്ള കാര്യം പറയാം. മനസ്സിലായോ? ഓക്കെ, ഇനി നിങ്ങളോട് ചോദിച്ചേക്കുന്നത് 16 മാർക്സിന് ചോദിച്ചേക്കുന്നത് എന്താണ്? 8 ഓഡിറ്റ് റിസ്കും അതിന് വേണ്ടിയിട്ട് 8 ഓഡിറ്റേഴ്സ് റെസ്പോൺസസും ആണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ത്രൂ ദ സിനാരിയോ. You are an audit supervisor of Daffodil and Company and are planning the audit of Peony Company for the year ending 31st May 2019. The company is a food retailer with a large network of stores across the country and 4 warehouses. The company has been a client of your firm for several years, and the forecast profit before tax is 28.9 million. The audit manager has attended a planning meeting with the finance director and has provided you with the following notes of the meeting. Planning meeting in the notes ആണ് താഴേക്ക് പറഞ്ഞേക്കുന്നത്. Peony Company has an internal audit department which undertakes control testing across network of stores. Each store is visited with at least once every 18 months. Audit manager has discussed with the finance director that the external audit team may rely on the control testing which is undertaken by internal audit department. During the meeting, the finance director provided some of the forecast information. Revenue for the year is expected to be increased by 3% as compared with the prior year. GP margin is expected to increase by 56 to 80%, and operating margin is predicted to decrease from 21% to 18%. Peony Company values the inventory at the in line with industry practice, which uses the selling price less average profit margin, and director considers this to be a close approximation to the cost. Parayya, എന്തൊക്കെ പ്രശ്നങ്ങളുള്ളത്? Relying the work of internal auditors. They are going to relay the work on internal audit. Internal auditന്റെ വർക്കിന് മേലെ റിലേ ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ എന്തായിരിക്കും പ്രശ്നം ഉണ്ടാവുക? അവര് സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് ടെസ്റ്റിംഗ്സ് ഒന്നും നടത്തിയിട്ടുണ്ടാവില്ല. എങ്ങനെയായിരിക്കും സാറേ ഇന്റേണൽ ഓഡിറ്റേഴ്സ് വർക്ക് ചെയ്തത്? അവര് ടെസ്റ്റിംഗ് ഒന്നും പ്രോപ്പർ ആയിട്ട് നടത്തിയിട്ടില്ലെങ്കിൽ നമ്മള് കൊടുക്കുന്ന കൺക്ലൂഷന് റോങ് ആയിരിക്കും. ലൈക്ക് എക്സ്റ്റേണൽ ഓഡിറ്റർ കൊടുക്കുന്ന കൺക്ലൂഷൻ തെറ്റാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെ എന്ത് റിസ്ക് ആയിരിക്കും ബേസിക്കലി ഉണ്ടാവുക? ഡിറ്റക്ഷൻ റിസ്ക് ഉള്ള പോസിബിലിറ്റി ആയിരിക്കും ഉണ്ടാവുക. അതിനുവേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കണം? ബിഫോർ യു വർക്ക് ഓഫ് ദി ഇന്റേണൽ ഓഡിറ്റർ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ഇന്റേണൽ ഓഡിറ്ററിന്റെ വർക്ക് നമ്മൾ റിവ്യൂ ചെയ്യണം ആദ്യം. ഓഡിറ്റിന്റെ എഫിഷ്യൻസി. ഇന്റേണൽ ഓഡിറ്ററിന്റെ വർക്ക് നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ടാവണം. ക്വാളിറ്റി ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ദി ഓഡിറ്റർ നമ്മൾ കൺസിഡർ ചെയ്യണം. ആഡിക്വറ്റ്ലി സഫീഷ്യന്റ് ആയിട്ട് തോന്നിയ കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാം? അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ റിലേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാം. പെർഫെക്റ്റ്. ഇനി വേറെന്താ നമുക്ക് പറയാൻ പറ്റുന്ന റിസ്ക്? GP മാർജിൻ ഇൻക്രീസ് ആയി. GP മാർജിൻ ഇവിടെ ഇൻക്രീസ് ചെയ്തേക്കാണ് 56 to 60%. OP മാർജിൻ ഓൺ ദ അതർ ഹാൻഡ് അവിടെ എന്താ ചെയ്തേക്കുന്നത്? കുറയാണ് ചെയ്തേക്കുന്നത്.
So there's an increase in the GP margin and decrease in the amount of OP margin. അങ്ങനെയാണ് അവിടെ എന്തിനുള്ള പോസിബിലിറ്റി ആയിരിക്കും ഉണ്ടാവുക? Cost of sales operating mixed The expenses that need to be have been included within the operating expenses might have been misclassified. Sorry, cost of sales might have been classified into operating expense. Okay, അപ്പോൾ എന്ത് സംഭവിക്കും? Operating expenses overstated ആയിരിക്കും, then cost of sales understated. അതിനുവേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും? Breakdown of cost of sales and operating expense. എന്നിട്ട് എന്ത് ചെയ്യാം? കറക്റ്റ്ലി അത് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കാൻ പറഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടോ ഇവിടെ? പറഞ്ഞു വായിച്ച സെന്റൻസസിന്റെ അകത്ത് എന്താ കമ്പനി എന്താ ചെയ്യുന്നത്? സെല്ലിംഗ് പ്രൈസ് മാർജിനിലാണ് അവര് ഇൻവെന്ററി റെക്കോർഡ് ചെയ്യുന്നത്. അവർ ഡയറക്ടർ കൺസിഡർ ചെയ്യുന്ന ക്ലോസ് അപ്രോക്സിമേഷൻ ടു കോസ്റ്റ് ആണെന്ന് പറഞ്ഞു. നമുക്കറിയാം ഇൻവെന്ററി നമ്മൾ എങ്ങനെ എപ്പോഴും വാല്യൂ ചെയ്യേണ്ടത്? വേറെ ഏതെങ്കിലും മെത്തേഡിൽ വാല്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു കോസ്റ്റ് ആണെങ്കിൽ മാത്രമേ വാല്യൂ ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇൻവെന്ററിയുടെ വാല്യൂ എന്തായിരിക്കും? അണ്ടർസ്റ്റേറ്റഡ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ആയിട്ട് നമ്മൾ ഇൻവെന്ററി ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും കൊടുക്കുന്നുണ്ടാവുക? ടെസ്റ്റിംഗ് നടത്തണം. റെക്കോർഡ് ചെയ്തേക്കുന്നത് എൻഷുർ ചെയ്യാൻ പറയാം. പെർഫെക്റ്റ്. കമ്പയറും ചെയ്യണ്ട നമ്മളെ ഡയറക്ടറിന്റെ അപ്രോക്സിമേഷനും നമ്മളെ NRV കോസ്റ്റ് ടെസ്റ്റിംഗ് അതും പറയാം. അതിന് ആഡ് ഓൺ ആയിട്ട് അത് പറയാം. ബേസിക്കലി ഒരു പോയിന്റ് പറഞ്ഞാൽ മതി. The company does not undertake a full year inventory count, instead undertakes monthly perpetual inventory count, which covers 1/12 of all line of inventory in the warehouse. As part of the interim audit which was completed in Jan, audit junior attended a perpetual inventory count at one of the warehouse. Noticed that large number of exceptions were recorded, showed a higher quantity than physical inventory which present in the warehouse. When discussing these exceptions, the finance controller, the audit junior, was informed that this has been a recurring issue. During the year, the internal audit performed a review of non-current assets physically performed in around 1/3 of the company stores. Number of assets which have been fully depreciated were identified as obsolete by the review. പറയാം എന്തൊക്കെ പ്രശ്നങ്ങളുള്ളത്? മന്ത്ലി പെർപെച്വൽ ഇൻവെന്ററി കൗണ്ട് ആണ് അവർ പെർഫോം ചെയ്യുന്നത്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്കറിയാം കണ്ടിന്യൂസ് ഇൻവെന്ററി കൗണ്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് എൻഷുർ ചെയ്യുന്നുണ്ടാവണം? വൺസ് ഇൻ ആൻ ഇയർ എങ്കിലും കൗണ്ടഡ് ആവുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യണം. അത് അവർ പ്രോപ്പർലി ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൗണ്ട് എന്തായിരിക്കത്തില്ല? കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് ആയിരിക്കില്ല. ഇൻവെന്ററി എന്താവും? ഇത് അണ്ടർസ്റ്റേറ്റഡ് ആവും അല്ലെങ്കിൽ അതിന് വേണ്ടി നമ്മൾ കൊടുക്കാറുള്ള റെസ്പോൺസ് എന്തായിരുന്നു? കംപ്ലീറ്റ്നെസ് ഓഫ് ദി കണ്ടിന്യൂസ് ഇൻവെന്ററി. ആദ്യം എന്ത് പറയാ? കണ്ടിന്യൂസ് ഇൻവെന്ററി കൗണ്ട് റെക്കോർഡ്സ് നമ്മൾ റിവ്യൂ ചെയ്യണം. എന്നിട്ട് അതിന്റെ കംപ്ലീറ്റ്നെസ്സും ആക്യുറേറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം. അതിന് ഇനി ഇഷ്യൂസ് ഉണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയാ? ആനുവൽ ഇൻവെന്ററി കൗണ്ട് പെർഫോം ചെയ്ത് അത് അറ്റൻഡ് ചെയ്യണം എന്ന് പറയാം. മനസ്സിലായോ? ഓക്കെ. വേറെന്താ ഇഷ്യൂ ഉള്ളത് ഇവിടെ? ഇൻവെന്ററി റെക്കോർഡ്സും ഫിസിക്കലും തമ്മിൽ നല്ല ഡിഫറൻസസ് ഉണ്ട്. ഫിസിക്കൽ ഇൻവെന്ററിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. അവിടെ എന്താന്ന് പറഞ്ഞു? അത് റിക്കറിംഗ് ഇഷ്യൂ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ നമ്മൾ ഒരു ഫുൾ ഇയർ അല്ല, ആദ്യം നമ്മളവിടെ പറയുന്ന ഇംപ്ലിക്കേഷൻ ആയിട്ട് എന്താ പറയാ? എക്സ്പ്ലനേഷൻ എന്താ പറയേണ്ടത്? നമ്മൾ പറയാ മന്ത്ലി ഇൻവെന്ററി കൗണ്ട് റെക്കോർഡ്സും അതുപോലെ തന്നെ ഫിസിക്കൽ ഇൻവെന്ററി റെക്കോർഡ്സും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം? ഡിഫറൻസ് ടൈംലി ബേസിസിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻവെന്ററിയുടെ വാല്യൂ അണ്ടർ അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റഡ് ആവും. റെസ്പോൺസ് ആയിട്ട് പറയുമ്പോൾ എന്ത് പറയാ? ആനുവൽ ഇൻവെന്ററി കൗണ്ട് തന്നെ പെർഫോം ചെയ്യണം. അതുപോലെ തന്നെ ലെവൽ ഓഫ് എക്സെപ്ഷൻസ് മാനേജ്മെന്റുമായിട്ട് എന്ത് ചെയ്യാൻ പറയാ? ഡിസ്കസ് ചെയ്യാൻ പറയാ. റീസൺസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം. മനസ്സിലായോ? ഇവിടെ എക്സ്പ്ലനേഷൻ അസേഷൻ നിർബന്ധമല്ലല്ലോ? ഇല്ല. ഇനി നെക്സ്റ്റ് ഇവിടെ ഇമ്പാക്ട് ഓവർ ദ FS എന്താന്നുള്ളത് പറഞ്ഞാൽ മതി കേട്ടോ. ഇനി വേറെ എന്താ നമുക്ക് ഇഷ്യൂ ഉള്ളത്? ഡിപ്രിസിയേഷൻ എന്താ അവിടെ പറയാൻ പറ്റുക? നിങ്ങളോട് പറഞ്ഞ എന്താണ്? ഫുള്ളി ഡിപ്രിഷിയേറ്റഡ് ആവാത്ത അസറ്റ് ഒക്കെ പെട്ടെന്ന് എന്താവുന്നു? ഒബ്സലറ്റ് ആവുന്നു. ഫുള്ളി ഡിപ്രിഷിയേറ്റഡ് ആവാത്ത അസറ്റ് പെട്ടെന്ന് ഒരു മൊമെന്റിൽ ഒബ്സലറ്റ് ആയി കഴിഞ്ഞാൽ അതിനർത്ഥം എന്തായിരിക്കും? 3 വർഷത്തേക്ക് ഡിപ്രിഷിയേറ്റ് ചെയ്യേണ്ടത് 5 വർഷത്തേക്ക് കൊണ്ട് ഡിപ്രിഷിയേറ്റ് ചെയ്യുമ്പോഴാണ് ഇൻവെസ്റ്റ്മെന്റ് 3ാമത്തെ വർഷത്തിൽ എന്താവുന്നത്? ഒബ്സലറ്റ് ആവുന്നു. അപ്പൊ അതിനകത്ത് എന്താണ്? കമ്പനിയുടെ പോളിസീസ് എന്തായിരിക്കത്തില്ല? അപ്രോപ്രിയേറ്റ്. അപ്പൊ ഡിപ്രിസിയേഷൻ പോളിസി അപ്രോപ്രിയേറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഡിപ്രിസിയേഷൻ എക്സ്പെൻസസ് അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. വാല്യൂ ഓഫ് അസറ്റ് എന്തായിരിക്കും? ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും. ഇവിടെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ചോദിച്ചോ. ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ അണ്ടർസ്റ്റേറ്റഡ് ആണ്? അതായത് 10 വർഷത്തേക്കായിരുന്നു ഞാനൊരു അസറ്റ് ഡിപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓവർ എ പീരീഡ് ഓഫ് 10 years ആയിരുന്നു ഞാനൊരു അസറ്റ് ഡിപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ അസറ്റിന്റെ ആക്ച്വൽ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് 4 years മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം 4th year വന്നു കഴിയുമ്പോഴത്തേന് ഈ അസറ്റ് എന്തായി മാറും? ശരിക്കും യൂസ്ലെസ് ആയി മാറും.
പക്ഷെ വീണ്ടും നമ്മൾ നോക്കുമ്പോൾ 6 years ഡിപ്രിഷിയേറ്റ് ചെയ്യാൻ കിടക്കുക. അപ്പൊ അതെന്തുകൊണ്ടാണ് സംഭവിച്ചേക്കുന്നത്? ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡിപ്രിസിയേഷൻ പോളിസി എടുത്തുകൊണ്ടാണ്. ശരിയല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇയറിൽ ചാർജ് ചെയ്തുകൊണ്ടിരുന്ന ഡിപ്രിസിയേഷൻ കുറവല്ലേ? കാരണം 10 yearsലേക്കല്ലേ നമ്മൾ ഡിപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആനുവൽ ഡിപ്രിസിയേഷൻ ചാർജ് കുറവായിരുന്നു. അപ്പൊ ഡിപ്രിസിയേഷൻ എന്തായിരിക്കും? അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. പ്രോഫിറ്റ് എന്തായിരിക്കും? ഓവർസ്റ്റേറ്റഡ് ആയിരിക്കും. അസറ്റിന്റെ വാല്യൂ ഓവർസ്റ്റേറ്റഡ് ആവും. മനസ്സിലായോ? അതിനുവേണ്ടി നമുക്ക് എടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും ഇവിടെ ഏറ്റവും ബെസ്റ്റ്? Discuss with the management the rationale on the basis of useful. Yeah, exactly. Discuss with the management the rationale on the basis of which they have determined the amount of depreciation. Consider it's reasonable. And consider whether it was reasonable. Reasonable. Okay. The company launched a significant television advertising campaign in Jan 2019 in order to increase revenue. The directors have indicated that at the year end, current asset of 0.7 million will be recognized, as they believe that advertisement will boost the further sales for next 12 months. The last advertisement will be shown on TV in May 2019. അവരെന്താ പറഞ്ഞേക്കുന്നത്? അവർ ടെലിവിഷൻ അഡ്വർടൈസ്മെന്റ് നടത്തിയിട്ടുണ്ട്. അടുത്ത 1 വർഷത്തേക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അതുകൊണ്ട് അവർ കറന്റ് അസറ്റ് ആയിട്ട് കാണിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. Any issues with that? Yes, sir. It's an operating expense. Yeah, simple as that. അല്ല, അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് യൂഷ്വലി എന്താണ്? അതൊരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അഡ്വർടൈസ്മെന്റിന് നമുക്ക് ഒരു കറന്റ് അസറ്റ് ആയിട്ട് കാണിക്കാനായിട്ട് പറ്റുമോ? പറ്റത്തില്ല. അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസസ് അണ്ടർസ്റ്റേറ്റഡ് ആണ്. കറന്റ് അസറ്റ്സ് എന്താണ്? ഓവർസ്റ്റേറ്റഡ് ആണ്. അതിനുവേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും? It should be like current assets remove ചെയ്യണം. കറന്റ് അസറ്റ് സാർ അത് ഒന്നുകൂടി പറയോ ഈ പോയിന്റ്? റിസ്ക് ആണോ പറയുന്നത്? Yes, risk. ബ്രോ, ഇത്രയേ ഉള്ളൂ. അവരെന്താ ചെയ്ത്? അവര് ഒരു 0.7 million അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു. എന്നിട്ട് അവർ അതിന് കൊണ്ടുപോയിട്ട് എന്തായിട്ട് കാണിച്ചു? കറന്റ് അസറ്റ് ആയിട്ട് എഴുതി വെച്ചു. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ലേ? കറന്റ് അസറ്റ് അല്ലല്ലോ. അതാണ് നമ്മൾ പറഞ്ഞത്. കറന്റ് അസറ്റ് ഇപ്പൊ ഇവിടെ എന്താണ്? ഓവർസ്റ്റേറ്റഡ് ആണ്. എക്സ്പെൻസസ് അണ്ടർസ്റ്റേറ്റഡ് ആണ്. മനസ്സിലായോ? It should be reclassified as operating expense എന്ന് പറയാൻ കഴിയും. എവിടെ റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്? സോറി, റെസ്പോൺസിന്റെ അകത്തോ? അല്ലല്ല, റെസ്പോൺസിന്റെ അകത്ത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പ്രൈമറി റെസ്പോൺസ് എന്താ? നിങ്ങൾ ആദ്യമേ മാനേജ്മെന്റിനോട് ചോദിക്കണ്ടേ എന്ത് അസംഷന്റെ ബേസിസിൽ ഇതുകൊണ്ടേ കാണിച്ചേക്കുന്നതെന്ന്? മനസ്സിലായോ? അതെന്തായാലും തെറ്റാണെന്ന് നമുക്കറിയാലോ. അതെന്തായാലും തെറ്റാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വേറൊരു പോസിബിലിറ്റി ഉണ്ട്. ചിലപ്പം നെക്സ്റ്റ് ഇയറിലേക്കുള്ളത് ഇവര് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തേക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? കറന്റ് അസറ്റ് ആയിരിക്കും. മനസ്സിലായോ? അതൊരു പേയ്മെന്റിന് അഡ്വാൻസ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് വരാം? കറന്റ് അസറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? We will just ask them. We will discuss with the management the assumptions on the basis of which they have treated it as a current asset. If not reasonable, നമ്മൾ എന്ത് ചെയ്യാൻ പറയാ? അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയാ. ആ എമൗണ്ട് കറക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം. മനസ്സിലായോ? ഓക്കെ. Peonic company decided to outsource its payroll function to the external service organization. The service organization handles all elements of the payroll cycle and sends monthly report to Peonic company which details wages and salaries and statutory obligations. Peonic company maintained its payroll records until 31st December 2018, at which point the records were transferred to service organization. എന്തൊക്കെ പ്രശ്നങ്ങളുള്ളത്? ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ കൺട്രോൾ ഓക്കെ, എന്ത് പറയാം? ട്രാൻസ്ഫർ ഓഫ് ഡേറ്റ ഉണ്ടായിരിക്കുന്ന 31st ഡിസംബറിലാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ ഡേറ്റ വാസ് ട്രാൻസ്ഫർഡ് ഫ്രം Peonic company to the outsourcing agency on 31st December 2018. Therefore, ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് adequate amount of controls എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം? Transformation. Payroll records might be either omitted or duplicated, leading to understatement or overstatement of the payroll expenses. അതിനുവേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരുന്നു? എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന റെക്കമെൻഡേഷൻ എന്തായിരുന്നു മക്കളെ? അവിടെ എപ്പോഴും നമ്മൾ പറയാറുള്ള റെക്കമെൻഡേഷൻ എന്തായിരുന്നു? With the management, transfer process undertaken. Exactly. Discuss with the management the controls they have undertaken while transferring data in order to ensure that the transfer data are complete and accurate. അവിടെ എന്ത് ചെയ്യാനും കൂടെ പറയണം? Perform test of controls in order to understand the operating efficiency of the controls. Clear ആയോ? Okay. അതുകൂടാതെ വേറെയും പറഞ്ഞൂടെ? ലൈക്ക് ഡിറ്റക്ഷൻ റിസ്ക്. അത് അടുത്ത പോയിന്റ്. അത് നമ്മുടെ വേറെ തന്നെ സെപ്പറേറ്റ് റിസ്ക്. അത് സെപ്പറേറ്റ് റിസ്ക് ആയിട്ട് തന്നെ എഴുതാം കേട്ടോ. ഓക്കെ. അതേതായിരുന്നു റിസ്ക്? ഇവര് പേറോൾ സർവീസസ് എക്സ്റ്റേണൽ ഓർഗനൈസേഷന് കൊടുത്തു. എക്സ്റ്റേണൽ ഓർഗനൈസേഷൻ പേറോൾ സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഉണ്ടാവും അവിടെ? Okay. There can be chances that adequate amount of information നമുക്ക് എവിടുന്ന് അവൈലബിൾ ആയിരിക്കത്തില്ല. സർവീസ് ഓർഗനൈസേഷൻ അല്ല, ഇവിടുന്ന്, അതായത് യൂസർ എന്റിറ്റിന്ന് അവൈലബിൾ ആയിരിക്കില്ല, പിയോണിന്ന് അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ എന്ത് സംഭവിക്കും? There can be possibilities of having എന്ത് റിസ്ക് ആയിരുന്നു? ഡിറ്റക്ഷൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന റെക്കമെൻഡേഷൻ എന്താണ്?
മാനേജ്മെന്റിന്റെ കൺസൾട്ട് കൊണ്ട് എക്സാക്ട്ലി നമ്മൾ മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യണം എത്ര എക്സ്റ്റെൻഡ് ഓഫ് സർവീസസ് ആണ് ഔട്ട്സോഴ്സ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യം. എന്നിട്ട് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഒബ്ടൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺസിഡർ ചെയ്യാം. ഇഫ് നോട്ട് പോസിബിൾ എന്ത് ചെയ്യണം? Consider using the work of a service auditor in order to understand the ability of internal controls in relation to the service entity എന്നുള്ള പറയാം. അവിടെ ടൈപ്പ് 2 റിപ്പോർട്ട് വേണമെന്ന് പറയാമോ? ടൈപ്പ് 2 എന്നുള്ള പറയണമെന്നില്ല, സ്പെസിഫിക്കലി എടുത്ത് പറയണമെന്നില്ല. അവരുടെ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ റിപ്പോർട്ട് ഒബ്ടൈൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സോറി എന്താ ചോദിച്ചോ? വേണ്ട ടൈപ്പ് 2 ടൈപ്പ് 1 എഴുതണ്ട, അതാണ് നമ്മൾ പറഞ്ഞത്. അതായത് അവരുടെ കയ്യിൽ നിന്ന് റിപ്പോർട്ട് ഒബ്ടൈൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ സർവീസ് ഓഡിറ്റിന്റെ കയ്യിൽ നിന്ന് എന്തിനെ കുറിച്ച്? എഫിഷ്യൻസി ഓഫ് ഇന്റർണൽ കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ചിട്ട്. മനസ്സിലായോ? സാർ ഇവിടെ ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ പറയുന്നില്ലേ, അതിൽ നമുക്ക് കൺട്രോൾ റിസ്കിനെ കുറിച്ച് പറയാമോ? നമ്മൾ കൺട്രോൾ റിസ്കിൽ ഇപ്പൊ പറഞ്ഞു ഓൾറെഡി. കൺട്രോൾസ് ആഡിക്വേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും പറഞ്ഞു? ഒമിഷൻ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ ഉണ്ടാവുന്നില്ല നമ്മൾ പറഞ്ഞത്. 8th റിസ്ക് പറഞ്ഞത് അതായിരുന്നല്ലോ. ഓക്കെ, അതായത് എപ്പോഴും ഓർത്താൽ മതി, എക്സ്റ്റേണൽ സർവീസ് ഓർഗനൈസേഷൻ ഔട്ട്സോഴ്സ് ചെയ്യുന്ന സമയത്ത് 2 റിസ്ക് എന്തൊക്കെയാണ്? ഒന്ന് ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷന്റെയും, രണ്ടെന്താണ്? ഡിറ്റക്ഷൻ റിസ്കിന്റെയും. ഓക്കെ, ഇനി Peonic company is planning to expand the company by opening 3 new stores during July 2019, and in order to finance this in March 2019, the company obtained a 3 million bank loan. This is repayable in arrear over 5 years in quarterly installment. In preparation for the expansion, the company is looking to streamline operation into a warehouse and is planning to make approximately 60 employees redundant after the year end. No decision has been made as to whether this has been announced, but it is likely to be in May 2019. എന്താ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്? ലോൺ എടുത്തിട്ടുണ്ട്. കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? കമ്പനി ഒരു ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ട് 3 million. കമ്പനി 3 million ബാങ്ക് ലോൺ എടുക്കുന്ന സമയത്ത് അവിടെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്ന ഇഷ്യൂ എന്തായിരിക്കും? Between the current and non-current liability കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടാവില്ല. ഇവിടെ ആക്ച്വലി എന്ത് ലൈബിലിറ്റി? കറന്റ് ആണോ നോൺ കറന്റ് ആണോ? നോൺ കറന്റ് ആണ്. അപ്പൊ അവർ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? കറന്റ് ആയിട്ട് കാണിക്കാൻ. അപ്പൊ കറന്റ് ലൈബിലിറ്റി എന്തായിരിക്കും? അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. നോൺ കറന്റ് ലൈബിലിറ്റി ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും. എന്താ റെസ്പോൺസ് ആയിട്ട് പറയാൻ പറ്റുന്നത്? current and non-current liability review ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാ റിസീവ് ചെയ്തെന്നുള്ള കാര്യം. എന്നിട്ട് എന്ത് ചെയ്യാ? സ്പ്ലിറ്റ് ബിറ്റ്വീൻ കറന്റ് ആൻഡ് നോൺ കറന്റ് ലൈബിലിറ്റി നോക്കണം. എന്നിട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് തന്നെയാണ് അവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, ക്ലാസിഫൈ ചെയ്തേക്കുന്നുള്ള കാര്യം എൻഷുർ ചെയ്യാൻ പറയാം. പിന്നെ വേറെ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ അവിടെ തന്നെ? ലെവൽ ഓഫ് അതെ അതെ അതെ, അവരുടെ എമൗണ്ട് ഓഫ് ഫിനാൻസ് കൂടിയിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് വരും. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ്പെൻസസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഫിനാൻസ് കോസ്റ്റ് അണ്ടർസ്റ്റേറ്റഡ് ആവും, പ്രോഫിറ്റ് എന്താവും? റെസ്പോൺസ് സോറി, അത് രണ്ടായിട്ട് തന്നെ പറയാൻ പറ്റും. ഓക്കെ, കാരണം നമ്മൾ ഈ ബാങ്ക് ലോൺ എടുക്കുമ്പോൾ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് കളിക്കുന്നത്, കറന്റ് ലൈബിലിറ്റി നോൺ കറന്റ് ലൈബിലിറ്റി ആയിട്ട് കളിക്കുന്നത്. നെക്സ്റ്റ് ഇയറിൽ കൊടുക്കാനുള്ള കറന്റ് ലൈബിലിറ്റി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയായിരുന്നു. അതെ പറയണം കേട്ടോ, പറയണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, അതിന്റെ റെക്കമെൻഡേഷൻ നമ്മൾ പറയേണ്ടത് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുള്ളതിന് ഫിനാൻസ് കോസ്റ്റ് എന്ത് ചെയ്യാൻ പറയാം? അതെന്തുമായിട്ട് മാച്ച് ചെയ്ത് നോക്കാൻ പറയണം? ലോൺ ഡോക്യുമെന്റ്സുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ പറയാം. എന്നിട്ട് അത് ഇയർ എൻഡ് സമയത്ത് പേയബിൾ ആയിട്ട് കാണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എൻഷുർ ചെയ്യാൻ പറയാം. ഓക്കെ, ഇനി വേറെന്ത് ഇഷ്യൂ ഉള്ളത്? കമ്പനി 60 എംപ്ലോയീസിനെ റിഡൻഡന്റ് ആക്കിയിട്ടുണ്ട് ഇയർ എൻഡിന് ശേഷം, അല്ല ഇയർ എൻഡിന്റെ ആഫ്റ്റർ ദി ഇയർ എൻഡ്. അപ്പം റിഡൻഡൻസി ആയിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? ഈ റിഡൻഡൻസി എന്ന് പറയുന്നത് പ്രോബബിൾ ആണെന്നുണ്ടെങ്കിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത്. അതെ, അപ്പൊ ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? adequate amount of provision ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പ്രൊവിഷൻ എന്തായിരിക്കും? അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും, ഓവർസ്റ്റേറ്റഡ് ആയിരിക്കും. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? റെസ്പോൺസ് ആയിട്ട് ഇവിടെ റിഡൻഡൻസി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? We need to discuss with the management whether they have recognized provision in relation to redundancy, and if so, എന്ത് ചെയ്യണം എന്ന് പറയാ? എന്ത് ചെയ്യണം എന്ന് പറയേണ്ടത്? Consider the rationale on the basis of which they have determined it in order to ensure the reasonableness of provision. Provision reasonable ആണെന്ന് ensure ചെയ്യാൻ. ഈ ഞാൻ എഴുതി തന്നല്ലേ റിവിഷൻ ക്ലാസ് സമയത്തും
സെയിം തന്നെയാണ് റെസ്പോണ്ട് ചെയ്തത്. ഇത്രയാണ് നമുക്ക് board minutes എന്ന് പറയാനില്ല. സോറി, inspect board minutes regarding redundancy provision. ഇൻസ്പെക്ട് ബോർഡ് മീൻസ് റിഗാർഡിംഗ് റിഡൻഡൻസി പ്രൊവിഷൻ എന്നുള്ളത് പറയാം. പക്ഷെ ഇവിടെ നിങ്ങൾ അതിനും എക്സ്റ്റെൻഡിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ഇവിടെ പറയുന്നത് എന്താണ്? പ്രോബബിൾ ആണെന്നുണ്ടെങ്കിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണമായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ എന്തിൽ എംഫസൈസ് ചെയ്താൽ മതി? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എംഫസൈസ് ചെയ്താൽ മതി. മനസ്സിലായോ? ഓക്കെ. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കി മക്കളെ, ജസ്റ്റ് എ മൊമെന്റ്. ചോദിച്ചോ. പറ്റത്തില്ല. കാരണം എന്താണ്? ഇത് റിഡൻഡൻസി പ്രൊവിഷൻ ആണ്. ലീഗൽ അഡ്വൈസേഴ്സിനോട് ചോദിക്കാൻ പറ്റും പ്രോബബിൾ ആണോ. അത് ഏത് സിറ്റുവേഷൻ ആയിരിക്കും? കമ്മ്യൂണിക്കേഷൻ ക്ലെയിംസ് ഒക്കെ ഉള്ള സമയത്തായിരിക്കും ലീഗൽ അഡ്വൈസേഴ്സിനോട് ചോദിക്കുന്നുണ്ടാവുക. മനസ്സിലായോ? ഇത്രയാണ് ഇവിടെയുള്ള സിറ്റുവേഷൻ എന്ന് പറയാം. സോ നോക്കിക്കേ, നമ്മളോട് എത്ര റിസ്ക് ആയിരുന്നു ചോദിച്ചിരുന്നത്? അവർ വെറും 8 റിസ്ക് ചോദിച്ചിട്ടുള്ളായിരുന്നു. നമ്മൾ എത്ര റിസ്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്? ഇൻ ടോട്ടൽ 12 റിസ്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 8 ഔട്ട് ഓഫ് 12 എഴുതിയാൽ മതി. അതായത് എത്ര എണ്ണമാണ് നിങ്ങൾ കണ്ടുപിടിച്ച് 12 എണ്ണത്തിനകത്ത് നിന്ന് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന 8 എണ്ണം അത് എഴുതിയാൽ മതി. ആൻഡ് ഏറ്റവും അറിയാവുന്നത് ആദ്യമേ കണ്ടുപിടിച്ചിട്ട് എഴുതുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ഓർത്തോണം, whenever you read the questions ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാം. ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചതിന് ശേഷം മാത്രമേ ക്വസ്റ്റ്യൻസ് എഴുതി തുടങ്ങാവുള്ളൂ. ഇല്ലെങ്കിൽ വി വിൽ ബി ഇൻ ട്രബിൾ. കാരണം എന്താണ്? ചിലപ്പോൾ നമ്മൾ ആദ്യമേ വായിക്കുന്ന സമയത്ത് നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് ഉണ്ടാവില്ല. അപ്പൊ അൺനെസസറി നമ്മളവിടെ ടൈം വേസ്റ്റ് ചെയ്യും. പിന്നീട് അങ്ങോട്ട് വായിച്ചു വരുമ്പോൾ എളുപ്പമുള്ള പോയിന്റ്സ് ഉണ്ടാവും. അതൊട്ട് എഴുതാൻ ടൈമും കിട്ടത്തില്ല, രണ്ടുപേരും. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? ഫുൾ ക്വസ്റ്റ്യൻ വായിക്കുക. ഫുൾ ക്വസ്റ്റ്യൻ വായിച്ച് ഫുൾ ക്വസ്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം മാത്രം അറിയാവുന്ന പോയിന്റ്സ് ആദ്യമേ പിക്ക് ചെയ്ത് എഴുതി പോവാം. ഓക്കെ, ഓൾറൈറ്റ്. ഇനി let's move to the very last question, which is a question based on the substantives. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എടുത്ത് ചോദിച്ചേക്കാണ്, describe the substantive procedure the auditor should perform in order to obtain sufficient and appropriate audit evidence in relation to valuation of Hyzin company's inventory. ഇത് പ്രൈമറി ആയിട്ട് നമ്മളിപ്പോ നോക്കുന്ന സമയത്ത് അസേഷൻ സ്പെസിഫിക് ആണോ അല്ലയോ? അതെ. നിങ്ങൾ ഏത് അസേഷന്റെ ചോദിച്ചേക്കുന്നത്? വാല്യുവേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. രണ്ടാമതായിട്ട് നോക്കുക, എത്ര മാർക്കിനാണ്? 6 മാർക്സിനാണ്. അപ്പൊ നമുക്ക് എത്ര പോയിന്റ്സ് വേണം? 6 പോയിന്റ്സ് വേണം. ഓക്കെ, നമുക്കപ്പോ ഒരു കാര്യം ചെയ്യാം. സിനാരിയോയിൽ എന്താണ് ഇതിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് നോക്കാം. ഓക്കെ, so Hyzin company develops and manufactures computer components and its year end was 31st December 2018. The company has a large factory and 2 warehouses, one of which is off-site. You are an audit supervisor of Tulip & Company and the final audit is due to commence shortly. The draft financial statement showed total assets of 23.2 million, profit before tax of 6.4 million. The following 3 matters have been brought for attention. Inventory valuation കുറിച്ച് ഫസ്റ്റ് പറഞ്ഞേക്കാണ്. Your firm attended the year-end inventory count for Hyzin company and confirmed that the controls and process for recording work in progress and finished goods were acceptable. Work in progress are both material to financial statements, and the audit team was able to confirm both the quality and stage of completion of work in progress. Before the goods are dispatched, they are inspected by the company's quality control department. Just prior to the inventory count, it was noted that the batch of product Crocs which had been produced to meet a customer specification technical requirement did not meet the quality and technical standard. The inventory had been produced at a cost of 4,50,000. Upon discussion with the production supervisor, finance director believes that inventory can still be sold to alternative customers at a discount price of 90,000. അപ്പോൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സിനാരിയോ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്? ആ ക്രോപ്സ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. ആ പ്രോഡക്റ്റ് കസ്റ്റമർ സ്പെസിഫിക്കേഷൻ മീറ്റ് ചെയ്തിട്ടില്ല. 4,50,000 ആണ് അവരെ പ്രോഡക്റ്റ് ഉണ്ടാക്കിയത്. പക്ഷെ അവർ ഇനി സെല് ചെയ്യാൻ പോകുന്നത് എത്രയ്ക്കാന്ന് പറഞ്ഞു? They are going to sell it for an amount of 90,000. ഇത്രയും ഡീറ്റെയിൽസ് ആണ് അവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ശരിയല്ലേ? ഓക്കെ, അപ്പം ലിറ്ററലി പറഞ്ഞാൽ ഇതൊരു അസേഷൻ സ്പെസിഫിക് ക്വസ്റ്റ്യൻ മാത്രമാണോ? അല്ല, അസേഷൻ പ്ലസ് എന്താണ് സിനാരിയോ. അപ്പം അസേഷനിൽ തന്നെ നിങ്ങൾ നിൽക്കണം, പക്ഷെ എന്തിലേക്കും കൂടി പോകണം? സിനാരിയോയിലേക്കും കൂടി പോകണം. ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങളുടെ അടുത്ത് സിനാരിയോയ്ക്കകത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പ്രധാനമായിട്ടും നിങ്ങളോട് പറയുന്നത് ആ ഒരു പ്രോഡക്റ്റിന്റെ കാര്യത്തെ കുറിച്ച് മാത്രമാണ്. സോ വെൽ യു നീഡ് ടു കൺസിഡർ റിഗാർഡിംഗ് ദ പ്രോഡക്റ്റ് ആസ് വെൽ. അപ്പൊ ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ്? എന്തൊക്കെയാണ് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ്?
എടുത്തിട്ട് ചെയ്യാൻ പറ്റും, ജനറൽ ലെഡ്ജറായിട്ട് മാച്ച് ചെയ്യാം. നോർമൽ ആയിട്ട് നിങ്ങൾ വാല്യുവേഷൻ ചെയ്യാറുള്ള പോയിന്റ് ചെയ്യാം. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? Examine prices which finished goods are to be sold. Examine the prices on which the finished goods are to be sold after the year end. എന്തിനു വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ ചെയ്യാറ്? Finished goods need to be returned on. അത് ചെയ്യാനായിട്ട്. പക്ഷെ ഇവിടെ ചെറുതായിട്ട് ആ ഒരു പോയിന്റ് അമെൻഡ് ചെയ്യുക. അത് അമെൻഡ് ചെയ്തിട്ട് എന്താക്കേണ്ടത്? Discount. ഇവര് പറഞ്ഞിട്ടില്ലേ ഡിസ്കൗണ്ടഡ് പ്രൈസ് ഓഫ് 90,000 ആണ് സെല് ചെയ്യാൻ പോകുന്നതെന്ന്. ഓക്കെ, ഇവർ ഇയർ എൻഡിന് ശേഷം സെല് ചെയ്യാൻ പോകുന്ന ഒരു എമൗണ്ടിനെ കുറിച്ചല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? ആ പോയിന്റ് അമെൻഡ് ചെയ്ത് ഇതിനു വേണ്ടിയിട്ട് ആക്കിക്കൂടെ? മനസ്സിലായോ? ആ പോയിന്റ് അമെൻഡ് ചെയ്തിട്ട് ഇതിനു വേണ്ടിയിട്ട് ആക്കാം. എന്ത് പറയാ? റിവ്യൂ ദ പ്രൈസസ് അറ്റ് വിച്ച് the product line stocks have been sold after the year end in order to consider whether it was sold for 90,000. Whether the fair value less cost to sell of 90,000 is reasonable. Clear ayo? Okay, adu parayallo. Scenario specific aayittu ninge endu cheyam, year end ശേഷം എത്ര പ്രൈസിനാണ് ക്രോക്സ് സെല് ചെയ്തെന്ന് നോക്കാൻ വേണ്ടിയിട്ടാ അവര് ഇത് കണ്ടുപിടിച്ചേക്കുന്ന fair value less cost to sell കറക്റ്റ് ആണോ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ എന്താ ചെയ്യാൻ പറ്റുക? Discuss with management how they reach the value 90,000. മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയാം. എന്തിന്റെ ബേസിസിലാണ് അവർ 90,000 എന്നുള്ള വാല്യൂ ഡിസൈഡ് ചെയ്യുന്നുള്ള കാര്യം. അത് എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് പറയാം, അത് റീസണബിൾ ആണോ എന്ന് എൻഷുർ ചെയ്യാൻ പറയാം. ഓക്കെ, ഫൈൻ. പിന്നെ വേറെ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഏതാണ് ഒന്നുകൂടെ പറയോ? റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി കളക്ഷൻ പീരീഡ് കമ്പയർ ചെയ്യാൻ. എന്തിനു വേണ്ടിയിട്ടാ? പ്രീവിയസ് ഇയർ ആയിട്ട്. എന്നിട്ട് ഇൻഡസ്ട്രി ആവറേജ് സിഗ്നിഫിക്കന്റ് ഡിഫറൻസ്. ഓക്കെ, ഫൈൻ, ഓൾറൈറ്റ്, പറയാം. നോർമൽ ജനറൽ പോയിന്റ് ആയിട്ട് പറയാം. പിന്നെ അത് സ്പെസിഫിക്കലി സിനാരിയോ ബേസ് ചെയ്ത് എന്തൊക്കെയാ പറയാൻ പറ്റുന്നത്? സർ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോ സിനാരിയോ സ്പെസിഫിക് ആയിട്ട് ഇത്ര പോയിന്റ്സ്, ജനറൽ ആയിട്ട് ഇത്ര പോയിന്റ്സ് അങ്ങനെ ഉണ്ടോ? ഇല്ല. സിനാരിയോ സ്പെസിഫിക് പറയാനുള്ള പറയാം. പിന്നെ ജനറൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? വിത്ത് റിഗാർഡ് ടു വാല്യുവേഷൻ സെൽഫ് പറയാൻ പറ്റും. അപ്പൊ വാല്യുവേഷൻ ഏത് പോയിന്റ് ചെയ്താലും മാർക്ക് കിട്ടൂലേ? പിന്നെ വേറെന്താ പറയാൻ പറ്റുന്നത്? വിത്ത് റിഗാർഡിംഗ് ടു സിനാരിയോ ആണേ. സിനാരിയോ പറഞ്ഞേക്കുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള പറഞ്ഞിട്ട് ജനറൽ പറയാം. വേറെന്താ പറയാൻ പറ്റുന്നത്? ഇവരുടെ കോസ്റ്റ് എത്രയായിരുന്നു? കോസ്റ്റ് ഓഫ് ഇൻവെന്ററി എത്രയായിരുന്നു? 4,50,000 ആണ് അല്ലേ? അതിന്റെ ഇപ്പോഴത്തെ കറന്റ്ലി ഉള്ള വാല്യൂ എത്രയാണ്? 90,000 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ചെയ്യാനായിട്ടുണ്ടോ? Write down ചെയ്യണ്ടേ? റൈറ്റ് ഡൗൺ ചെയ്യണം. റൈറ്റ് ഡൗൺ ചെയ്തിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യണേ നമ്മള്. അതെങ്ങനെ എൻഷുർ ചെയ്യാൻ പറ്റുക? റൈറ്റ് ഡൗൺ ചെയ്തിട്ടുണ്ടെന്ന് എങ്ങനെ എൻഷുർ ചെയ്യാൻ പറ്റുക? നമ്മളെന്ത് പറയാ? നമ്മൾ പറയാം ഡാമേജ് പ്രോഡക്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണ് നടത്തിയെന്നുള്ളത് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയാം. എന്തിനു വേണ്ടിയിട്ടാ? in order to ensure that the value of the damaged inventory has been written down to the lower of cost and NRV. മനസ്സിലായോ? ക്ലിയർ ആയോ മക്കളെ? ഓക്കെ, വേറെ എന്തൊക്കെയാ നിങ്ങൾക്ക് പറയാൻ പറ്റും? വേറെ എന്തൊക്കെയായിരിക്കും? കൺഫേം ദാറ്റ് അപ്രോപ്രിയേറ്റ് ബേസിസ് ഓഫ് വാല്യുവേഷൻ. ബേസിസ് ഓഫ് വാല്യുവേഷൻ എന്താണെന്നുള്ളത് കൺഫേം ചെയ്യാനായിട്ടുള്ളത് പറയാം. ഇൻ അക്കോർഡൻസ് വിത്ത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ എന്താ ചെയ്യാൻ പറ്റുക? ബാക്കി ഇൻവെന്ററിയുടെ വാല്യുവേഷൻ പോയിന്റ് പറയാം. വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റുക? ഇൻവെന്ററീസ് ഒക്കെ എന്ത് ചെയ്യാൻ പറയാം? റിവ്യൂ ചെയ്യാൻ പറയാം. മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയാം. എന്നിട്ട് അതുമായിട്ട് റിലേറ്റഡ് ഉള്ള പ്രൊവിഷൻസ് അല്ലെങ്കിൽ റൈറ്റ് ഓഫ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിയല്ലേ? ഓക്കെ, പിന്നെ വേറെന്താ ഉള്ളത്? ഓക്കെ, ഫൈൻ, അത് പറയാം. പിന്നെ വേറെ നമുക്ക് ചെയ്യാൻ പറ്റുക? ഒരു സാമ്പിൾ ഓഫ് ഇൻവെന്ററിയുടെ എന്ത് ചെയ്യാൻ പറയാം? സപ്ലയർ ഇൻവോയ്സുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ പറയാം. മനസ്സിലായോ? ഓക്കെ, ഇതൊക്കെ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. ഇനി നെക്സ്റ്റ് നമ്മളോട് അടുത്ത് ചോദിച്ചേക്കുന്നത് ഏതാണ്? ഡിസ്ക്രൈബ് ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ദ ഓഡിറ്റർ ഷുഡ് പെർഫോം ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഇൻ റിലേഷൻ ടു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ എത്ര മാർക്കിനാണ് ചോദിച്ചേക്കുന്നത്? 4 മാർക്സിനാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ മക്കളെ നിങ്ങൾ എപ്പോഴും സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾ എന്തുമായിട്ട് മാച്ച് ചെയ്യാൻ നോക്കിയാൽ മതി. മാക്സിമം നമ്മൾ പഠിച്ചിട്ടുള്ള ക്രൈറ്റീരിയ ഇല്ലേ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ക്യാപിറ്റലൈസേഷൻ ക്രൈറ്റീരിയ, അതുമായിട്ട് മാച്ച് ചെയ്യാൻ നോക്കിയാൽ മതി. ഓക്കെ, so Hyacinth company includes expenditure incurred in developing a new product within the intangible asset once recognition criteria of IAS 30 intangible asset has been met. അപ്പോൾ അവർ പറയുന്നുണ്ട് ക്രൈറ്റീരിയ മീറ്റ് ചെയ്തതാണ് അവർ എന്ത് ചെയ്യുന്നത്? ഇൻടാഞ്ചിബിൾ ആയിട്ട് കാണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്താണ് എന്ത് ചെയ്യാം? ക്രൈറ്റീരിയ ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്യാം. Intangible assets are amortized on straight line basis over the period of 4 years
എന്നിട്ടാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. അവിടുന്ന് 4 ഇയേഴ്സിലേക്ക് അവർ എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അമോർട്ടൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് കറസ്പോണ്ടിങ് ഒരു പോയിന്റ് കിട്ടിയോ? യെസ്. ഓക്കെ. അമോർട്ടൈസേഷൻ പോളിസി is based on past experience of likely useful life of the product. വീണ്ടും ഒരു പോയിന്റ് കിട്ടിയോ? അമോർട്ടൈസേഷൻ പോളിസി അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ ബേസിസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ആലോചിക്കുക, അവിടെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന്. മനസ്സിലായോ? ഓക്കെ. ഇൻ ദ കറന്റ് ഇയർ ഹൈസിൻ കമ്പനി 0.8 million ആണ് 3 ന്യൂ പ്രോഡക്ട്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തേക്കുന്നത്. അറ്റ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സോ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് ആ പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങിക്കോ. 3 പ്രോഡക്ട്സ് ആണ് അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജിലുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? Discuss with management details of each new product along with the development stage. Development stage to ensure whether it needs to be categorized with development expenditure. First point കിട്ടി. പിന്നെ വേറെ എന്തൊക്കെയാ ചോദിക്കേണ്ടത്? Amortization expenses. Amortization charge. റീകാൽക്കുലേറ്റ് പറയാം. എന്തിനു വേണ്ടിയിട്ടാ? മാത്തമാറ്റിക്കൽ ആക്യുറസി കൺഫേം ചെയ്യാൻ. പിന്നെ വേറെന്താ അവർ പറഞ്ഞ്, നിങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ട് അമോർട്ടൈസേഷൻ ചെയ്യേണ്ട എത്ര പീരിയഡിലേക്കാണെന്ന് പറഞ്ഞേക്കുന്നത്? ഓവർ എ പീരീഡ് ഓഫ് 4 years ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? Useful life in the rational. Discuss with management. Rational on the basis of which they have determined the amortization period over 4 years. 4 years. Consider whether it is reasonable എന്നുള്ളത് ചോദിക്കാം. ഫൈൻ, പെർഫെക്റ്റ്. ഇപ്പൊ തന്നെ എത്ര പോയിന്റ് ആയി? 3 പോയിന്റ് ആയി അല്ലേ? ഇനി നമ്മൾ ബേസിക്കലി അവർ നിങ്ങളോട് പറഞ്ഞു ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുള്ളത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നത് എന്തായിരിക്കും? ഫീസിബിലിറ്റി റിപ്പോർട്ട്സ് ചെക്ക് ചെയ്യാം. ഫീസിബിലിറ്റി ഓഫ് പ്രോജക്ട്സ് ചെക്ക് ചെയ്യാം. എങ്ങനെയായിരിക്കും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുക? ഫീസിബിലിറ്റി റിപ്പോർട്ട്സ് റിവ്യൂ ചെയ്യാം എന്ന് പറയാം. ഫൈൻ. പിന്നെ വേറെ എന്താ ചെയ്യാൻ പറ്റുന്നത്? മാർക്കറ്റ് റിസർച്ച് റിപ്പോർട്ട് നോക്കാൻ പറയാം. നമുക്ക് എബിലിറ്റി ടു സെൽ ദ പ്രോഡക്റ്റ് ഉണ്ടോ എന്നുള്ളത്. പിന്നെ വേറെ എന്താ ചെയ്യാൻ പറ്റുക? റിസർച്ച് എക്സ്പെൻസസ് എന്തുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ പറയാം? ഇൻവോയ്സസ് ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ പറയാം. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ വേണമെങ്കിൽ എന്ത് പറയാം? ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചേക്കുന്നത് നമ്മൾ ഇൻവോയ്സസ് വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ പറയാം. അതിനെ എബോവ് ഓൾ വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ എന്തും പറയാം. ഡിസ്ക്ലോഷേഴ്സിന്റെ പോയിന്റ് വേണമെങ്കിലും പറയാം. ഇഫ് യു ഡിഡ് നോട്ട് ഗെറ്റ് എനി അതർ പോയിന്റ്. ക്ലിയർ ആയി മക്കളെ? നമുക്ക് ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ പോയിന്റ് പറയാൻ പറ്റുമോ? ഷെഡ്യൂൾ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്, ഡീറ്റെയിൽ ഓപ്പൺ ബാലൻസ്. അത് വേണ്ട. ഇൻടാഞ്ചിബിൾ അസറ്റ്സിന്റെ അത് പറയണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇൻടാഞ്ചിബിൾ അസറ്റ്സിനെ കുറിച്ച് എംഫസൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. ഇവിടെ ഇപ്പൊ നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ ആഡ് ഓൺ പോയിന്റ്സ് ആണ്. പ്രൈമറി ആയിട്ട് പറയേണ്ടത് എന്താണ്? ഒന്ന്, സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിന്റെ പോയിന്റ് ഇല്ലേ, ആ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിന്റെ പോയിന്റ് പറയാ. 2, നമ്മൾ പറയേണ്ടതാണ് അമോർട്ടൈസേഷന്റെ പോയിന്റ്സ് പറയാനായിട്ടുള്ളത് പറയാ. ദെൻ 3, നമ്മൾ പറഞ്ഞ എന്താണ്? ആ യൂസ്ഫുൾ ലൈഫിന്റെ പോയിന്റ് പറയാനായിട്ടുള്ളത് പറയാ. ദെൻ 4, നമ്മുടെ ഈ പർട്ടിക്കുലർ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചറിന്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തേക്കുന്നതായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുന്ന പോയിന്റും പറയാം. മനസ്സിലായോ? അതാണ് നമ്മുടെ പ്രൈമറി പോയിന്റ്സ് പറയുന്നത്. അപ്പൊ തന്നെ നമുക്ക് എന്തായി? സഫിഷ്യന്റ് പോയിന്റ്സ് ആയി. 4 മാർക്കിനല്ലേ ചോദിച്ചത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് സബ്സ്റ്റാൻറ്റീവ്സ് എഴുതേണ്ടതെന്നുള്ള കാര്യം? ഓക്കെ. ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രയർ വീഡിയോ കാണണേ. സബ്സ്റ്റാൻറ്റീവിന് തന്നെ നമ്മൾ ചെയ്ത വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ സബ്സ്റ്റാൻറ്റീവിന്റെ പാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഡേ 3ലും റിവിഷൻ ക്ലാസ്സിന്റെ സമയത്ത് നമ്മൾ സബ്സ്റ്റാൻറ്റീവിന്റെ ഏരിയ ചെയ്തിരുന്നു. ഓക്കെ. ഇനി describe the substantive procedure the auditor should perform to obtain sufficient and appropriate audit evidence in relation to Hyacinth Company's year-end sales tax liability. Hyacinth കമ്പനിയുടെ year-end sales tax liability ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ പെർഫോം ചെയ്യേണ്ടതെന്നാണ് ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത്. ജസ്റ്റ് എ മൊമെന്റ്. ഓക്കെ, അതാണ് നമ്മളോട് അടുത്ത് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ പറയേണ്ടത്? Describe the substantive procedures in relation to the auditor to obtain sufficient and appropriate audit evidence in relation to year-end sales tax liability. Year-end sales tax liability ആണ് നമുക്ക് ഇവിടെ തന്നേക്കുന്നത്. ഈ year-end sales tax liabilityയുടെ എമൗണ്ട് നമ്മൾ എങ്ങനെയായിരിക്കും കൺഫേം ചെയ്യുന്നുണ്ടാവുക? എങ്ങനെയായിരിക്കും മക്കളെ? എന്തൊക്കെയാ നമ്മളോട് പറഞ്ഞത്? Hyacinth Company is required by the relevant taxation authority in the country in which it operates to charge sales tax at 15% on products which it sells. Sales tax is payable to tax authority when purchasing raw materials and incurring expenses in manufacturing process. Company pays 15% sales on item purchase, and this can be reclaimed from the taxation authority. The company is required to report tax charged and incurred by completing a tax return on quarterly basis. Net amount owing to the taxation authority must be remitted within 4 weeks of the quarter end. The financial statements contain 1.1 million in relation to the sales tax of the quarter of 31st August 2018.
ആദ്യം ഇവിടെ പറഞ്ഞേക്കുന്നതിന്റെ മീനിങ് പ്രോപ്പർലി മനസ്സിലാക്കുക. നിങ്ങളോട് എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? ഒന്ന്, നിങ്ങളുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ സെയിൽസ് നടത്തുമ്പോൾ 15% പ്രോഡക്ട്സിന്റെ പേര് നിങ്ങൾ വാങ്ങണം കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്രയാണ് പേ ചെയ്യേണ്ടത്? നിങ്ങൾ 15% നിങ്ങൾ ഓരോ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നിങ്ങളും പേ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നതും നിങ്ങൾ പേ ചെയ്തതിന്റെയും ഡിഫറൻസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടാക്സേഷൻ അതോറിറ്റിക്ക് പ്രൊവൈഡ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു എല്ലാ ക്വാർട്ടറും കഴിഞ്ഞ് വിത്തിൻ 4 വീക്സിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എമൗണ്ട് പേ ചെയ്യണം. ഇയറിന്റെ സമയത്ത് 1.1 million ആണ് ലൈബിലിറ്റി ഉള്ളതെന്ന് പറഞ്ഞു. പറ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ആസ് ആൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടത്? ഇവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? Agree the sales tax liability. We can calculate the sales tax liability. എങ്ങനെ sales tax liability നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ട്രയൽ ബാലൻസിലുള്ളതും ടാക്സ് റിട്ടേണും സെയിം ആണെന്ന്. ഓക്കെ, അത് സെപ്പറേറ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ മതി. ഇവിടെ സെയിൽസ് ടാക്സ് ലൈബിലിറ്റി നിങ്ങളുടെ ചാർജ് ചെയ്യുന്ന എങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നിങ്ങളോട് പറഞ്ഞു എത്രയാണ് നിങ്ങൾ ചെയ്തത്, അതുപോലെ തന്നെ എത്രയാണ് നിങ്ങൾ ചാർജ് ചെയ്തത്, അതിന്റെ ഡിഫറൻസ് മാത്രം പറ്റുന്നല്ലേ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്ത് പറയാ, റീകാൽക്കുലേറ്റ് ദ സെയിൽസ് ടാക്സ് ലൈബിലിറ്റി ബൈ എന്താ ചെയ്യേണ്ടത്? റീകാൽക്കുലേറ്റ് ദ സെയിൽസ് ടാക്സ് ലൈബിലിറ്റി ബൈ ഡിഡക്ടിങ് ദ എമൗണ്ട് ഓഫ് ടാക്സ് incurred from the amount of tax collected from the customers, അല്ലെങ്കിൽ tax charged from the customers, and in order to ensure the mathematical accuracy. Okay, പിന്നെ വേറെ എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? Compare year tax liability prior year ആയിട്ട് budget ആയിട്ട്. Okay, sales tax liability year endile prior year ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാൻ പറയാം. ഫൈൻ. പിന്നെ വേറെ എന്താ ചെയ്യാൻ പറ്റുക? Tax authority correspondence obtain. Review the correspondence between the client company and പറയാ ടാക്സേഷൻ അതോറിറ്റി. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്? അഡീഷണൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ എന്താ പറയാൻ പറ്റുന്നത്? സബ്സീക്വന്റ് പേയ്മെന്റ്സ് റിവ്യൂ ചെയ്യാൻ പറയാം. എന്തിനു വേണ്ടിയിട്ടാ? ഇയർ എൻഡിന്റെ സമയത്ത് അക്രൂവൽസ് കാണിച്ചേക്കുന്നത് കറക്റ്റ് ആണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ഫൈൻ, ഗുഡ്. പിന്നെ വേറെ എന്താ പറയാൻ പറ്റുക? റിവ്യൂ ഡിസ്ക്ലോഷേഴ്സ് ഇൻ റിലേഷൻ ടു സെയിൽസ് ടാക്സ് ലയബിലിറ്റി. ഈ ഇതുപോലെ ടാക്സേഷൻ അതോറിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്തായിരിക്കും ഉണ്ടാവും? ലെജിസ്ലേഷൻ പ്രകാരമായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ എന്താ പറയാ, റിവ്യൂ ദ ഡിസ്ക്ലോഷേഴ്സ് ഇൻ റിലേഷൻ ടു സെയിൽസ് ടാക്സ് ലയബിലിറ്റി. എന്തിനു വേണ്ടിയിട്ടാ? in order to ensure that these are in accordance with accounting standards and legislation. Okay, clear ആയ ഇത്രയും കാര്യങ്ങൾ? യെസ് സർ. നമ്മൾ ഈ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എംപ്ലോയ്മെന്റ് ടാക്സ് ആണെങ്കിലും സെയിൽസ് ടാക്സ് ആണെങ്കിലും ഈ കുറെയൊക്കെ കോമൺ പോയിന്റ്സ് തന്നെയല്ലേ വരുന്നത്? എംപ്ലോയ്മെന്റ് ആണെങ്കിലും സെയിൽസ് ടാക്സ് ആണെങ്കിലും കുറെയൊക്കെ കോമൺ പോയിന്റ്സ് ആണ്. പക്ഷെ അത് ശ്രദ്ധിച്ച് നോക്കണം. കാരണം എംപ്ലോയ്മെന്റ് ടാക്സ് ലയബിലിറ്റിക്ക് നമ്മൾ പറയുന്നത് എന്തായിരിക്കും? ടാക്സ് ഡിഡക്ഷനും അതുപോലെ തന്നെ ടാക്സിന്റെ ഡിഡക്ഷന് പുറമെ നമ്മൾ എന്ത് പറയുന്നുണ്ടാവും? വേറെ അഡീഷൻസും അതുപോലെ തന്നെ പേറോൾ റെക്കോർഡ്സുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടാവും. അതുമായിട്ട് ഡിഫറൻസ് ഉണ്ടാവും. മനസ്സിലായോ? ഓക്കെ, ഇവിടെ പിന്നെ സ്പെസിഫിക്കലി നമുക്ക് സിനാരിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്തൊക്കെ ഇവിടെ സംഭവിച്ചേക്കുന്നത് എന്നുള്ളത്. ഇവിടെ നമ്മളിപ്പോ പറഞ്ഞ അത്രയും പോയിന്റ്സ് ഒന്നും പറയണ്ട, മൊത്തം 4 പോയിന്റ്സ് എഴുതിയാൽ മതി. ഓക്കെ, ആൻഡ് ദ വെരി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ്സ് ജസ്റ്റ് എ വെരി സ്മോൾ ക്വസ്റ്റ്യൻ. മാർക്ക് നോക്കിയിട്ട് എഴുതാവുള്ളേ, ഒരുപാട് ഓവർ എലാബറേറ്റ് ചെയ്ത് വെക്കരുതേ, ടൈം പോകത്തേ ഉള്ളൂ, പ്രയോജനമൊന്നും ഉണ്ടാവത്തില്ല. 6 മാർക്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ 3 മാർക്സ് ഈക്വലി ആണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റിന് വേണ്ടിയിട്ട് 3 മാർക്സും സെക്കൻഡ് ക്വസ്റ്റിന് വേണ്ടിയിട്ട് 3 മാർക്കുമാണ്. ജസ്റ്റ് എ മിനിറ്റ്. So first question is 3 marks. Okay. Explain whether the 2018 financial statements of Hyzon Company require amendment in relation to flood. But എന്തൊരു ഫ്ലഡ് ഉണ്ടാവുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് അമെന്റ്മെന്റ് വേണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത് ചോദിക്കുന്നത് എന്താ? ഡിസ്ക്രൈബ് ദ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് വിച്ച് ഷുഡ് ബി പെർഫോംഡ് ഇൻ ഓർഡർ ടു ഫോം എ കൺക്ലൂഷൻ ഓഫ് എനി ഓഫ് ദി റിക്വയർഡ് അമെന്റ്മെന്റ്. മേലെ പറഞ്ഞേക്കുന്ന ഈ അമെന്റ്മെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ഓഡിറ്റ് പ്രൊസീജിയർ ആണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എത്ര ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എഴുതേണ്ടത്? 3 ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എഴുതിയാൽ മതി. ഇവിടെ അമെന്റ്മെന്റ് എന്താണ് വേണ്ടതെന്നുള്ള മാത്രം എഴുതിയാൽ മതി. ഇമ്പാക്ട് ഓവർ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് വല്ലതും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് നോക്കാം എന്താ പറഞ്ഞേക്കുന്നത്. The audit is almost complete and auditor's report is due to be signed shortly. Following matters has been brought to your attention. On 3rd Feb 2019, a flood occurred at the offsite warehouse. This resulted in some damages to inventory and property, plant and equipment. However, there have been no significant delays to the customer deliveries or complaints from customers. Hyzon Company's management has investigated the cause of the flooding and believes that the company is unlikely to be able to claim on its insurance.
Finance director of Hyacinth company has estimated the value of the damages of inventory, property, plant and equipment of 0.7 million, and it now has no scrap value. നിങ്ങളോട് പറഞ്ഞ എന്താണ്? 3rd Feb 2019 ആണ് ഓഫ് സൈറ്റ് വേ ഹൗസിൽ ഒരു ഫ്ലഡ് ഉണ്ടായിരിക്കുന്നത്. അത് കാരണം കൊണ്ട് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് ഡാമേജ്ഡ് ആയി. കസ്റ്റമറിന്റെ ഡെലിവറീസ് ഒക്കെ ഡിലേ ആയിട്ടില്ല. ആൻഡ് കംപ്ലൈൻസ് ഒരുപാട് വന്നിട്ടില്ല. ഹൈസിൻ കമ്പനി കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവർ പറഞ്ഞു അവർക്ക് ഇൻഷുറൻസ് കിട്ടും എന്നാണ് തോന്നുന്നത്. 0.7 million ഇൻഷുറൻസ് കിട്ടും എന്നാണ് അവർ പറഞ്ഞത്. ഡാമേജ്ഡ് വാല്യൂ 0.7 million ആണെന്ന് പറഞ്ഞു. ആൻഡ് അതിന് സ്ക്രാപ്പ് വാല്യൂ ഇല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത്രയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഡീറ്റെയിൽസ്. നിങ്ങളോട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡയറക്ട്ലി വേറെ ഒന്നും അവർ ചോദിക്കുന്നില്ല. എന്ത് മാത്രമേ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ? ഈ ഹൈസിൻ കമ്പനിയുടെ ഫ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് അമെന്റ്മെന്റ് വല്ലതും വേണോ എന്ന് മാത്രമാണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. ശരിയല്ലേ? ഓക്കെ. ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ ഉണ്ടായേക്കുന്നത് എന്താണ്? 3rd Feb 2019 ഉണ്ടായേക്കുന്നത്. നമ്മുടെ ഇയർ എൻഡ് എന്ന് പറയുന്നത് എന്നാ? December 2018 ഇയർ എൻഡ്. അപ്പം വിത്തിൻ കറന്റ് ഇയറിലാണ് ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ ഉണ്ടായേക്കുന്നത്? അല്ല, ആഫ്റ്റർ ഇയർ എൻഡ് ആണ് ഉണ്ടായേക്കുന്നത്. ബിക്കോസ് 31st December 2019 നമ്മുടെ ഇയർ എൻഡ് എന്ന് പറയുന്നത്. 2018 നമ്മുടെ ഇയർ എൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് തരത്തിലുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കും? ഇതെന്തായിരിക്കും? It's an events after reporting period. First of all, അല്ലേ? It's an events after reporting period. And events after reporting period എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ഇവന്റ് ആണെങ്കിൽ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഇതൊരു മെറ്റീരിയൽ ആയിട്ടുള്ള ഇവന്റ് ആണോ? 0.7 million മെറ്റീരിയൽ ആണോ? മെറ്റീരിയാലിറ്റി ചെക്ക് ചെയ്യുക. ഇതിന് 0.7 million മെറ്റീരിയൽ ആണെന്ന് പറയാം. നമുക്കിവിടെ 0.7 million മെറ്റീരിയൽ ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുക? ഈ 0.7 million ഡിവൈഡ് ബൈ എന്ത് ചെയ്താൽ മതി? കമ്പനിയുടെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടില്ലേ? അതുപോലെ തന്നെ ടോട്ടൽ അപ്പൊ എന്ത് ചെയ്യാം? രണ്ടിന്റെ ബേസിസിൽ 0.7 million ഡിവൈഡ് ബൈ 6.4 0.7 ഡിവൈഡ് ബൈ 23.2 ചെയ്യുക. എന്നിട്ട് പ്രോഫിറ്റിന്റെ എത്ര പെർസെന്റേജ് മേലെയാണെങ്കിലാണ് മെറ്റീരിയൽ ആവുക? 5%. ടോട്ടൽ അസറ്റിന്റെ എത്ര പെർസെന്റേജ് മേലെ ആവുണ്ട്? 1%. അങ്ങനെ ഇത് മെറ്റീരിയൽ ആണോ നോക്കുക. മെറ്റീരിയൽ ആണോ നിങ്ങൾ നോക്കി, മെറ്റീരിയൽ ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ എന്താ പറയേണ്ടത്? It's an events after reporting period. Therefore, events after reporting period ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള അമെന്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് വരണം. വെൽ, ഇത് വിത്തിൻ ദ കറന്റ് ഇയറിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണോ അതോ ആഫ്റ്റർ ദി ഇയർ എൻഡിന് ശേഷം ഒക്കർ ആയിട്ടുള്ള ഇവന്റ് ആണോ? ആഫ്റ്റർ ദി ഇയർ എൻഡ് ആണ് അല്ലേ? An event which does not have any existence within the year end. ഇയർ എൻഡിന്റെ ഉള്ളിൽ യാതൊരു തരത്തിലുള്ള എക്സിസ്റ്റൻസും ഇല്ല. ആഫ്റ്റർ ദി ഇയർ എൻഡ് കംപ്ലീറ്റ്ലി ഉണ്ടായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഇവന്റിനെ അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആയിട്ടാണോ ട്രീറ്റ് ചെയ്യേണ്ടത് അതോ നോൺ അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആയിട്ടാണോ ട്രീറ്റ് ചെയ്യേണ്ടത്? ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലേ? നോൺ അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ട്? ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഓക്കെ. അപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം? ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ടാവണം. അത്രേ ഉള്ളൂ. ഇത്രയാണ് നമ്മൾ ആൻസർ ആയിട്ട് പറയേണ്ടത്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നിങ്ങൾ പറയുമ്പോൾ എന്ത് പറയാ? ഞാൻ യൂഷ്വലി പറയാറുള്ളത് തന്നെ ആദ്യമേ ഫാക്ട് പറയാം. എന്താ ഫാക്ട് പറയേണ്ടത്? നിങ്ങൾ പറയാ ദ കമ്പനി ഹാസ് ഫേസ്ഡ് ആൻ flood in the offsite warehouse and due to which the company's inventory, property, plant and equipment has been significantly damaged and which have caused a loss of 0.7 million. എന്നിട്ട് എന്ത് പറയണം? The transactions have been occurred after the year end on 3rd Feb 2019. എന്നിട്ട് നിങ്ങൾ മെറ്റീരിയാലിറ്റി പറയാ. The amount of 0.7 million loss represents dash amount of profit and dash amount of total asset. Therefore, it is material and therefore it must be considered as part of the current year's financial statements. എന്നിട്ട് എന്ത് പറയാ? Since a transaction does not have any existence before the year end, it cannot be treated as a adjusting event and it must be treated as a non-adjusting event as it's a transaction which completely take place after the year end. And since it's a non-adjusting event, must be adequately be disclosed in the financial statements. ഇത്രയും പറഞ്ഞാൽ മതി. 3 മാർക്സിന്റെ ക്വസ്റ്റൻ ആണ്. മനസ്സിലായ എല്ലാവർക്കും? ഓക്കെ. ഇനി ഇവിടെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അവര് എന്തായാലും നിങ്ങളോട് ചോദിച്ചിരുന്നത് നെക്സ്റ്റ് റിക്വയർമെന്റ്, ലാസ്റ്റ് റിക്വയർമെന്റ്, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഈ ഒരു പർട്ടിക്കുലർ അമെന്റ്മെന്റിനെ കുറിച്ച് കൺക്ലൂഷൻ റീച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നിങ്ങൾ ചെയ്യേണ്ടി വരിക? അതിനെ കുറിച്ച് കൺക്ലൂഷൻ റീച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും? എന്തൊക്കെയായിരിക്കും കൺക്ലൂഷൻ റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ? എന്തൊക്കെയായിരിക്കും? അസറ്റ് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ
ഈ അസറ്റ് റൈറ്റ് ഓഫ് ചെയ്തിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നോൺ കറന്റ് രജിസ്റ്റേഴ്സ് എല്ലാം ഡീറെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ മക്കളെ? ഇല്ല. കാരണം എന്താണ്? ഇറ്റ്സ് ആൻ ഇവന്റ് ദാറ്റ് ഒക്കേർഡ് ആഫ്റ്റർ ദി ഇയർ എൻഡ് അല്ലേ? അപ്പം അത് നമ്മൾ കറണ്ട് ഇയറിൽ ഡീറെക്കഗ്നൈസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ അവിടെ ആദ്യമേ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? എന്തൊക്കെയാണ് കറണ്ട് ഇയറിൽ ഈ നോൺ അഡ്ജസ്റ്റിംഗ് ഇവന്റുമായിട്ട് കൺഫേം ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാണ്. അപ്പൊ നമുക്ക് അവിടെ എന്തൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റും മാനേജ്മെന്റുമായിട്ട്? ലോജിക്കലി ആലോചിച്ച് നോക്ക്. ഒന്ന്, മാനേജ്മെന്റ് പറയുന്നുണ്ട് ഇൻഷുറൻസ് കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാം. എന്തിന്റെ ബേസിസിലാണ്, എന്ത് അസംഷന്റെ ബേസിസിലാണ് ഇൻഷുറൻസ് കിട്ടും എന്നുള്ള കാര്യം അവർ ക്ലെയിം ചെയ്യുന്നത്? ഇൻഷുറൻസ് കമ്പനി സോറി അൺലൈക്ലി എന്നല്ലേ പറയുന്നത്? എന്താ? ഇൻഷുറൻസ് അതെ അതെ. അപ്പൊ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്താൽ മതി? എന്തിന്റെ ബേസിസിലാണ് ഇൻഷുറൻസ് കിട്ടൂല എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്താൽ മതി. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇത്രയും പറഞ്ഞാൽ മതി. ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് ദ അസംഷൻ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ദേ ഹാവ് confirmed that the company will not be able to obtain insurance from the insurance parties അല്ലെങ്കിൽ കമ്പനീസ് എന്നുള്ള പറയാം. ഓക്കെ. പിന്നെ വേറെന്താ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റുക? വേറെന്തായിരിക്കും ഇവിടെ ചോദിക്കാൻ പറ്റുന്നുണ്ടാവുക? പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റിന്റെ വാല്യൂ നമുക്ക് പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റിന്റെ വാല്യൂ നമുക്ക് റീകാൽക്കുലേറ്റ് ചെയ്യാനാണ് പറ്റുന്നത്. അവരെന്താ പറഞ്ഞേക്കുന്നത്? ഡാമേജിന്റെ എമൗണ്ട് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 0.7 മില്യൺ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുക? ഡാമേജിന്റെ വാല്യൂ എന്ത് റാഷണലിന്റെ ബേസിസിലാണ് എമൗണ്ട് ഓഫ് ലോസ് 0.7 മില്യൺ ആണ്. അതുപോലെ തന്നെ സ്ക്രാപ്പ് വാല്യൂ 0 ആണെന്ന് അവർ പറഞ്ഞിട്ടില്ലേ? സ്ക്രാപ്പ് വാല്യൂ 0 ആണ് എന്നുള്ളത് അവർ കൺസിഡർ ചെയ്തേക്കുന്നത് ചോദിക്കാം. ഇതിന്റെ അസംഷൻസ് എന്താണോ അത് റീസണബിൾ ആണോ എന്നും ചെക്ക് ചെയ്യാൻ പറയാം. മനസ്സിലായോ? ഇനി നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന എന്തായിരിക്കും ഏറ്റവും മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്? ഡിസ്ക്ലോഷേഴ്സ് റിവ്യൂ ചെയ്യാൻ പറ്റുമോ? ഇപ്പം ആസ് ഓഫ് നൗ റിവ്യൂ ചെയ്യാൻ ഡിസ്ക്ലോഷേഴ്സ് ഉണ്ടോ? ഇല്ല. അവര് നമ്മളോട് ചോദിച്ചത് എന്താ? എന്തൊക്കെ ഡിസ്ക്ലോഷേഴ്സ് കൊടുക്കണം എന്നുള്ള കാര്യമാണ് അല്ലേ? അപ്പം നമ്മൾ പണ്ട് ഇവന്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരിയഡിന്റെ പോയിന്റ്സ് പഠിച്ചപ്പോൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇങ്ങനെ ഇവന്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരിയഡ് ഉണ്ടാവുകയാണെങ്കിൽ ഓഡിറ്ററായി നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് മാനേജ്മെന്റുമായിട്ട് ആദ്യമേ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് മാനേജ്മെന്റിനോട് എന്ത് ചോദിക്കണം? അമെൻമെന്റ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെയാണ് അവർ നടത്താൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യണം എന്ന് പഠിച്ചു. ഓർമ്മയുണ്ടോ മക്കളെ? ഓർക്കുന്നുണ്ടോ? ഇവന്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരിയഡ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ മാനേജ്മെന്റിനോട് ഡിസ്കസ് ചെയ്യുക. ദെൻ അമെൻമെന്റിന് ആവശ്യമുണ്ടോ എന്ന് നോക്കുക. അമെൻമെന്റ് അവർ എങ്ങനെയാണ് നടത്താൻ പോകുന്നത് എന്നുള്ള കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? അതുകൊണ്ട് തന്നെ എന്ത് ചോദിക്കാം? ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് വെദർ ദേ ആർ വില്ലിംഗ് ടു അണ്ടർടേക്ക് അമെൻമെന്റ് ഇൻ റിലേഷൻ ടു എന്താണ് ഇവന്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരിയഡ് വിത്തിൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് വെദർ ദേ ആർ willing to provide adequate amount of disclosures in relation to the non-adjusting events എന്നുള്ളത് പറയാം. ക്ലിയർ ആയോ? ഓക്കെ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അവിടെ എത്ര പോയിന്റ്സ് പറഞ്ഞാൽ മതി? മൊത്തം 3 പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ ഇത്രയായിരുന്നു നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് പറയാം വിത്ത് റിഗാർഡിംഗ് ദ ഏരിയ ഓഫ് ഡബിൾ ഐ. ഓക്കെ. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഉണ്ടായിരുന്നത്? വി ഹാവ് ഗോട്ട് adequate amount of MCQs from the areas of MCQs ഏതൊക്കെ ഏരിയ വന്ന്? ഒന്ന് എത്തിക്സ് പാർട്ടിൽ നിന്ന്. 2 നമുക്ക് വന്നിരുന്ന ഏത് ഏരിയ എന്നായിരുന്നു? സെക്കൻഡ് എന്ന് പറയുന്ന ഏത് ഏരിയ എന്നാണ്? ഓക്കെ ഫൈൻ. തേർഡ് വൺ ഏതായിരുന്നു നമുക്ക് ചോദിച്ചിരുന്നത്? റിപ്പോർട്ടിംഗും പ്രൊസീജിയേഴ്സ് അതായിരുന്നു. നെക്സ്റ്റ് നമുക്ക് ലിറ്ററലി പറയുകയാണെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ഏരിയ എന്നൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. ഇന്റേണൽ കൺട്രോൾസിന്റെ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. അഗെയിൻ നമുക്ക് സബ്സ്റ്റാൻറ്റീവ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടായിരുന്നു. ആൻഡ് റിപ്പോർട്ടിംഗ് ക്വസ്റ്റൻ മാത്രം വന്നില്ല, ഓഡിറ്റ് റിസ്ക് വന്നു. അതുപോലെ തന്നെ സബ്സ്റ്റാൻറ്റീവ്സ് ആഡിക്വേറ്റ് ആയിട്ടുള്ള വന്നു. ആൻഡ് സബ്സ്റ്റാൻറ്റീവ്സ് പറയുകയാണെങ്കിൽ ബോത്ത് നമുക്ക് എന്തൊക്കെ വന്നിട്ടുണ്ട്? സബ്സ്റ്റാൻറ്റീവ് നോക്കിയേ, നമുക്ക് സ്പെസിഫിക് വന്നിട്ടുണ്ട്, സിനാരിയോ സ്പെസിഫിക് വന്നിട്ടുണ്ട്, ദെൻ അതേപോലെ തന്നെ പ്യൂർ സിനാരിയോ ആയിട്ടുള്ളത് വന്നിട്ടുണ്ട് അല്ലെ? അസർഷൻ സ്പെസിഫിക്, പോയിന്റ് സ്പെസിഫിക്, സിനാരിയോ സ്പെസിഫിക് ആയിട്ട് എല്ലാ കാറ്റഗറിയും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഇമ്പാക്ട് ഓവർ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ചോദിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. അതർ ദാൻ ദാറ്റ് നമുക്ക് ബേസിക് റിപ്പോർട്ടിങ്ങിന്റെ പോലെ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റനും വന്നു. ഇത്രയാണ് ഉണ്ടായിരുന്നത്. ആൻഡ് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മെയിൻലി ചെയ്യിപ്പിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. നമ്മൾ എല്ലാ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസും നോക്കി അല്ലെ? അതായത് നമ്മുടെ എല്ലാ മേജർ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഏതൊക്കെയായിരുന്നു? ഇന്റേണൽ കൺട്രോൾസ്, ഓഡിറ്റ് റിസ്ക്, സബ്സ്റ്റാൻറ്റീവ്സ്, റിപ്പോർട്ടിംഗ്, കോർപ്പറേറ്റ് ഗവേണൻസ്, എത്തിക്സ്, ഇത്ര ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ്. ആൻഡ് റിപ്പോർട്ടിംഗ് പാർട്ടിയിൽ നിന്ന് നമുക്ക് MCQ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മൾ സ്പെസിഫിക്കലി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചൂസ് ചെയ്തത്, ഇത്ര ഏരിയാസ് ഒരുമിച്ച് റിവൈസ് ചെയ്യാൻ. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ ഫൈൻ.
Alright guys, അപ്പം it was a lengthy session. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു particular സെഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ടും ഈ ജനറൽ ലെഡ്ജറും ഇത് തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് അല്ലെങ്കിൽ ഇത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറഞ്ഞുതരാൻ പറ്റുമോ? ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അവിടെ ബേസിക്കലി ഉണ്ടാവുക നമ്മുടെ ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ടിനകത്ത് ഉണ്ടാവുക സമ്മറി ഓഫ് ലെഡ്ജർ ബാലൻസസ് മാത്രമായിരിക്കും. ലെഡ്ജർ ബാലൻസിന്റെ സമ്മറി ഐറ്റംസ് മാത്രമായിരിക്കും ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ടിൽ ഉണ്ടാവുക. ഓൺ ദ അതർ ഹാൻഡ് ലെഡ്ജർ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ജനറൽ ലെഡ്ജറിനകത്ത് ടോട്ടൽ ലിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അതാണ് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കൺട്രോൾ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക സമ്മറി അക്കൗണ്ട്സ് എന്നുള്ള ബേസിസിലായിരിക്കും, നമുക്ക് ക്വിക്ക് റെഫറൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ പെർട്ടിക്കുലർ ആയിട്ട് ഇത്ര നമ്പർ ഓഫ് ഓരോ ഇൻഡിവിജ്വൽ സപ്ലൈസ് നമുക്ക് ഇത്ര എമൗണ്ട് കിട്ടാനെന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക കൺട്രോൾ അക്കൗണ്ടിന്റെ അകത്ത്. മറ്റേതിന്റെ അകത്ത് സപ്ലൈ നമുക്ക് കിട്ടുന്ന എമൗണ്ടും കിട്ടിയ എമൗണ്ടിന് എന്തുണ്ടാവും ടോട്ടൽ ബ്രേക്ക് ഡൗൺ. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? പ്രൊസീജിയേഴ്സ് എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ അസേഷൻ ലാസ്റ്റ് മെൻഷൻ ചെയ്യണമെന്ന് കമ്പൽസറി ആണോ? ഇല്ല, പ്രൊസീജിയർ എഴുതുമ്പോൾ അസേഷൻ മെൻഷൻ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധം ഇല്ല എന്നുള്ളത് മാത്രമല്ല. ജസ്റ്റ് എ moment. ക്വസ്റ്റ്യൻ പേപ്പറില് മറ്റേ റിസീവബിൾസ് അൺമാച്ച് ആവുന്ന ഒരു MCQ ഇല്ലേനോ? മറ്റേ നെഗറ്റീവ് വരുന്നത് അതൊന്നുകൂടി പറയാൻ പറ്റുമോ? ഓ പറയാലോ. ജസ്റ്റ് ഇതുണ്ടോ നിങ്ങളുടെ ഇത് ഈ കോമൺ എറേഴ്സ് ദാറ്റ് മസ്റ്റ് ബി അവോയ്ഡഡ് എന്ന് പറഞ്ഞേക്കുന്നത് ACCയുടെ ടെക്നിക്കൽ ആർട്ടിക്കിളിന്റെ അകത്തുള്ളതാണ്. ആൻഡ് ഈ ടെക്നിക്കൽ ആർട്ടിക്കിളിന്റെ അകത്ത് പറഞ്ഞേക്കുന്നത് നോക്കി, നിങ്ങളോട് സ്പെസിഫിക്കലി പറയുന്നുണ്ട് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എഴുതുമ്പോൾ റീസൺ എന്താന്നുള്ള കാര്യം നിങ്ങൾ മെൻഷൻ ചെയ്യണം. അത് നിർബന്ധമാണ്. റീസൺ എന്താന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ദെൻ stating an assertion word as a reason for procedure confirming occurrence of sales, ഇതുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവണം? അവോയ്ഡ് ചെയ്യുന്നുണ്ടാവണം. അതായത് ജസ്റ്റ് നിങ്ങൾ ഒക്കറൻസ് ഓഫ് സെയിൽസ് ജസ്റ്റ് ടു കൺഫേം കംപ്ലീറ്റ്നെസ് അങ്ങനെ അസേർഷന്റെ വേർഡ് മാത്രം എഴുതുന്ന എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എന്താണ് റീസൺ ഫോർ പ്രൊസീജിയർ എന്നുള്ളത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. മനസ്സിലായോ? ഓക്കെ, അപ്പം റീസൺ ആണ് പറയേണ്ടത്, വെറുതെ അസേർഷൻ മാത്രമായിട്ട് എഴുതി വെക്കരുത്. ബ്രോ ഏതായിരുന്നു MCQന്റെ ഡൗട്ട് ചോദിച്ചത്? ഏത് ക്വസ്റ്റൻ ആയിരുന്നു? ഇതാണോ? അതെ, 9th one. ഓക്കെ, 9th one ഇവിടെ നമ്മളോട് പറഞ്ഞു തരുള്ളൂ. അവർ പറഞ്ഞ എന്താ? അവരുടെ കറണ്ട് ഇയറിലെ ബാലൻസ് 84,235 ആണ് അവരുടെ ബാലൻസ് കിടക്കുന്നത്. പക്ഷെ നമ്മുടെ അക്കൗണ്ട്സ് നോക്കുമ്പോൾ അത് നെഗറ്റീവ് ബാലൻസ് ആണ്, 72,168 മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താന്ന് വെച്ചാൽ എന്താണ് ഇവിടെ ഡിഫറൻസ് വരുന്നത് നോക്കി കഴിയുമ്പോൾ എത്ര ഡിഫറൻസ് വന്നേക്കുന്നത്? എക്സാക്ട്ലി 1,56,403 ആണ് ഡിഫറൻസ് വന്നേക്കുന്നത്. ബേസിക്കലി സപ്ലൈ സ്റ്റേറ്റ്മെന്റ് പ്രകാരം കൊടുക്കാനുള്ള എമൗണ്ട് ആണ് കറക്റ്റ് എന്ന് നമുക്കറിയാം ഇവിടെ. അപ്പം സപ്ലൈ സ്റ്റേറ്റ്മെന്റ് പ്രകാരം 84,235 ആണ് കൊടുക്കാനുള്ളത്. അത് നമ്മളും സമ്മതിക്കുന്നുണ്ട്, നമ്മുടെ അക്കൗണ്ട്സിൽ 84,235 തന്നെ ഉണ്ട്. എന്നിട്ട് ഒരു പർട്ടിക്കുലർ ബാലൻസ് കുറഞ്ഞു കിടക്കാണ്, 156,403 എന്ന് പറയുന്ന ബാലൻസ് കുറഞ്ഞു കിടക്കാണ്. അങ്ങനെയാണെങ്കിൽ സീറോയിൽ നിന്നാണ് നമ്മൾ താഴേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ -156,403 ആണ് വരേണ്ടത്. ഇവിടെ 84,235 നിന്നാണ് 156,403 കുറഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ടാണ് 72,000 വന്നേക്കുന്നത്. അപ്പൊ ആ ഡിഫറൻസ് പറയുന്നത് എന്ത് കാരണം കൊണ്ടായിരിക്കും? ഈ സെയിം അമൗണ്ടിന്റെ ഇൻവോയ്സ് നമ്മൾ ഒന്ന് പേ ചെയ്തിട്ടുണ്ടാവും. ആ പേ ചെയ്ത ഇൻവോയ്സിനെ നമ്മൾ അറിയാണ്ട് വീണ്ടും ഒന്നും കൂടി പ്രോസസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ സെയിം ബാലൻസ് തന്നെ കുറഞ്ഞു കിടക്കുന്നത്. മനസ്സിലായോ ബ്രോ? ഐ മീൻ ആ 156,403 ആണ് നമ്മൾ കുറച്ചതെന്നല്ല സർ പറഞ്ഞത്? അതെ, 156,403 ആണ് 2 പ്രാവശ്യം നമ്മൾ കുറച്ചേക്കുന്നത്. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? എന്തോ സാമ്പിളിംഗ് ആൻഡ് സ്ട്രാറ്റിഫിക്കേഷൻ അതിന്റെ ഡിഫറൻസ്? സ്ട്രാറ്റിഫിക്കേഷൻ ആണോ? സ്ട്രാറ്റിഫിക്കേഷൻ അതെ സർ. സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ പോപ്പുലേഷൻ ഇല്ല, ഒരു ബിഗ് പോപ്പുലേഷൻ. ആ ബിഗ് പോപ്പുലേഷനെ നമ്മൾ സബ് പോപ്പുലേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് നമ്മൾ ചെറിയ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിനെയാണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുക. മനസ്സിലായോ? സ്പ്ലിറ്റിംഗ് എ ഹോൾ പോപ്പുലേഷൻ ഇൻടു സബ് പോപ്പുലേഷൻ. ഒരു സ്കൂളിനെ ഹോൾ പോപ്പുലേഷൻ എന്ന് വിളിക്കാം. ആ സ്കൂളിനകത്ത് പല പല ക്ലാസ്സുകളില്ലേ, അതായത് ഡിവിഷൻ എ, ഡിവിഷൻ ബി, ഡിവിഷൻ സി എന്നൊക്കെ പറഞ്ഞ് അത് ഓരോരോ സബ് പോപ്പുലേഷൻ ആണ്. അങ്ങനെ സബ് പോപ്പുലേഷൻ ആയിട്ട് ടോട്ടൽ പോപ്പുലേഷൻ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയാം. ഹഫസാഡ് സെലക്ഷൻ
ഹഫസാഡ് സാമ്പിൾ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ പ്യൂർലി ബേസ്ഡ് ഓൺ ജഡ്ജ്മെന്റ്സ് ആയിരിക്കും സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ സാമ്പിളിംഗ് നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യത്തില്ല, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ഓൺ ദ ബേസിസ് ഓഫ് ദി ഓഡിറ്റേഴ്സ് പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് ആയിരിക്കും ഓഡിറ്റർ സാമ്പിൾസ് ചൂസ് ചെയ്യുക. അതാണ് ഹഫസാഡ് സാമ്പിളിംഗ് എന്ന് പറയാം. സോറി, കേട്ടില്ല. ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രാറ്റിഫിക്കേഷന്റെ ഒരു കൈൻഡ് ഓഫ് സാമ്പിളിംഗ് തന്നെയാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ടോട്ടൽ പോപ്പുലേഷനെ നമ്മൾ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ക്ലസ്റ്റേഴ്സ് ആയിട്ട് തിരിക്കും ഓൺ ദ ബേസിസ് ഓഫ് സം ക്യാരക്ടറിസ്റ്റിക്സ്. എന്നിട്ട് നമ്മൾ പോപ്പുലേഷൻ സാമ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യുന്നുണ്ടാവുക ഓരോ ക്ലസ്റ്റേഴ്സിൽ നിന്നായിരിക്കും. അതിനെയാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയാം. പിന്നെ വേറെ എന്തെങ്കിലും അവിടെ ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ എല്ലാവരും മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ആൻഡ് വരുന്ന അപ്കമിംഗ് ഡേയ്സിന്റെ ക്ലാസ്സസിനെ കുറിച്ച് അല്ലെങ്കിൽ റിവിഷൻസിനെ കുറിച്ചിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യും എന്തൊക്കെയാണ് സെഷൻസ് ഉള്ളതെന്ന്. അപ്പൊ അതിനനുസരിച്ച് അക്കോർഡിംഗ്ലി എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക് യു സോ മച്ച്. ബൈ. നാളെ ഇല്ല? ഉണ്ട്. അത് പറയൂട്ടോ, ഗ്രൂപ്പിൽ പറയും. ഓക്കെ. Thank you, sir.